സുഹൃത്തുക്കളെ, ആദ്യമായിട്ട് തന്നെ ഇങ്ങനെ ഒരു പരിപാടിക്ക് വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇതുപോലെ ഒരു വലിയ ബാർ അസോസിയേഷനുകൾ വിളിക്കുമ്പോൾ അതൊരു റെക്കഗ്നിഷൻ കൂടിയാണ്. നേരത്തെ സാറ് പറഞ്ഞതല്ലേ, ഇതിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്നും പറയാം, ഇല്ലെന്നും പറയാം. ഒരു സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ 2.5% മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ. തിയററ്റിക്കലായിട്ട് കുറച്ച് ആസ്പെക്റ്റുകളിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ ഇത് സമഗ്രമായിട്ടൊരു മാറ്റമാണ് ആണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്ത പാർലമെന്റിൽ കൊണ്ടുവരുമ്പോൾ അവർ പറഞ്ഞത്. മേ ബി അതിന് വേണ്ടിയിട്ടായിരിക്കും ഇതിന്റെ പേര് മാറ്റിയത്, അല്ലാതെ പ്രത്യേകിച്ച് പർപ്പസ് ഒന്നും കാണുന്നില്ല. പിന്നെ പേര് മാറ്റിയത് കൊണ്ട് എല്ലാവർക്കും സംശയം വന്നത് മൊത്തമായിട്ട് എടുത്ത് മാറ്റി കൊളോണിയൽ അതിന്റെ ഒബ്ജക്റ്റ് ആൻഡ് റീസൺസിലും ഫ്ലോറിൽ നടത്തിയ പ്രസംഗങ്ങളിലും എല്ലാം പറഞ്ഞത് ഇത് കൊളോണിയൽ ഇതിൽ നിന്ന് മാറ്റിയിട്ട് അത് പുതിയ കംപ്ലീറ്റ് ആയിട്ട് അഴിച്ചു മാറ്റി അഴിച്ചുപണി നടത്തി എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും ഈ കൊളോണിയൽ ഇതിൽ നിന്ന് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല, യാതൊരു മാറ്റം വരുത്തിയിട്ടില്ല. അത് മാത്രമല്ല, ആ കൊളോണിയൽ ഇതിൽ തന്നെ നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യുകയാണ്. അപ്പോൾ സാർ കഴിഞ്ഞ 76 സാർ ക്ലാസ് എടുത്തെന്ന് പറഞ്ഞു. അതിലായിക്കൂടി അവർ കൈവച്ചത് സെക്കൻഡറി ഓർഡിനൻസിലാണ്. സാർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സെക്ഷൻ 58 സബ് ക്ലോസ് ചേർത്തു. അത് കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടൊരു മാറ്റമാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതായത് വേണമെങ്കിൽ ഓറൽ എവിഡൻസ് കൊണ്ട് ഡോക്യുമെന്ററി എവിഡൻസിന്റെ സെക്കൻഡറി എവിഡൻസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന തരത്തിലുള്ള മാറ്റമാണ് അതുകൊണ്ട് വരാൻ പോകുന്നത്. അതൊരിക്കലും വർക്കബിൾ അല്ല. അത് നിലവിലുള്ള 1872 65G, നമ്മുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് 65G റീഡ്രാഫ്റ്റ് ചെയ്യാനൊരു ശ്രമമാണ് നടന്നത്. പക്ഷെ അതിന്റെ ബേസിക് കൺസെപ്റ്റ് തന്നെ അതിൽ നിന്ന് 65Gയുടെ ബേസിക് ഐഡിയ തന്നെ മാറ്റുന്ന തരത്തിലാണ് 58ന്റെ സബ് ക്ലോസ് ആഡ് ചെയ്തത്. അപ്പൊ എവിടെയാണ് അവർ കൊളോണിയൽ ഇതിൽ ടച്ച് ചെയ്യാൻ നോക്കിയത്, അവിടെ അതിന്റെ ബേസിക് ഐഡിയ നിന്ന് മാറിപ്പോവുകയും അത് കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് വരികയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അനുസരിച്ചിട്ടുള്ള എല്ലാ മാറ്റങ്ങളും അനിവാര്യമാണ്. അതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അത് വളരെ വെൽക്കമിങ് ആണ്. പിന്നെ ആദ്യം വന്ന സമയത്ത് എല്ലാ ആളുകളും എല്ലാ ഗ്രൂപ്പുകളും ഇൻക്ലൂഡിങ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ശക്തമായിട്ട് എതിർത്തിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം ബാർ കൗൺസിലിന്റെ ഒരു സർക്കുലർ കണ്ടു. നമ്മൾ തൽക്കാലം സമരം ചെയ്യേണ്ട കാര്യമില്ല, സമരങ്ങൾ മാറ്റിവെക്കാമെന്ന്. അപ്പോഴാണ് മനസ്സിലായത് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇപ്പോഴാണ് വായിച്ചു നോക്കിയത്. എന്നുവെച്ചാൽ വായിച്ചു നോക്കിയാൽ ഇത് സമരം ചെയ്യേണ്ട യാതൊരു സാധനങ്ങളും ഇല്ലാത്തല്ല. ഇതിന്റെ നമ്പറുകൾ റീഅറേഞ്ച് ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു മാറ്റം. അപ്പൊ ഞങ്ങളെപ്പോലത്തെ പുരാവസ്തുക്കളെ സംബന്ധിച്ച് ഈ രണ്ടാമത്തെ സെക്ഷനുകൾ പഠിക്കാന്നുള്ളത് ഒരു ചടങ്ങാണ്. പക്ഷെ എന്നാലും ഈ യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. നിങ്ങൾക്ക് പെട്ടെന്ന് പുതിയ നമ്പറുകൾ പറയാൻ പറ്റും. ഞങ്ങളത് പഠിച്ചു വരുമ്പോഴേക്കും ഞങ്ങളെ ഓവർടേക്ക് അത് വളരെ അധികം മുമ്പോട്ട് പോകാൻ പറ്റും. പിന്നെ ഇതിന് വന്നിട്ടുള്ള മാറ്റങ്ങൾ മുഴുവനും സുപ്രീം കോടതി ജഡ്ജ്മെന്റ്സിന്റെയും മറ്റ് സ്റ്റഡീസിന്റെയും ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളതാണ്. അല്ലാതെ പുതിയതായിട്ട് ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ ബംഗ്ലാദേശിന്റെ ഒരു സാധനം വേണമെങ്കിൽ എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ പറയാം. ബംഗ്ലാദേശിന്റെ ട്രയൽ ഇൻ അബ്സെൻഷ്യ, അത് ബംഗ്ലാദേശ് CRPC-യിലുള്ളതാണ്. അത് നമ്മൾ അഡോപ്റ്റ് ചെയ്തു. പക്ഷേ ഇതിലൊരു കുഴപ്പം കാണുന്നത് ലോ കമ്മീഷൻ റെക്കമെൻഡേഷൻസ് കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഇന്ത്യൻ എവിഡൻസ് ആക്ട് നിങ്ങൾക്കറിയാം, പ്രിസംപ്ഷൻ ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത് 107, 108 അതിലെല്ലാം വളരെ വർഷങ്ങൾക്ക് മുൻപ് 69th 185 രണ്ട് ലോ കമ്മീഷൻ റെക്കമെൻഡേഷൻസിനും അതിന്റെ സമഗ്രമായിട്ട് മാറ്റം വരുത്തണമെന്നും സൈമിൾട്ടേനിയസ് ഡെത്തിനെ സംബന്ധിച്ച്, അതായത് ഒരു ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് മരിക്കുകയാണ്, ഷിപ്പ്വറക്കിലോ പ്ലെയിൻ ക്രാഷിലൊക്കെ ഒരുമിച്ച് മരിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയായിരിക്കണം. അതുപോലെ അബ്സ്കോണ്ടിങ് അക്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് അത് ട്രീറ്റ് ചെയ്യേണ്ടത്. കൺഫെഷൻ റിട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ റിട്രാക്റ്റീവ് കൺഫെഷന്റെ എവിഡൻഷ്യറി വാല്യൂ എന്താണ്. അങ്ങനെ സ്ഥിരമായിട്ട് കോടതികളിൽ തർക്കം വരുന്ന ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ ഭാഗങ്ങൾ അതവർ ടച്ച് ചെയ്തില്ല. അത് വളരെ അപ്പാരന്റ് ആണ്. ലോ കമ്മീഷൻ റെക്കമെൻഡേഷൻസ് നോക്കിയിട്ടില്ലാത്തത്. ലോ കമ്മീഷൻ റെക്കമെൻഡേഷൻ നോക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി പുരോഗമനപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താമായിരുന്നു. ഞാൻ ഈ പറഞ്ഞ സൈമിൾട്ടേനിയസ് ഡെത്തിന്റെ ആദ്യമായിട്ട് ലോ കമ്മീഷനിൽ അത് ഉന്നയിക്കുന്നത് 1870-ലാണ്. 1870-ലാണെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് അത് ഉന്നയിച്ചത് വക്കീലന്മാരാരുമല്ല, അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു ഡിഫൻസ് ഫോഴ്സ്, ഒരു ക്യാപ്റ്റൻ, കാരണം പേര് ഞാൻ പറഞ്ഞത്, ക്യാപ്റ്റനാണ് ആദ്യമായിട്ട് അത് റൈസ് ചെയ്തത്. അപ്പൊ ആ കാലം മുതൽ ഉള്ള കാലാനുസൃതമായിട്ട് വരുത്തേണ്ട മാറ്റങ്ങൾ പലതും വിട്ടുപോയി. ഇതിലേക്ക് കടക്കാം. ഞാൻ വളരെ മൈന്യൂട്ടായിട്ടുള്ള ആസ്പെക്ടുകളിലേക്ക് പോകുന്നില്ല. ഹൈപ്പർ ടെക്നിക്കലായിട്ട് കുറെ ഭാഗങ്ങളുണ്ട്, അത് വളരെ ബോറിംഗ് ആയിരിക്കും. ഡെഫിനിഷൻ ക്ലോസിൽ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ് എന്നുള്ള ചേർത്ത് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച്, പ്രാക്ടീസിംഗ് ലോയേഴ്സിനെ സംബന്ധിച്ച് വളരെ കുറച്ച് സെക്ഷൻസ് മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു ആപ്ലിക്കബിലിറ്റി വരുന്നുള്ളൂ. പക്ഷെ നമുക്ക് എവിടേക്കാണ് മാറ്റം വരുന്നിട്ടുള്ളതെന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യം കൂടിയാണ്, പ്രത്യേകിച്ച് ക്രിമിനൽ ട്രയലിൽ
നടത്തുന്ന സമയത്ത്. ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തു. അത് ബെയില്, ബോണ്ട്, ഇത് രണ്ടും നമുക്ക് അറിയാവുന്ന വിഷയങ്ങൾ തന്നെയാണെങ്കിലും എന്താണ് ബെയില്, എന്താണ് ബോണ്ട്, വിത്ത് ഓർ വിത്തൗട്ട് ഷുവറിറ്റീസ് എന്താണ്, ബെയിൽ ഓർ ബോണ്ട് എന്ന് ചില സ്ഥലങ്ങളിൽ കാണാം. ഇതെല്ലാം മേ ബി 1979-ലും 80-ലും VR കൃഷ്ണയുടെ ജഡ്ജ്മെന്റുകളിൽ നിന്നും മാൻഹാട്ടൻ ബെയിൽ പ്രോജക്ട്, UK നടന്ന മാൻഹാട്ടൻ ബെയിൽ പ്രോജക്ട്, അതിൽ നിന്നുള്ള കുറച്ച് അഡോപ്ഷൻസും ആണ് സാമിയുടെ സുപ്രീം കോർട്ടിലും എല്ലാം ജഡ്ജ്മെന്റിലും മോട്ടിറാമിലൊക്കെ വന്നിരുന്നത്. അപ്പൊ അത് കുറച്ചുകൂടി കോഡിഫൈ ചെയ്ത് അത് കുറച്ചുകൂടി എലാബറേറ്റ് ആക്കി നമുക്ക് മനസ്സിലാവുന്ന തരത്തിൽ അത് ബെയിലും ബോണ്ടും എന്താണെന്ന് പറഞ്ഞു. ബെയിൽ എന്ന് പറഞ്ഞാൽ റിലീസ് ഫ്രം കസ്റ്റഡി ഓൺ സെൽ ബോണ്ട് ഓർ ബെയിൽ ബോണ്ട്. ബോണ്ട് എന്ന് വെറുതെ എവിടെയെങ്കിലും ബോണ്ട് എന്ന് മാത്രം പറയുകയാണെങ്കിൽ വിത്തൗട്ട് ഷുവറിറ്റി. അങ്ങനെ അത് ഡിഫൈൻ ചെയ്തു. ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് പറഞ്ഞു. അതിൽ ഫോട്ടോസ്, വോയിസ് മെസ്സേജ്, മെയിലുകൾ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനും. എക്സ്പ്ലനേഷൻ 2L ഒരു എക്സ്പ്ലനേഷൻ ആഡ് ചെയ്തു. ഇൻവെസ്റ്റിഗേഷന്, അതായത് ഇൻവെസ്റ്റിഗേഷൻ ഏതെങ്കിലും സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ട് പ്രകാരം നടത്തുന്ന ഇൻവെസ്റ്റിഗേഷൻ, ആ ഇൻവെസ്റ്റിഗേഷന് CRPC BNSSന്റെ പ്രൊവിഷൻസിന്റെ മോഡിൽ ഓവർ റൈഡിങ് എഫക്ട് ഉണ്ടാവും എന്നുള്ള തരത്തിലാണ് ഈ 2L ആഡ് ചെയ്തത്. ഇതിനെക്കുറിച്ച് ഒരിടത്തും അങ്ങനെ സീരിയസ് ആയിട്ടുള്ള ചർച്ചകളോ ബഹളങ്ങളോ കേട്ടില്ല. ഇതാണ് ഇതിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള, അതായത് ഇത് ഈ നിയമം വന്ന സമയത്ത് പൊളിറ്റിക്കൽ പാർട്ടീസ് പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ ജൂറിസ്റ്റുകൾ പറഞ്ഞിരുന്ന ഒരു ആൻസൈറ്റി എന്ന് പറയുന്നത് ഇത് പൊളിറ്റിക്കലി മിസ്യൂസ് ചെയ്യുന്നതാണ്. പൊളിറ്റിക്കലി മിസ്യൂസ് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള മാറ്റമാണ് ഈ 2L വന്നത്. അതിൽ എക്സ്പ്ലനേഷൻ ആഡ് ചെയ്തിട്ട് പറഞ്ഞു, ഇൻവെസ്റ്റിഗേഷൻ ഏതെങ്കിലും സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ട് വഴി നടക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ BNSSന്റെ ജനറൽ പ്രൊവിഷൻസുമായിട്ട് കോൺഫ്ലിക്റ്റിംഗ് ആണെങ്കിൽ സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ട് പ്രിവെയിൽ ചെയ്യും. അങ്ങനെ പറഞ്ഞിട്ട് നമ്മളുടെ ഇപ്പോഴത്തെ 190 നോൺ പ്രൈവറ്റ് കംപ്ലൈന്റുകൾ കൊടുക്കുന്ന 190 നമുക്കറിയാം. അത് 210 ആക്കി. 210 വന്നിട്ട് 210 പറഞ്ഞു ഏതെങ്കിലും സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ടുകൾ വഴി കംപ്ലൈന്റ് കൊടുക്കുന്ന ആളെ കംപ്ലൈനന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പൊ ഒറ്റനോട്ടത്തിൽ വലിയ കുഴപ്പമില്ല, നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. കംപ്ലൈന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. 2L പറയുന്നത് സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ടിന്റെ ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഓവർ റൈഡ് ചെയ്യും. അതും പെട്ടെന്ന് ഒറ്റനോട്ടത്തിൽ കുഴപ്പമില്ല. പക്ഷെ ഇത് രണ്ടും കൂടി കൂട്ടി വായിക്കുമ്പോഴാണ് അതിന് ഡേഞ്ചർ ഉള്ളത്. അതായത് ഉദാഹരണത്തിന് PML ആക്ട് ഒറ്റ സ്റ്റാറ്റ്യൂട്ട് നമുക്ക് നോക്കാം. PML ആക്ട് എടുക്കുകയാണെങ്കിൽ സെക്ഷൻ 50 ക്ലോസ് 50 അനുസരിച്ചിട്ട് ഓഫീസർക്ക് ആരുടെ വേണമെങ്കിലും സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യാം. അതിൽ പ്രതി വരും, വിറ്റ്നസ് വരും, എല്ലാവരുടെ സ്റ്റേറ്റ്മെന്റ് വരും. ആ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യുമ്പോൾ അതിലെല്ലാ കാര്യങ്ങളും പറയണം. അതിൽ വിത്ത്ഹോൾഡ് ചെയ്യാനായിട്ട് എന്നെ വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ എനിക്കെതിരായിട്ടുള്ള ഒരു ആൻസർ വിത്ത്ഹോൾഡ് ചെയ്യാനായിട്ട് എനിക്ക് അവകാശമില്ല. അത് നിങ്ങൾക്കറിയാം 161 CRPCയിൽ നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. അത് ഇപ്പോഴത്തെ 180 161 എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ 180 അല്ലെങ്കിൽ 161 നമുക്ക് ഓർത്തിരിക്കാനുള്ള 161 ഒരാളെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത്, ഓഫീസർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത്, അതും പോലീസ് ഓഫീസർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അയാൾക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ വിത്ത്ഹോൾഡ് ചെയ്യാം. റൈറ്റ് ടു സൈലൻസ് ഉണ്ടായിരുന്നു പ്രതിക്ക്. അത് 1861 അത് സ്റ്റാറ്റ്യൂട്ട് വരുമ്പോഴും 1898 CRPC റീഡ്രാഫ്റ്റ് ചെയ്യുമ്പോഴും 1971 വീണ്ടും 73 റീഡ്രാഫ്റ്റ് ചെയ്യുമ്പോഴും എല്ലാ സമയത്തും 1861 മുതൽ ഇത് പ്രിസർവ് ചെയ്തിരുന്നു. ഈ ഒരു റൈറ്റ് അഗെയിൻസ്റ്റ് സെൽഫ് ഇൻക്രിമിനേഷൻ പ്രിസർവ് ചെയ്തിരുന്നു. ആർട്ടിക്കിൾ 20 ക്ലോസ് 3 വന്നു കഴിഞ്ഞപ്പോൾ, കോൺസ്റ്റിറ്റ്യൂഷൻ വന്നു കഴിഞ്ഞപ്പോൾ അതൊന്നും കൂടി കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് ആയിട്ട് മാറുകയും ചെയ്തു. ഇത് നമുക്കറിയാം CRPC കോഡ് നെപ്പോളിയൻ ആണ്. പക്ഷെ കോഡ് നെപ്പോളിയൻ 1861 വരുന്നതിന് മുമ്പ് തന്നെ 1793 US കോൺസ്റ്റിറ്റ്യൂഷന്റെ 5th അമെന്റ്മെന്റ് 6th അമെന്റ്മെന്റുമാണ് നമ്മൾ ഫ്രഞ്ച് പ്രിൻസിപ്പിൾസിൽ അഡോപ്റ്റ് ചെയ്തത്. അവിടെയും റൈറ്റ് ടു സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. ഈ റൈറ്റ് ടു സൈലൻസ് ആണ് ഈ പുതിയ സ്റ്റാറ്റ്യൂട്ട് വരുമ്പോൾ, സെക്ഷൻ 2L വരുമ്പോൾ 2L സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ടിന് പ്രൈമസി കൊടുക്കുക. അപ്പൊ PML ആക്ട് അനുസരിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും വിളിച്ച് പ്രതിസ്ഥാനത്ത് നിർത്തി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം പറഞ്ഞേ പറ്റും, നിങ്ങൾക്കെതിരായിട്ടുള്ള എവിഡൻസ് വിത്ത്ഹോൾഡ് ചെയ്യാനായിട്ടോ റൈറ്റ് ഇല്ല. 180 അല്ലെങ്കിൽ BNSS 180 അല്ലെങ്കിൽ പഴയ CRPC 161 നിങ്ങൾക്ക് സെൽഫ് ഇൻക്രിമിനേറ്റിംഗ് ആയിട്ടുള്ള ആൻസേഴ്സ് വിത്ത്ഹോൾഡ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരുന്നു. ദാറ്റ് റൈറ്റ് ഹാസ് ബീൻ ടേക്കൻ അവേ. അത് മാത്രമല്ല, ദാറ്റ് റൈറ്റ് വാസ് ഫർദർ ഫോർഫിറ്റഡ് strengthened by Article 20 clause in 1950. അപ്പൊ ആ കൊണ്ടുവന്ന ആ പ്രൊട്ടക്ഷൻ 1950 കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് 1861 സ്റ്റാറ്റ്യൂഷനിൽ കൊണ്ടുവന്ന 1973 കണ്ടിന്യൂ ചെയ്ത റൈറ്റ് അഗെയിൻസ്റ്റ് സെൽഫ് ഇൻക്രിമിനേഷൻ എന്നുള്ള റൈറ്റ് വിൽ ബി ടേക്കൻ അവേ.
മറ്റൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൈവറ്റ് കംപ്ലൈന്റുകൾ വരുമ്പോൾ അതിന്റെ കംപ്ലൈന്റ് അത് ആരാണോ കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്നത് ഹി വിൽ ബി ട്രീറ്റഡ് ആസ് എ കംപ്ലൈനന്റ്. അതായത് അതിന്റെ ഇന്റർമീനിങ് ഇതാണ്, ഹി വിൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് എ പോലീസ് ഓഫീസർ ഹാവിംഗ് ദ പവർ ടു ഫയൽ എ ഫൈനൽ റിപ്പോർട്ട്. അപ്പോൾ ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ അധികാരമുള്ള പോലീസ് ഓഫീസർ ആണെങ്കിൽ എന്തൊക്കെ പ്രൊട്ടക്ഷൻ ഉണ്ട് നമുക്ക്? അഗെയിൻസ്റ്റ് സെൽഫ് ഇൻഫർമേഷൻ ഉണ്ട്, സെക്ഷൻ 25, 26 അതെല്ലാം നോക്കണം, 24 നോക്കണം, 25, 26 എവിഡൻസ് ആക്ടിന്റെ അതിൽ പറയുന്ന ബാറുകളൊന്നും ഈ ഓഫീസർ സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ട് വഴി നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ പ്രതിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഓഫീസർക്ക് ബാധകമല്ല. അതായത് അയാൾക്ക് ചുരുക്കി പറഞ്ഞാൽ ആ ഓഫീസർക്ക് കൺഫെഷൻ റെക്കോർഡ് ചെയ്യാം, വേറെ കുഴപ്പമൊന്നുമില്ല. കൺഫെഷൻ റെക്കോർഡ് ചെയ്യാം. കൺഫെഷൻ റെക്കോർഡ് ചെയ്യുന്നത് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് പെർമിസിബിൾ ആയതുകൊണ്ടും മറ്റ് ബാറുകളില്ലാത്തതുകൊണ്ടും ഇതിന് സുപ്രീമസി കൊടുക്കുന്നതുകൊണ്ടും അങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന കൺഫെഷൻസ് വിൽ ബി ടേക്കൻ അഗെയിൻസ്റ്റ് ദ അക്യൂസ്ഡ്. അപ്പോൾ ദാറ്റ് വിൽ വയലേറ്റ് ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ആർട്ടിക്കിൾ 20 ക്ലോസ് സെൽഫ് ഇൻഫർമേഷൻ. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. അത് ആരെങ്കിലും പൊളിറ്റിക്കലായിട്ട് ഉപയോഗിക്കുന്നല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഉപയോഗിക്കാനുള്ള സാധ്യത ഉണ്ടെന്നല്ല പറയുന്നത്. അത് ഈ റൈറ്റ് ടു സൈലൻസിനെ ബ്രേക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു തരത്തിലേക്ക് അത് മാറാം. മാത്രമല്ല 50 ക്ലോസ് 2 ഓൺ ഓത്ത് അല്ലെങ്കിലും അതിൽ ഫീമെയിൽ ആക്ടിൽ ഓൺ ഓത്ത് അല്ലെങ്കിൽ പോലും അതിൽ നുണ പറയുകയാണെങ്കിൽ ചോദിച്ച കാര്യങ്ങൾ പറയാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെർജറി കേസ് എടുക്കാം. 193 ആപ്ലിക്കബിൾ ആണെന്ന്, 228, 193 ആപ്ലിക്കബിൾ ആണ് എന്ന് സ്റ്റാറ്റ്യൂട്ടിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് യു കനോട്ട് വിത്ത്ഹോൾഡ് ഇറ്റ്, യു ഹാവ് ടു സീക്ക്, യു ഹാവ് ടു കൺഫ്യസ്. അതാണ് അതിന്റെ ഡേഞ്ചർ. അപ്പൊ ഈ 2L പറഞ്ഞിട്ട് പിന്നെ ഇതിന്റെ കണക്ഷൻ വരുന്നത് 210 അപ്പൊ അത്രയും വൈഡറായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഒറ്റ നോട്ടത്തിൽ ഒരു വായനയിൽ ചിലപ്പോൾ പലരും മിസ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. അതൊരു സെക്ഷൻ 6 കോർട്ട് ഡെഫിനിഷൻ നിന്ന് അസിസ്റ്റന്റ് സെഷൻസ് കോർട്ടിനെയും മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ്സിനെ ഒഴിവാക്കി. നമ്മളെ സംബന്ധിച്ച് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ്സ് നമുക്കില്ല, പക്ഷേ അസിസ്റ്റന്റ് സെഷൻസ് കോർട്ട്സ് ഒഴിവാക്കി. അതായത് സബ് കോടതികൾ ഒഴിവാക്കി. പെൻഡിങ് കേസുകൾ, അതായത് ട്രയൽ സ്റ്റാർട്ട് ചെയ്ത കേസുകൾ, ചാർജ് വായിച്ച കേസുകൾ അവിടെ കണ്ടിന്യൂ ചെയ്യാം. ഇനിയുള്ള കേസുകൾ, ചാർജ് വായിക്കാത്ത കേസുകൾ തിരിച്ച് സെഷൻസ് പ്രിൻസിപ്പൽ സെഷൻ ജഡ്ജ് റീകോൾ ചെയ്തിട്ട് വീണ്ടും വർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് അഡീഷണൽ സെഷൻസിലേക്ക് കൊണ്ടിട്ട് വരും. അസിസ്റ്റന്റ് സെഷൻസിൽ പോവില്ല. പിന്നെ ഉള്ളത് കുറച്ച് ഭാഗം അറസ്റ്റ് സംബന്ധിച്ചാണ്. അത് പോലീസ് ഓഫീസേഴ്സിനെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. പെട്ടെന്ന് ഓടിച്ചു പറയാം. DYSP എന്നെ അറിയിച്ചിട്ട് വേണം 3 വർഷത്തിന് താഴെയുള്ള കേസുകളിൽ 60 വയസ്സിന് മുകളിലോ അസുഖമുള്ള ആളെയോ അറസ്റ്റ് ചെയ്യണമെങ്കിൽ DYSPയുടെ പെർമിഷൻ വേണം. പക്ഷെ അത് ഈവൻ അതർവൈസ് നമുക്ക് അർണേഷ് കുമാർ വന്നതിന് ശേഷം 3 വർഷത്തിന് താഴെ അങ്ങനെ അറസ്റ്റ് ചെയ്യാറോ റിമാൻഡ് ചെയ്യാറോ ഇല്ല. 36E അനുസരിച്ചിട്ട് അറസ്റ്റ് പറയുന്ന ഒരാളെ വേണമെങ്കിൽ അറിയിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഏതെങ്കിലും കേസിൽ നമ്മളെ അറസ്റ്റ് ചെയ്യാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടുകാരെയോ ഭാര്യയോ മക്കളെയൊക്കെ അറിയിക്കാൻ പറ്റാത്ത ഒഫൻസ് ആണെങ്കിൽ നമുക്ക് വേറെ ആരെങ്കിലും അറിയിക്കാൻ വേണ്ടി പറയാം. അതിൻ്റെ ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. 37A പോലീസ് കൺട്രോൾ റൂം കൊണ്ടുവരാനായിട്ട് ഇത് വന്നിട്ടുണ്ട്. ഒരു ഡെസിഗ്നേറ്റ് ഓഫീസർ വേണം, ASI റാങ്കിന് കുറയാത്ത ഒരു ഡെസിഗ്നേറ്റ് ഓഫീസർ വേണം. ഇത്തരം കാര്യങ്ങളാണ് അറസ്റ്റിനെ സംബന്ധിച്ച് വന്നിട്ടുള്ളത്. ഹാൻഡ് കഫിങ്ങിനെ സംബന്ധിച്ചും കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ പ്രൈവറ്റ് പേഴ്സൺ അറസ്റ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ പോലീസിന്റെ 6 മണിക്കൂറിനുള്ളിൽ പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം. ഇതൊക്കെ എക്സാം എഴുതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ആവശ്യമുള്ളൂ, അല്ലാണ്ട് പ്രാക്ടിക്കലായിട്ട് നമുക്ക് യാതൊരു ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ഹാൻഡ് കഫിങ്ങിനെ സംബന്ധിച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള അപ്രിഹെൻഷൻസ് ആണ് ജൂറിസ്റ്റുകളും അക്കാഡമിഷ്യൻസും എല്ലാം ഉയർത്തിയിട്ടുള്ളത്. അത് സുനിൽ ബത്ര 78 സുപ്രീം കോടതി 1978 4 SCC 494 അതിനും പിന്നെ പ്രേംശങ്കർ ശുക്ല 80 സുപ്രീം കോർട്ടിൽ കൃഷ്ണയ്യറിന്റെ പ്രമാദമായിട്ടുള്ള ജഡ്ജ്മെന്റുകളാണ് ഹാൻഡ് കഫിങ്ങിനെതിരായിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിലും ഒരിടത്തും ഹാൻഡ് കഫ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല. എക്സ്ട്രീം കേസുകൾ ചെയ്യാം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ഒരിക്കലും ഹാൻഡ് കഫ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അത് ബേസിക് ഫണ്ടമെന്റൽ ഹ്യൂമൻ റൈറ്റ്സിനെതിരാണ് എന്നാണ് ആ 2 ജഡ്ജ്മെന്റിലും പറഞ്ഞത്. പക്ഷെ അപ്പൊ ഇതിലേക്ക് വന്നപ്പോൾ അതിൽ ചെറിയൊരു മാറ്റം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയസ് ഒഫൻസസിൽ മാത്രമേ ഹാൻഡ് കഫിങ് പറ്റുള്ളൂ. അത് ഞാൻ വായിക്കാം. ഹാബിച്വൽ ഒഫൻഡേഴ്സ്, റിപ്പീറ്റഡ് ഒഫൻഡേഴ്സ്, എസ്കേപ്പ് കൺവിക്ട്സ്, ഓർഗനൈസ്ഡ് ക്രിമിനൽസ്, ടെററിസ്റ്റ് ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാർ, ഡീലേഴ്സ് ഇൻ ഡ്രഗ്സ്, ആംസ്, അമ്യൂണിഷൻ, മർഡർ, റേപ്പ്, ആസിഡ് അറ്റാക്ക്, കൗണ്ടർ ഫീറ്റിംഗ്, ഹ്യൂമൻ ട്രാഫിക്കിംഗ്, പോക്സോ, ഒഫൻസ് അഗൈൻസ്റ്റ് സ്റ്റേറ്റ്, ഇത്രയും ഒഫൻസുകളിൽ പെടുന്ന ആൾക്കാരെ ഹാൻഡ് കഫ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന്റെ കുഴപ്പമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒഫൻസ് സ്പെസിഫിക് ആണ്, പേഴ്സൺ സ്പെസിഫിക് അല്ല. ഒരാളൊരു അബദ്ധത്തിൽ ഒരു ബാറിൽ വെച്ചൊരു അടിയുണ്ടായി, ഒരാൾ മരിച്ചു. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അടുത്ത സുഹൃത്ത് തന്നെ ആയിരിക്കും അടിച്ച് മരിച്ചത്. അങ്ങനെയാണെങ്കിൽ 302 പ്രതിയാണ്, മർഡർ കേസിൽ പ്രതിയാണ്, അയാളെ വേണമെങ്കിൽ ഹാൻഡ് കഫ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ നടത്തിയൊരു കേസിൽ സ്കൂൾ മാഷിന് കുട്ടിയുടെ തലയിൽ തൊട്ടുന്നതാണ്.
തട്ടവിട്ട് തലയിൽ തൊട്ടു, അതായത് പോക്സോ കേസ് അദ്ദേഹത്തിന് രജിസ്റ്റർ. അപ്പൊ അയാൾ പോക്സോ ഒഫൻഡർ എന്ന് വെച്ചാൽ പോക്സോ ഒഫൻഡറാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഹാൻഡ് കഫ് ചെയ്യേണ്ട കാര്യം ഉണ്ടെന്ന് വെച്ചാൽ എന്റെ കാര്യം ഉണ്ടെന്ന് ആരും പറയുന്നില്ല. അപ്പൊ അത് പേഴ്സൺ സ്പെസിഫിക് ആക്കാതെ ഓപ്പൺ സ്പെസിഫിക് ആയിട്ടാണ് അത് വന്നിട്ടുള്ളത്. അതിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും ഇതൊന്നും പോലീസുകാർക്ക് ഹാൻഡ് കഫ് ചെയ്യും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല, പ്രത്യേകിച്ച് കേരളത്തില്. അതുപോലെ സിറ്റിസൺസ് ഓഫ് ഡെമോക്രസി 1995 സുപ്രീം കോർട്ട്, അതിലാണ് 95 സുപ്രീം കോർട്ടിലാണ് സുപ്രീം കോർട്ട് പറഞ്ഞത് ഇത് ഒഫൻസ് സ്പെസിഫിക് ആയിട്ടായിരിക്കരുത്, പേഴ്സൺ സ്പെസിഫിക് ആയിരിക്കണം ഹാൻഡ് കഫ് ചെയ്യണ വേണ്ടത്. ഹാബിച്വൽ ഒഫൻഡർ, എസ്കേപ്പ് കൺവിക്ട്, ഓർഗനൈസ് ക്രിമിനൽ, ടെററിസ്റ്റ് ആക്ടിവിറ്റി, അതൊക്കെ ഹാൻഡ് കഫ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അതിലാണെങ്കിൽ പോലും അയാള് ഫോർ എക്സാമ്പിൾ ഒരാളൊന്ന് സറണ്ടർ ചെയ്യാണ്, പോലീസ് സറണ്ടർ ചെയ്യാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ ഹാൻഡ് കഫ് ചെയ്യേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ഇത് എസ്കേപ്പ് തടയാനായിട്ടാണ് ഹാൻഡ് കഫിന്റെ പർപ്പസ് ഉള്ളത്. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ ഏറ്റവും സറണ്ടർ ചെയ്യുന്ന ഒരാളെ അയാൾ ഇന്ന ഒഫൻസിൽ പെട്ടു എന്ന് വെച്ചിട്ട് അയാൾ ഹാൻഡ് കഫ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഒഫൻസ് സ്പെസിഫിക് ആയിരിക്കരുത്, പേഴ്സൺ സ്പെസിഫിക് ആയിരിക്കണം. അതാണ് 95 സുപ്രീം കോർട്ട് പറഞ്ഞത്. അപ്പൊ ഈ മാറ്റങ്ങളെല്ലാം വന്നിട്ടുള്ളത് സുപ്രീം കോടതി ജഡ്ജ്മെന്റ്സിനെ ബേസ് ചെയ്തിട്ടാണ്. അതുപോലെ മെഡിക്കൽ എക്സാമിനേഷൻ ഓഫ് ദ അക്യൂസ്, ഒന്നിൽ കൂടുതൽ മെഡിക്കൽ എക്സാമിനേഷൻ നടത്താനുള്ള സംവിധാനം വന്നു. അത് മാത്രമല്ല എനി പോലീസ് ഓഫീസർ ക്യാൻ ഗിവ് യു റിക്വസ്റ്റ്. നേരത്തെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ വേണം റിക്വസ്റ്റ് കൊടുക്കാൻ, ഇപ്പൊ അതിന്റെ ആവശ്യമില്ല, എനി പോലീസ് ഓഫീസർ ക്യാൻ ഗിവ് യു റിക്വസ്റ്റ്. അതൊരു ഈ സമൻസ് സെക്ഷൻ 63 അനുസരിച്ചിട്ട് ഇമെയിൽ വഴിയോ വാട്സാപ്പ് വഴിയോ ഒക്കെ സമൻസ് കൊടുക്കാം. അതെല്ലാം CD ആക്കുന്ന നോട്ടിഫിക്കേഷൻസ് ആണ്. അതുപോലെ സെക്ഷൻ 66 അനുസരിച്ചിട്ട് എനി അഡൽട്ട് മെമ്പറിന് സമൻസ് സർവ് ചെയ്യും. നേരത്തെ എനി അഡൽട്ട് മെയിൽ മെമ്പറിനായിട്ട് ഫീമെയിൽ മെമ്പറിനും സർവ് ചെയ്യാം. പക്ഷെ സെർവന്റിനെ ഒഴിവാക്കിയിട്ടുണ്ട്, സെർവന്റിന് വേണം. അതായത് ഫാമിലിയിലെ ആർക്കെങ്കിലും കൊടുക്കാം. ഫോർഫീറ്റ്സ് ഓഫ് പ്രോപ്പർട്ടി, പ്രൊസീഡ്സ് ഓഫ് ക്രൈമിന്റെ അതായത് ഏതെങ്കിലും ക്രൈം വഴി കിട്ടിയിട്ടുള്ള സമ്പാദിച്ചിട്ടുള്ള പ്രൊസീഡ്സിനെ ഫോർഫീറ്റ് ചെയ്യാനും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള സംവിധാനം വന്നു. അത് വളരെ വെൽക്കമിങ് ആയിട്ടുള്ള ഒരു ഇതാണ്. ദാവൂദ് ഇബ്രാഹിം പോലുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒഫൻസുകൾ ചെയ്യും. അതുവഴി ധാരാളം കോടിക്കണക്കിന് ആസ്തികൾ സമ്പാദിച്ചിട്ടുള്ള ഒരുപാട് ഓർഗനൈസ്ഡ് ക്രൈംസ് ഉണ്ട്, ഓർഗനൈസ്ഡ് ക്രിമിനൽസ് ഉണ്ട്. അവരുടെ പ്രോപ്പർട്ടി ഐഡന്റിഫൈ അറ്റാച്ച് ചെയ്യാനായിട്ടാണ് ഈ സംവിധാനം വന്നിട്ടുള്ളത്. സെക്ഷൻ 94 ഇപ്പോഴത്തെ 91 ആണ് 94 ആയത്. അതിൽ ഈ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻസും ചോദിക്കാം പോലീസിനോ അല്ലെങ്കിൽ കോടതി റിക്വസ്റ്റ് ചെയ്തതല്ല. ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻസും പ്രതിയോട് ചോദിക്കാൻ പറ്റുമെന്നുള്ളത് ഡൗട്ട്ഫുൾ ആണ്. 65 സുപ്രീം കോർട്ട് ഉള്ളതുകൊണ്ട് ശ്യാംലാൽ മോഹൻലാലിന് ശേഷം 65 സുപ്രീം കോർട്ടിൽ ശ്യാംലാൽ മോഹൻലാൽ സുപ്രീം കോർട്ട് പറഞ്ഞത് 1 to 5 പ്രതിയോട് പ്രതി 91 CRPC ആംബിറ്റിൽ പറ്റില്ല. ആർട്ടിക്കിൾ 20 ക്ലോസിന്റെ പ്രൊട്ടക്ഷൻ പ്രതിക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് പ്രതിയോട് ഡോക്യുമെന്റ് ഹാജരാക്കാൻ പറയാൻ പറ്റില്ല. പക്ഷേ മറ്റാളുകളോട് മറ്റ് വിറ്റ്നസുകൾ ഡോക്യുമെന്റ് ഹാജരാക്കാൻ പറയാം. അപ്പൊ അതിലേക്ക് 94 കൊണ്ടുവന്നു. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. പക്ഷെ അതില് ഇലക്ട്രോണിക് ഡിവൈസ് വേണമെങ്കിൽ ചോദിക്കാം, ഇലക്ട്രോണിക് എവിഡൻസ് ചോദിക്കാം, ഇലക്ട്രോണിക് ഡിവൈസ് ചോദിക്കാം. അപ്പൊ പ്രൊഫഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ഒരു 498 ആണ് അല്ലെങ്കിൽ ഒരു ഒഫൻസീവ് വുമൺ ആണെന്ന് വിചാരിക്കാം. ആ സ്ത്രീയോട് ഇയാൾ അയച്ച മൊബൈലുകളോ ഇയാൾ അയച്ച സന്ദേശങ്ങളോ അയച്ച ഫോട്ടോസ് എല്ലാം ചോദിക്കുക, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ അവരോട് ഫോൺ ചോദിക്കും, അത് ഫോൺ കൊടുക്കാൻ പറയണം. അപ്പൊ അത് ഈ വിറ്റ്നസിനെ സംബന്ധിച്ച് വിറ്റ്നസിന്റെ വളരെ നമുക്കറിയാം, ഫോണിനോട് പഴയ ഫോണല്ലേ ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഫോൺ എന്ന് പറഞ്ഞാൽ അയാളുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സ്റ്റോറേജും ഇൻഫർമേഷൻസും പ്രൈവസിയൊക്കെ ആയിട്ട് വളരെ ബന്ധപ്പെട്ട സാധനമാണ് ഫോണുകൾ. അപ്പോൾ അത് അടക്കം ചോദിക്കാം എന്നാണ് പുതിയ അമെന്റ്മെന്റ് വന്നിട്ടുള്ളത്. അത് പക്ഷേ സുപ്രീം കോർട്ട് അതിൽ ഇന്റർഫിയർ ചെയ്യേണ്ടതാണ്, ചെയ്യുമായിരിക്കും. പേഴ്സണൽ സാധനങ്ങൾ കൊടുക്കാൻ പറഞ്ഞു. ഇപ്പൊ ഈ അടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്തപ്പോ ബെയിൽ ഗ്രാൻഡ് ചെയ്തപ്പോ പ്രതിയുടെ ഗൂഗിൾ ലൊക്കേഷൻ കൊടുക്കുന്നുണ്ടോ, ഗൂഗിൾ ലൊക്കേഷൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിനെ അറിയിക്കുന്നുണ്ട്. സുപ്രീം കോടതി സ്ട്രൈക്ക് ഡൗൺ ചെയ്തു, അത് പറ്റില്ലാന്ന് പറഞ്ഞു. അത് അയാളുടെ പ്രൈവസിനെ ബാധിക്കുന്ന കാര്യമാണ്. അയാൾ എവിടേക്കാണ് പോകുന്നതെന്ന് പോലീസുകാരൻ അറിയേണ്ട കാര്യമില്ല. പോലീസുകാരൻ വിളിക്കുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻ പോവുക അല്ലെങ്കിൽ കോടതിയിൽ പോവുക, അല്ലാതെ ഇയാൾ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാനുള്ള റൈറ്റ് പോലീസ് ഓഫീസർക്കില്ല. അപ്പൊ റൈറ്റ് ടു പ്രൈവസി കുട്ടുസ്വാമി കേസിന് ശേഷം റൈറ്റ് ടു പ്രൈവസി ഫണ്ടമെന്റൽ റൈറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇതിൽ ഇന്റർഫിയർ ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കുക. അതായത് പോലീസിനോട് സെർച്ച് 110 ആണ് 105 ആണ് ഇപ്പോഴത്തെ സെർച്ച്. ആ സെർച്ച് പോലീസിനോട് മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്യാനും എന്നിട്ട് മജിസ്ട്രേറ്റിന് അയച്ചു കൊടുക്കാനും പറയുന്നു. ബാന്തിരാന്ന് മജിസ്ട്രേറ്റിന് അയച്ചു കൊടുക്കുന്നു. പക്ഷെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനോ RDO ഒക്കെ അയച്ചു കൊടുക്കാം. അത് പക്ഷെ അതും ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന സാധനമാണ്. വെച്ചാൽ ഇത് അയച്ചു കൊടുക്കുമ്പോൾ 1-2 കൈ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെന്റിക്ക് വരുമ്പോൾ തന്നെ ഹാഷ് വാല്യൂ മാറും.
അപ്പൊ ഇതൊന്നും പ്രൊട്ടക്ട് ചെയ്യാതെ അതിനുള്ള പ്രോപ്പറായിട്ടുള്ള പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ അതിന്റെ സേഫ് ഗാർഡ്സ് ഇല്ലാതെയാണ് അയച്ചു കൊടുക്കാൻ പറയുന്നത്. എന്തായാലും ഇനി മെച്ചമാർക്ക് ധാരാളം സെർച്ചുകൾ എല്ലാ ദിവസവും കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും. പിന്നെ നമുക്ക് കറങ്ങി തിരിഞ്ഞ് ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും. അതുപോലെ ഈ അറ്റാച്ച്മെന്റ് പ്രോപ്പർട്ടി നേരത്തെ പറഞ്ഞത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിലും കോടതി വഴി അറ്റാച്ച് ചെയ്യാം. അതുപോലെ അൺലോഫുള്ളി അക്യൂർഡ് പ്രോപ്പർട്ടി ഐഡന്റിഫൈ ചെയ്യാനും അത് സീസ് ചെയ്യാനും അത് മാനേജ് ചെയ്യാനും അതിന് നോട്ടീസ് കൊടുക്കാനും ഫോർഫിറ്റ് ചെയ്യാനും ഫൈൻ അടക്കാനും അങ്ങനെയല്ല എല്ലാ എലാബറേറ്റ് ആയിട്ടുള്ള സംവിധാനങ്ങളും 115 മുതൽ 122 വരെ വന്നിട്ടുണ്ട്. അത് ഈ പരീക്ഷ ആൾക്കാർക്ക് മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ ഒരു കാര്യമായിട്ടുള്ള മാറ്റം വന്നപ്പോൾ 154 നമ്മുടെ ഇപ്പോൾ FIS അല്ലെങ്കിൽ FIR എന്ന് പറയുന്നത് 173 FIR ആയി. അതിൽ 0 FIR രജിസ്റ്റർ ചെയ്യാം. അപ്പൊ ഇതിനെ സംബന്ധിച്ച് പോലീസുകാരുടെ ഇടയിൽ തന്നെ ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് അനാവശ്യമായിട്ടുള്ള പരിപാടിയാണ്, വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കലാണെന്ന്. അത് കൺസേൺ സ്റ്റേഷനിൽ എന്തായാലും 0 FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കൺസേൺ സ്റ്റേഷനിലോട്ട് അയച്ചു കൊടുക്കലാണ് പതിവ്. ഇത് ഒരു പുതിയ സംവിധാനമല്ല കേട്ടോ. 93 സുപ്രീം കോർട്ട് പറഞ്ഞു ഈ FIS രജിസ്റ്റർ ചെയ്യാനായിട്ട് ലോക്കൽ ജൂറിസ്ഡിക്ഷൻ വേണം എന്ന് CRPCയിൽ ഒരിടത്തും പറയുന്നില്ല എന്ന് സുപ്രീം കോടതി 93 തന്നെ പറഞ്ഞു. അതായത് 0 FIR 93 സുപ്രീം കോടതി തന്നെ സ്റ്റാറ്റ്യൂട്ടിൽ ബാറില്ല, അത് ചെയ്യാം എന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോഴും പലപ്പോഴും നിങ്ങൾക്കറിയാം ഈ ബോർഡറിൽ നിൽക്കുന്ന സ്ഥലങ്ങൾ, അപ്പൊ പാലത്തിനപ്പുറത്ത് റെയിലിനപ്പുറത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സ്റ്റേഷൻ മാറി രജിസ്റ്റർ ചെയ്യാറുണ്ട്. അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന കേസുകൾ നമ്പർ ഇട്ടാണ് രജിസ്റ്റർ ചെയ്യണമെങ്കിലും ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് അപ്പുറത്തെ സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുക്കും. അല്ലെങ്കിൽ ജേർണിയിൽ നടക്കുന്ന സംഭവങ്ങൾ അതിലെല്ലാത്തിനും എവിടെയാണ് രജിസ്റ്റർ ചെയ്യുന്നതിന് റിലവൻസ് ഇല്ല. അത് 155 അല്ലെ 154 തന്നെ അത് 156 സേവ് ചെയ്യുന്നുണ്ട്. CRPC 156 സേവിംഗ് ഉണ്ട്. ലോക്കൽ ജൂറിസ്ഡിക്ഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷനും ബാധിക്കില്ല എന്ന് ഓൾറെഡി സേവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നോക്കിയിട്ടാണ് സുപ്രീം കോടതി പറഞ്ഞത് 0 FIR ബാറില്ല. പക്ഷെ ഇതില് CRPC അല്ല BNSS ഇത് അയച്ചു കൊടുക്കണമെന്ന് പറയുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്നവിടെ പറയുന്നില്ല. പക്ഷെ അതിനുശേഷം SOP വന്നു. SOPയിൽ വന്നപ്പോൾ അതിന്റെ വിതിൻ 3 days ഇമ്മീഡിയറ്റ് ആയിട്ട് അയച്ചു കൊടുക്കാൻ പറഞ്ഞു, ലോക്കൽ ജൂറിസ്ഡിക്ഷൻ. അപ്പൊ അതിന്റെ ആവശ്യം വരുന്നത് പ്രത്യേകിച്ച് ഓപ്പൺ സെയിൻസ് വിമൻ അല്ലെങ്കിൽ ട്രാവലിംഗിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടുന്ന് ഒരു സ്ത്രീ ട്രെയിൻ കയറി തിരുവനന്തപുരത്ത് പോവാണ്. തിരുവനന്തപുരത്ത് വെച്ച് സപ്പോസ് ഷി വാസ് അസോൾട്ടഡ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് ട്രെയിൻ കയറാൻ നിൽക്കുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഷി വാസ് അസോൾട്ടഡ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇവിടെ വന്നിറങ്ങാം, നാട്ടിൽ വരാം, നാട്ടിൽ വന്നിട്ട് FIS രജിസ്റ്റർ ചെയ്യാം. അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കുക, അല്ലെങ്കിൽ അവിടെ തന്നെ പോകണമെന്ന് പറയാൻ പറ്റില്ല. നാട്ടിൽ വന്നിട്ട് FIS രജിസ്റ്റർ ചെയ്യാം. അപ്പൊ FIS റെക്കോർഡ് ചെയ്തതിനു ശേഷം ആ കൺസേൺ സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുക്കും. ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിൽ അവരങ്ങോട്ട് പോവുകയോ അല്ലെങ്കിൽ പുതിയതനുസരിച്ചൊക്കെ പോലീസ് ഓഫീസർ അങ്ങോട്ട് വരികയും ചെയ്യും. അപ്പൊ അങ്ങനെ അത് വർക്കബിൾ ആണ്. എന്നൊരു ഇതിനെക്കുറിച്ച് ഒരുപാട് കോൺട്രവേഴ്സി ഉള്ളതെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ നടക്കുന്ന ഒരു കേസിൽ ഒരു ഫോറിൻ നാഷണൽ അതില് ഒരു വിദേശ രാജ്യത്ത് വെച്ച് റേപ്പ് ചെയ്യപ്പെട്ടു. അതിന്റെ പ്രതികൾ ഇന്ത്യൻസ് ആണ്. അവർക്ക് പരിചയമുള്ള ഒരാളുള്ളത് ഇന്ത്യയുടെ കണക്ഷൻ എന്ന് പറയുന്നത് കേരളത്തിലാണ്. അപ്പൊ കേരളത്തില് അവര് ഒരു NGO വഴി ഒരു നെറ്റിൽ ഒരു NGOനെ കോൺടാക്ട് ചെയ്തു. ആ NGO വഴി നമ്മൾക്കത് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു വന്നിരുന്നു. അപ്പോൾ അത് കുറച്ച് ഈ ഒരു ഡ്രഗ് അബ്യൂസിൽ പെട്ട് അതിൽ വെച്ച് റേപ്പ് ചെയ്യപ്പെട്ടതാണ്. അപ്പൊ ആ രാജ്യത്ത് ആ കാര്യം പറഞ്ഞ് കേസ് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. ചില അവർക്കെതിരായിട്ടായിരിക്കും ആദ്യം കേസ് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ രാജ്യത്ത് കൊടുക്കുന്നത് സേഫ് അല്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ ഓപ്ഷൻ എന്ന് വെച്ചാൽ അവരുടെ രാജ്യത്തേക്ക് പോകാമെന്നാണ്. അത് ഒരു കരീബിയൻ ഏജൻസിയാണ്. അപ്പൊ അത്രയും ദൂരം പോയി കഴിഞ്ഞാൽ അവിടെ നിന്നും പോലീസ് അങ്ങനെ ഫംഗ്ഷൻ ചെയ്യാൻ ഡൗട്ട്ഫുൾ ആയതുകൊണ്ട് അവരോട് കേരളത്തിൽ വരാൻ പറഞ്ഞു. നെടുമ്പാശ്ശേരിയിൽ അവർ ലാൻഡ് ചെയ്തു. നെടുമ്പാശ്ശേരിയിൽ FIS കൊടുത്തു. അപ്പൊ ആദ്യം പോലീസുകാർക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നത് എങ്ങനെ പിടിക്കാനാണ്, വേറെ രാജ്യത്താണ് സംഭവം, അവിടെ മാത്രം എഴുതണം, അത് നടക്കില്ലാക്കെ പറഞ്ഞാൽ 1-2 ദിവസം വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് വീഴ്ചപ്പെടുത്തേണ്ടി വന്നു. പോലീസ് ഓഫീസറിനെതിരെ കേസെടുക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് രജിസ്റ്റർ ചെയ്തു. അങ്ങനെ രജിസ്റ്റർ ചെയ്തപ്പോൾ 0 ഇട്ടത് ഒരു പ്രോപ്പർ നമ്പറിൽ രജിസ്റ്റർ ചെയ്തു. നമ്പറിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം അവരുടെ സുഹൃത്ത് താമസിക്കുന്ന ജില്ലയിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ അതിനുശേഷം അപ്പോൾ അത് വെച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയത് കൊണ്ട് മെഡിക്കൽ എവിഡൻസ് നഷ്ടപ്പെടാതെ, ഫോറൻസിക് എവിഡൻസ് നഷ്ടപ്പെടാതെ അവർക്ക് കിട്ടിയ സ്ഥലത്തിൽ 24 hours അവർക്ക് ഇന്ത്യയിൽ ലാൻഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെയുള്ള പർപ്പസിന് വേണ്ടിയിട്ട് ഇത് വർക്കബിൾ ആണ്. അപ്പൊ അത് ഈ അഡ്വാൻസ് ടെക്നോളജി അല്ലെങ്കിൽ ഇത്തരം സിറ്റുവേഷനിൽ 0 FIR വളരെ യൂസ്ഫുൾ ആണ്, അത് വർക്കബിൾ ആണ്. ഇപ്പൊ അത് മറ്റൊരു ജില്ലയിലേക്ക് അയച്ചു കൊടുത്ത് അവിടെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു. പോലീസ് ഓഫീസർ വളരെ എഫിഷ്യന്റ് ഓഫീസറാണ്. ഒരാളെ അറസ്റ്റ് ചെയ്തു. ഒരു ഒഫൻഡറിനെ അയാളുടെ സ്റ്റേറ്റിൽ പോയിട്ട് മറ്റേ സ്റ്റേറ്റിലാണ് അയാളെ പോയിട്ട് അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് പിന്നെ ഒരാളെ കൂടി പിടിക്കാറുണ്ട്. അപ്പൊ ഇതാണ് പ്രാക്ടിക്കൽ സൈഡിൽ നോക്കുമ്പോൾ ഇത് വർക്കിംഗ് ആണ്, വർക്ക് ചെയ്യണം.
അതുപോലെ വേറെ ചെറിയൊരു കുഴപ്പം പറ്റിയെന്ന് വെച്ചാൽ ഈ ഇലക്ട്രോണിക് മീൻസിൽ കൂടി നമുക്കിപ്പോൾ ഇത് കൊടുക്കാം, FIS കൊടുക്കുക. അപ്പോൾ വോയിസ് മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ മെയിൽ അയക്കാം. പക്ഷേ അത് 3 ദിവസത്തിനുള്ളിൽ പോയി സൈൻ ചെയ്യണം. സൈൻ ചെയ്തില്ലെങ്കിൽ ഓഫീസർ ഒന്നും ചെയ്യില്ല. അപ്പൊ നമുക്കൊരു കൊലപാതകം നടന്നെന്ന് പറഞ്ഞ് ഇമെയിൽ വഴി കൊടുക്കുകയല്ല, അല്ലെങ്കിൽ ഫോട്ടോ വെച്ച് കൊടുക്കുകയോ, അത് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് പറയുന്നത് ദാറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ഫോട്ടോ. അപ്പൊ ഒരു മർഡർ നടക്കുകയാണ്, നമ്മൾ മർഡറിന്റെ ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുത്താലും ദാറ്റ് ഓൾസോ ഹാസ് ടു ബി ട്രീറ്റഡ് ആസ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് കണക്കാക്കണം. അങ്ങനെ എടുത്ത് അയച്ചു കൊടുത്ത അയാളെ 3 ദിവസത്തിനുള്ളിൽ പോയി ഒപ്പിട്ട് കൊടുത്തില്ലെങ്കിൽ പോലീസുകാരൻ അത് FIS ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. അത് ഒരു സീരിയസ് ആയിട്ടൊരു ലാക്കുണയാണ്. അത് ഇയാൾ ഒപ്പിട്ടാലില്ലെങ്കിലും സീരിയസ് ഒഫൻസ് ആണെങ്കിൽ ഹി ഹാസ് ടു സ്റ്റാർട്ട് ഇൻവെസ്റ്റിഗേഷൻ അല്ലേ. അത് ഇൻഫർമേഷൻ തന്നെ വേണമെന്നില്ല. ഈവൻ സസ്പീഷൻ ആണെങ്കിൽ പോലീസ് ഓഫീസർക്ക് വേണമെങ്കിൽ കേസ് FIR രജിസ്റ്റർ ചെയ്യാം. അപ്പൊ അവിടെ ഒരു ചെറിയ കുഴപ്പമുണ്ട്. പിന്നെ അവിടെ ചേർന്ന് വേറെ ബന്ധം പറ്റിയത് 2 മോഡാണ് പറയുന്നത്. ഒന്ന് ഓറൽ ഓർ ത്രൂ ഇലക്ട്രോണിക് മീൻസ്. അപ്പൊ ഒന്നേ പോലീസ് സ്റ്റേഷനിൽ പോയി പറയാം, അല്ലെങ്കിൽ ഇതല്ല മൊബൈൽ വഴിയോ ഇമെയിൽ വഴിയോ അയക്കാം. പക്ഷേ ഇൻ റൈറ്റിംഗ് കൊടുക്കാൻ പറ്റില്ല. പരാതിയായിട്ട് എഴുതിക്കൊണ്ട് ഞാൻ എടുക്കാൻ പറ്റില്ല. അപ്പൊ പരാതി എടുക്കുന്നതിനെ പോലെ ഒന്ന് നിങ്ങൾ വാക്കാലും പറയൂ, അല്ലെങ്കിൽ ഇതിൽ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അയച്ചു എന്ന് പറയേണ്ടി വരും. അപ്പൊ റിട്ടേൺ കംപ്ലൈന്റ് അതിൽ നിന്ന് വിട്ടുപോയി. അത് പക്ഷെ താഴേക്ക് വായിക്കുമ്പോൾ അതും കൂടി അവർ ഉദ്ദേശിച്ചിരുന്നത് കാണാം. എന്നാലും അത് അങ്ങനെ ഒരു ചെറിയൊരു ലാക്കോൺ അതിൽ പറ്റിയിട്ടുണ്ട്. ഒരു വെൽക്കമിങ് ആയിട്ടുള്ള ഒരു വെച്ചാൽ 173(2) അനുസരിച്ചിട്ട് വിക്ടിമിന് ഈ കോപ്പിയും FISന്റെ കോപ്പി വിക്ടിമിന് കൊടുക്കും. അതിൽ വിക്ടിമിന് എല്ലാ സിറ്റുവേഷനിലും ട്രയലിൽ പാർട്ടിസിപ്പേഷൻ ഉണ്ട്. ഫൈനൽ റിപ്പോർട്ടിന്റെ കോപ്പി കിട്ടും. വിഡ്രോവല് വരുമ്പോൾ 321 ഇപ്പോഴത്തെ 360 321 വിഡ്രോവല് വരുമ്പോൾ അതിന് കോപ്പി കിട്ടും. അപ്പൊ അങ്ങനെ എല്ലാ സമയത്തും പാർട്ടിസിപ്പേറ്ററി റൈറ്റ്സ് വിക്ടിമിന് ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ട്. അതിന്റെ ആദ്യ ഭാഗമായിട്ട് FIS കൊടുക്കുന്ന വിക്ടിം അല്ലെങ്കിൽ വേറെ ആളാണ് കൊടുക്കുന്നതെങ്കിലും അതിന്റെ കോപ്പി FISന്റെ കോപ്പി വിക്ടിമിന് കൂടി സെർവ് ചെയ്യും. പിന്നെ അത് വിക്ടിമിന് എപ്പോൾ വേണമെങ്കിലും അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാം. അത് പീരിയോഡിക്കലായിട്ട് അയാൾ അറിയിക്കണം. അതിൽ വേറൊരു ചെറിയൊരു ഡൗട്ട്ഫുൾ ആയിട്ട് സ്ഥാനിച്ചത് 3 to 7 years ഉള്ള ഒഫൻസുകളിൽ SHOന് ഡിവൈഎസ്പിയുടെ പെർമിഷനോടുകൂടി പ്രിലിമിനറി എൻക്വയറി നടത്താം 14 days. അപ്പൊ അത് വളരെ അക്കാഡമിക് ലൈനിൽ ഒരുപാട് പേര് തർക്കുന്ന ഒരു സാധനമാണ്. പോലീസിന് അമിതമായിട്ടുള്ള അധികാരം കൊടുത്തു എന്നുള്ളതാണ് ഒരു തർക്കം. പക്ഷെ അതിന്റെ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റൻസ് നോക്കിയിട്ടാണ് ചെയ്യാൻ പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് 10 ലക്ഷം രൂപ കട്ടു എന്ന് പറഞ്ഞൊരു പരാതി നമ്മുടെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാം. ഒറ്റ നോട്ടത്തിന് അറിയാം 10 ലക്ഷം രൂപ നമ്മുടെ ഫണ്ട് ഉണ്ടാവില്ല, അത്ര എന്തെങ്കിലും മോഷിക്കാൻ പറ്റുള്ളൂ. പിന്നെ ബാർ അസോസിയേഷൻ പ്രസിഡന്റാണ്, ഇലക്ഷൻ വരെയാണ്. അപ്പൊ അയാൾ രണ്ടാമത് നിർത്താതിരിക്കാനോ തോപ്പിക്കാനൊക്കെ ആയിരിക്കാം. അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. അല്ലാതെ എല്ലാ കേസിലും വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. 7 years ഉള്ള എല്ലാ കേസിലും വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെ സസ്പീഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രിമാ ഫേസിയ കേസ് എന്നിട്ട് തോന്നാത്ത കാര്യത്തിൽ മാത്രമേ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ പറയുന്നത്. പക്ഷെ അത് അക്കാഡമിക്സ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ലളിതകുമാരി ജഡ്ജിമെന്റിനെതിരാണ്. അത് 2 തരത്തിൽ ഇന്റർപ്രറ്റ് ചെയ്യാം. ലളിതകുമാരിയിൽ പറഞ്ഞു മാൻഡേറ്ററി ആയിട്ട് രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷെ അത് ഇതിലിപ്പോഴും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രിമാ ഫേസിയ കേസ് ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ തന്നെ പറയുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പ്രിമാ ഫേസിയ കേസ് ഇല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ അത് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതിനു ശേഷം മാത്രം രജിസ്റ്റർ ചെയ്യണം. അതിൽ 175(3) ഫോർവേഡ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ 156(3) 175(3) ആയി. അതില് സുപ്രീം കോടതി ജഡ്ജ്മെന്റ്സ് അനുസരിച്ചിട്ട് നമ്മൾ എഫിഡവിറ്റ് കൊടുത്തിരുന്നു. അത് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് മാൻഡേറ്ററി ആയി. അപ്പൊ ഇനിയിപ്പോ 175(3) അനുസരിച്ചിട്ടാണ് ഫോർവേഡിങ്ങിന് അപേക്ഷ കൊടുക്കുന്നത്. അതിന്റെ കൂടെ എഫിഡവിറ്റ് കൊടുക്കണം. മാത്രമല്ല പോലീസ് ഓഫീസറിന്റെ റിപ്പോർട്ട് ചോദിക്കും. പോലീസ് ഓഫീസറിന്റെ റിപ്പോർട്ടും കൂടി വന്നിട്ട് അതിന് തീരുമാനം എടുക്കും. അപ്പൊ അതും ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ്. എന്തിനാണ് പോലീസ് ഓഫീസറിന്റെ റിപ്പോർട്ട് കൊടുക്കുന്നത്? ഞാൻ പോലീസ് ഓഫീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തു, അയാൾ എടുത്തില്ല. അങ്ങനെ എടുക്കാത്ത പോലീസ് ഓഫീസറിന്റെ പരാതി ഞാൻ എന്തിനാണ് ആ പോലീസ് ഓഫീസറിനെ വീണ്ടും കേൾക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് 10 ലക്ഷം രൂപ മോഷ്ടിച്ചു എന്നാണ് കേസ്. പോലീസ് ഓഫീസർ എടുക്കുന്നില്ല. അടുത്തത് ഇയാളെ എഫിഡവിറ്റ് കേട്ടോ അവിടെ ചെല്ലുകയാണ്. പോലീസ് ഓഫീസറിനെ വിളിച്ച് ചോദിക്കുകയാണ്. പോലീസ് ഓഫീസറും പറയാണ് ഞാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി അവിടെ ചോദിച്ചു. ഒരു കാലത്ത് ബാർ അസോസിയേഷൻ 10 ലക്ഷം രൂപ ഫണ്ടുണ്ടായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് ഇതൊരിക്കലും പ്രാക്ടിക്കൽ അല്ല, ഇതൊരു ഫ്രീലസ് കംപ്ലൈന്റ് ആണെന്ന് എനിക്ക് തോന്നി. ഞാൻ അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ ഇത് പോസിബിൾ അല്ല, ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒഫൻസ് ആണ് അത് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഫോർവേഡ് ചെയ്യണം വേണ്ടെന്നുള്ളത് അതിൽ പറയുന്നില്ല. ഇറ്റ് ഇസ് ഫോർ ദി മജിസ്ട്രേറ്റ് ടു ഡിസൈഡ്. അപ്പൊ അത്തരം സിറ്റുവേഷനിലാണ് ഈ പോലീസ് ഓഫീസറിന്റെ റിപ്പോർട്ട് കൺസിഡർ ചെയ്യാൻ പറയുന്നത്.
അല്ലാതെ അയാള് മനഃപൂർവ്വം ഒഴിവാക്കി ഉഴപ്പി നടക്കുന്ന ഒരു കേസിലല്ല ഉദ്ദേശിക്കുന്നത്. പ്രിമാ ഫേസി അയാളുടെ നോട്ടത്തിൽ കേസ് ഇല്ലാന്ന് കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരാളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി കൊടുക്കാമെന്ന് ആണ് എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് മജിസ്ട്രേറ്റ് കൺസിഡർ ചെയ്യേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് ബൗണ്ട് അല്ല. എന്ത് റിപ്പോർട്ട് കൊടുത്താലും മജിസ്ട്രേറ്റ് ബൗണ്ട് അല്ല. മജിസ്ട്രേറ്റ് ക്യാൻ ടേക്ക് ഹിസ് ഓൺ ഡിസിഷൻ. അടുത്തത് പബ്ലിക് സർവന്റിനെതിരായിട്ടുള്ള പ്രൈവറ്റ് കംപ്ലൈന്റ്. അതില് പബ്ലിക് സർവന്റ് നോട്ട് റിമൂവബിൾ ഫ്രം ഓഫീസ് എന്നുള്ളത് ഈ ഭാഗത്ത് പറയുന്നില്ല. ഏത് പബ്ലിക് സർവന്റ് ആണെങ്കിലും അയാൾക്കെതിരായിട്ട്, അപ്പൊ ഫോർ എക്സാമ്പിൾ പോലീസ് ഓഫീസർ ട്രാഫിക് ഡ്യൂട്ടിയിലിടയ്ക്ക് ഇവിടെ നിൽക്കുന്ന പോലീസ് ഓഫീസർ ഇവിടെ ഇങ്ങോട്ട് വരുന്ന വക്കീലിനെ തടഞ്ഞു നിർത്തി ചീത്ത പറഞ്ഞു. അപ്പോൾ പബ്ലിക് സർവന്റ് ആണ്, അയാൾ ചീത്ത പറഞ്ഞു എന്നാണ് കംപ്ലൈന്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കംപ്ലൈന്റ് സംബന്ധിച്ച് ഈ മജിസ്ട്രേറ്റ് ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് പോലീസ് ഓഫീസർ അല്ലെങ്കിൽ ആ പബ്ലിക് സർവന്റ് വൈൽ ഹി വാസ് ഡിസ്ചാർജിങ് ഹിസ് ഡ്യൂട്ടി ആണെങ്കിൽ അത് പോലീസ് ഓഫീസർ അവിടെ നിന്നിട്ട് ഞാൻ ഇങ്ങോട്ട് സ്റ്റേഷനിൽ മാർക്കോ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ എന്നെ കൈ കാണിച്ചു, നിർത്തി എന്നെ ചീത്ത പറഞ്ഞു. അപ്പൊ ഡിസ്ചാർജിങ് ഡ്യൂട്ടിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഓഫീസറിന്റെ സുപ്പീരിയർ ഓഫീസറിന്റെ റിപ്പോർട്ട് ചോദിക്കണം, പിന്നെ ആ ഓഫീസറിനെ കേൾക്കണം. അത് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല, എന്നാലും ഓഫീസറിനെ കേട്ടാലും കേസ് എടുക്കുമായിരിക്കും. പക്ഷെ ഓഫീസറിന്റെ സുപ്പീരിയർ ഓഫീസറിന്റെ റിപ്പോർട്ട് മേടിക്കണം. അപ്പൊ അത് രണ്ട് തരത്തിൽ വർക്ക് ചെയ്യാം. ഇപ്പൊ ഞാൻ പറഞ്ഞ സിറ്റുവേഷൻ ആണെങ്കിൽ അയാളുടെ സുപ്പീരിയർ ഓഫീസറൊന്നും ചെയ്യാനുണ്ടാവില്ല. സുപ്പീരിയർ ഓഫീസർ നിൽക്കുന്നത് ഹെഡ് ക്വാർട്ടേഴ്സിലോ SHO ആയിട്ട് ഏതെങ്കിലും പോലീസ് സ്റ്റേഷൻ ആയിരിക്കും. അയാൾക്ക് സംഭവം എന്താണെന്ന് അറിയുന്നുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരം കേസുകളിൽ റിപ്പോർട്ട് എടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷെ സപ്പോസ് അലിഗേഷൻ ഇല്ലാണ്ടായിരിക്കും, ഞാൻ വില്ലേജ് ഓഫീസിൽ ചെന്നു ടാക്സ് അടക്കാൻ ചെന്നു, ഞാൻ ടാക്സ് അടക്കാൻ സമ്മതിച്ചില്ല. അപ്പോൾ അവിടെ വേറെ ആൾ ടാക്സ് അടക്കാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, അങ്ങനെ അതേ പ്രോപ്പർട്ടിക്ക് വന്നെന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ റെക്കോർഡ്സ് കാണിച്ചു ടാക്സ് അടക്കാൻ സമ്മതിച്ചില്ല, അല്ലെങ്കിൽ കൈക്കൂലി ചോദിച്ചു. അങ്ങനെ എന്തെങ്കിലും പരാതിയാണെന്നുണ്ടെങ്കിൽ സുപ്പീരിയർ ഓഫീസറിന്, അതായത് അവിടെ പ്രസന്റ് ആയിരിക്കുന്ന ഓഫീസറിന്, അല്ലെങ്കിൽ ആ ഇമ്മീഡിയറ്റ് കൺട്രോൾ ഓഫീസറിന്റെ റിപ്പോർട്ട് വേണമെങ്കിൽ മേടിക്കും. അപ്പൊ ആ റിപ്പോർട്ടിൽ വേണമെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ പറയാം കോടതിയിൽ നിന്ന് ഓർഡർ ഉണ്ട്, അതുകൊണ്ടാണ് അയാൾ മേടിക്കാറുള്ളത്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിറ്റുവേഷൻ കൊണ്ടാണ് മേടിക്കാറ്, അല്ലെങ്കിൽ മറ്റാൾ ഓൾറെഡി നടച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷനിൽ സുപ്പീരിയർ ഓഫീസർക്ക് നേരിട്ട് ഇൻഫർമേഷൻ ഉള്ള കേസുകളിലാണെങ്കിൽ ഇത് റീസണബിൾ ആണ്, അല്ലെങ്കിൽ അത് വർക്കബിൾ അല്ല. പിന്നെ പ്രതിയെയും കേൾക്കാൻ പറയുന്നുണ്ട്. ഈ പറഞ്ഞാൽ പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, ഈ പറഞ്ഞ സിറ്റുവേഷനിലാണെങ്കിൽ പ്രതിക്ക് ചിലപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ, അങ്ങനെയാണെങ്കിൽ അയാളും കൊണ്ട് കേൾക്കണം. മറ്റൊരു വെൽക്കമിങ് ആണോ എന്ന് ചോദിച്ചാലാണ്, പക്ഷെ വർക്കബിൾ ആണോ എന്ന് വെച്ചാൽ 176(3) അനുസരിച്ചിട്ട്, അത് ഇപ്പോഴത്തെ 157 ഇൻവെസ്റ്റിഗേഷൻ 7 വർഷമോ അതിൽ കൂടുതലോ ഉള്ള കേസുകളിൽ ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് ഫോറൻസിക് ഒക്കെ മാൻഡേറ്ററി ആയി, ഫോറൻസിക് എക്സാമിനേഷൻ മാൻഡേറ്ററി ആയി. ഒറ്റമൊത്തത്തിൽ കുഴപ്പമില്ല, പക്ഷെ ഇത് ഒരു കാലത്തും വർക്ക് ചെയ്യില്ല. ഇപ്പോൾ ഇവിടെ കോട്ടയത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് എനിക്കറിയില്ല. എറണാകുളത്താണെങ്കിൽ കഴിഞ്ഞ വർഷം 1200 സെഷൻസ് കേസാണ് രജിസ്റ്റർ ചെയ്തത്. ഇവിടെ ഏതാണ്ട് 1000 ഉണ്ടാവും അല്ലേ, SC നമ്പർ ചെയ്യുന്ന ഏതെങ്കിലും 1000 ഉറപ്പാണ്. അപ്പോൾ ഒരു ജില്ലയിൽ മാത്രം സെഷൻസ് മാത്രം 1200 എന്ന് പറയുമ്പോൾ മജിസ്ട്രേറ്റ് ട്രയലുകൾ എങ്ങനെ പോയാലും അതിന്റെ ഇരട്ടിയെങ്കിലും ഉണ്ടാവും. 2000 കേസെങ്കിലും മജിസ്ട്രേറ്റ് ട്രയൽ 7 ഇയേഴ്സിന് മുകളിലുള്ളതുണ്ടാവും. അപ്പൊ ഒരു 3000 കേസുകളിൽ ഈ ഒരു ജില്ലയിലെ കാര്യം പറയുന്നത്, എല്ലാ കേസുകളിലും ഫോറൻസിക് എക്സ്പെർട്ടിനെ കൊണ്ടുപോകണമെന്നാണ് പറയുന്നത്. അപ്പൊ ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല, പക്ഷെ അതിനുവേണ്ടി സമയം കൊടുത്തിട്ടുണ്ട്. 5 വർഷത്തിലുള്ള ലാബുകൾ തുടങ്ങാനും എക്സ്പെർട്സിനെ കൊണ്ടുവരാനും പറയുന്നുണ്ട്. പക്ഷെ അത് പ്രാക്ടിക്കൽ നടക്കില്ല. അതൊരു കാര്യം. മറ്റൊരു കാര്യം വെച്ചാൽ പല ഒഫൻസുകളിലും ഫോറൻസിക് എവിഡൻസ് പോസിബിൾ ആയിരിക്കില്ല. 7 വർഷത്തിന് മുകളിലുള്ളതായിരിക്കും, സംശയമില്ല. ഇപ്പൊ ഒരു സ്ഥലത്തിനും എന്റെ തലയ്ക്ക് അത് ചുറ്റിക്കൊണ്ടടിച്ചു, ഞാൻ മാറിക്കളഞ്ഞില്ലായിരുന്നെങ്കിൽ എനിക്ക് മരണം വരെ സംഭവിക്കായിരുന്നു. തിരുവോണം ചെയ്തു, അല്ലെങ്കിൽ തിരുവോണം സാർ അടുത്തുകൂടി പോയി, എന്റെ ചെവിയിൽ രോഗം പോയി, അപ്പൊ അതുകൊണ്ട് തിരുവോണം സാർ എനിക്ക് പരിക്ക് പോയി. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ 7 വർഷത്തിന് മുകളിലാണെന്ന് വെച്ചാൽ അതെ, അതിനെന്ത് ഫോറൻസിക് റിപ്പോർട്ട് കിട്ടാൻ ഒരു തരത്തിലായാലും ഫോറൻസിക് എവിഡൻസ് പോസിബിൾ ആണ്. അല്ലെങ്കിൽ റേപ്പ് കേസ് റിപ്പോർട്ട് ചെയ്യാം. റേപ്പ് ഇൻ സെൻസ് എന്റെ കൺസെന്റ് ഇല്ലാതെ, അല്ലെങ്കിൽ എന്നെ എന്തെങ്കിലും സാമ്പത്തികമായിട്ട് എന്നെ അബ്യൂസ് ചെയ്തു, പൈസ തരാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വിവാഹം നൽകി എന്നെ പീഡിപ്പിച്ചു, റേപ്പ് ചെയ്തു എന്നൊക്കെ പറയുകയാണെങ്കിൽ അതും റേപ്പ് ആണെന്ന് വെച്ചാണ്, 7 ഇയേഴ്സിന് മുകളിലാണെന്ന് വെച്ചാണ്, അതിന് ഫോറൻസിക് എക്സ്പെർട്ട് എന്ത് റിപ്പോർട്ട് എടുക്കും, അയാളുടെ വീട്ട് എവിടെ എക്സാമിൻ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇത് ഒറ്റനോട്ടത്തിൽ വെൽക്കമിങ് ആണെന്നുണ്ടെങ്കിലും ഇത് പ്രാക്ടിക്കൽ അല്ല. പക്ഷെ എന്റെ പർപ്പസ് എന്ന് വെച്ചാൽ പോലീസിനെ അലർട്ട് ചെയ്യാന്നുള്ളതാണ്. 7 വർഷത്തിന് മുകളിലുള്ള സീരിയസ് ഒഫൻസ് ആണെങ്കിൽ ഫോറൻസിക് എവിഡൻസ് എടുക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഫോറൻസിക് എവിഡൻസ് പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ യു ഷാൽ നോട്ട് സ്ലീപ്പ് ഓൺ ഇറ്റ്. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടെങ്കിൽ എടുക്കണം. അതായിരിക്കണം അതിന്റെ ഇന്റന്റ്. അതാണ്. അതല്ല റേപ്പ് വിക്ടിമിന്റെ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ 164 ഇപ്പൊ 183 ആയി. 164 സ്റ്റേറ്റ്മെന്റ് 183 ആയി. റേപ്പ് വിക്ടിമിന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ വുമൻ മജിസ്ട്രേറ്റ് റെക്കോർഡ് ചെയ്യണം. പിന്നെ മജിസ്ട്രേറ്റ് മെയിൽ ആണെന്നുണ്ടെങ്കിൽ ഒരു ഫീമെയിലിനെ കൂടി ഇരുത്തിയിട്ട് വേണം റെക്കോർഡ് ചെയ്യാനായിട്ട്. അത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ആ വിക്ടിം കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. അത് 185(1) ഒരു പുതിയ അമെന്റ്മെന്റ് കൊണ്ടുവന്നിട്ട് ഗ്രൗണ്ട്സ് ഓഫ് ബിലീഫ് റെക്കോർഡ് ചെയ്യണം. ഒരു നാൾ നമ്മൾ സുപ്രീം കോടതി ഡയറക്ടേഴ്സ് അനുസരിച്ചിട്ടാണ് ഗ്രൗണ്ട്സ് ഓഫ് ബിലീഫ് ഉണ്ടായിരുന്നത്.
സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ടുകളുണ്ട്. ഫോർ എക്സാമ്പിൾ സെക്ഷൻ 42(2) NDPS ആക്ടിൽ ഗ്രൗണ്ട്സ് ഓഫ് ബിലീഫ് റെക്കോർഡ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അത് സ്റ്റാറ്റ്യൂട്ടിന്റെ മാൻഡേറ്റ് ആക്കി ഗ്രൗണ്ട്സ് ഓഫ് ബിലീഫ് സെർച്ചിന് പോകുന്ന സമയത്ത് ഗ്രൗണ്ട്സ് ഓഫ് ബിലീഫ് എഴുതണം, അതിന്റെ കോപ്പി CD-യിൽ കീപ്പ് ചെയ്യണം. അതായത് ഹൗസ് അറസ്റ്റ്, അത് ജേർണലിസ്റ്റ്, ജമ്മു കാശ്മീരിലെ ജേർണലിസ്റ്റിന്റെ അറസ്റ്റിനെ സംബന്ധിച്ച് തർക്കം വന്നപ്പോൾ അദ്ദേഹത്തിന് ഹൗസ് അറസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇനിയിപ്പോൾ അത് പറ്റില്ല, 187(5) പറഞ്ഞു അറസ്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കസ്റ്റഡി എന്ന് പറഞ്ഞാൽ ഷുഡ് ബി എയ്തർ ഇൻ പോലീസ് കസ്റ്റഡി ഓർ ഇൻ ജുഡീഷ്യൽ കസ്റ്റഡി, അല്ലാതെ ഹൗസ് അറസ്റ്റ് കസ്റ്റഡി ആയിട്ട് കൂട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ പിന്നെ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് 187 ആണ്. 167 എന്നുള്ളത് 187 ആയി. അതിലും 90 ഡേയ്സ് 60 ഡേയ്സിന്റെ തർക്കം. അത് നിങ്ങൾ എല്ലാവരും ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഒരുപാട് എക്സ്പെർട്സ്, സുപ്രീം കോടതി ലോയേഴ്സ്, അവരെല്ലാവരും വളരെ സീരിയസ് ആയിട്ട് അജിറ്റേറ്റ് ചെയ്യാണ്. എനിക്ക് തോന്നുന്നു ഇവരാരും സെക്ഷൻ വായിച്ചു നോക്കിയിട്ടുണ്ട്. എന്തെങ്കിലും അത് ജൂനിയേഴ്സ് പറഞ്ഞു കൊടുത്തായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോ ഉണ്ടായിരിക്കും. ഇതിന്റെ സെക്ഷൻ വളരെ ക്ലിയർ ആണ്. സെക്ഷൻ ഇത്ര വ്യത്യാസം വന്നിട്ടുള്ളത് വെച്ചാൽ എന്തുകൊണ്ടാണ് 167? അതിന്റെ ഹിസ്റ്റോറിക്കൽ അതും കൂടി നോക്കണം. എങ്ങനെയാണ് ഇത് വരുന്നത് വെച്ചാൽ, ഒരു പോലീസ് ഓഫീസർക്ക് ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ എത്ര നാൾ സമയമുണ്ട്? ഒരു ഇൻവെസ്റ്റിഗേഷൻ എടുത്തിനോട്ട് നടന്നത് ഒരു ദിവസമുള്ളൂ. ഒരു ദിവസമുള്ളൂ ഒരു കേസ് ഇൻവെസ്റ്റ് ചെയ്യാൻ. ഇതിന് 24 hours ഇൻവെസ്റ്റിഗേഷൻ 57 അനുസരിച്ച് ഇപ്പോഴത്തെ 58 അല്ലെങ്കിൽ 57 അല്ലെങ്കിൽ ഇപ്പോഴത്തെ 58 വെച്ചിട്ട് ഒരു ദിവസമാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്താനുള്ള സമയം കൊടുത്തിട്ടുള്ളത്. ഇനി അതങ്ങനെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇയാൾക്ക് കൊണ്ടിട്ട് റിമാൻഡ് ചെയ്യാം. അങ്ങനെ റിമാൻഡ് ചെയ്യുമ്പോഴാണ് ബാക്കി അതിന്റെ സ്റ്റാറ്റ്യൂട്ടറി പീരീഡ് വരുന്നത്. ഇത് ആദ്യകാലങ്ങളിൽ നോർമൽ ചെയ്യുകയാണെങ്കിൽ ആദ്യകാലങ്ങളിൽ 7 days ആയിരുന്നു. ഈ റിമാൻഡ് പീരീഡ് എന്ന് പറഞ്ഞാൽ 7 days മാത്രമേ പറ്റുള്ളായിരുന്നു. അതിന് 1910 10 ദിവസമാക്കി. അതിനുശേഷം 15 ദിവസമാക്കി. 73 15 ദിവസമാക്കി. അപ്പൊ ഇതിങ്ങനെ പീരിയോഡിക്കലായിട്ട് ഈ പീരീഡ് കൂട്ടിക്കൊണ്ടുവരാണ്. അതുപോലെ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള പീരീഡ് 60 ഓഫ് 90 എന്നുള്ളത് ആദ്യം 30 ആയിരുന്നു, പിന്നെ 60 ആക്കി, 90 ആക്കി. അപ്പൊ ഇതെല്ലാത്തിനും കാരണം വെച്ചാൽ ഒന്ന് നമ്പർ ഓഫ് ക്രൈംസ് കൂടുന്നു, പിന്നെ പോലീസ് ഫോഴ്സ് കുറവാണ്, പിന്നെ ഇപ്പോഴും വരുന്ന ക്രൈമുകൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സൈബർ ക്രൈമുകൾ, ഒരുപാട് അക്കൗണ്ടുകൾ ഫോർജ് ചെയ്യുന്ന കേസുകൾ, ആയിരക്കണക്കിന് അക്കൗണ്ട് ഫോർജ് ചെയ്യുന്ന കേസുകൾ, ഇന്റർനാഷണൽ ആപ്ലിക്കേഷനുള്ള ഡ്രഗ് കേസുകൾ, കള്ളനോട്ട് കേസുകൾ, അങ്ങനെയുള്ള കേസുകളിലൊക്കെ ഈ പറഞ്ഞ പീരീഡിനുള്ളിൽ ഇവരുടെ കസ്റ്റഡി എടുക്കാനോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ തീർക്കാനോ പോസിബിൾ അല്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു അമെന്റ്മെന്റ് വരുന്നത്. അത് 92 സുപ്രീം കോർട്ടില് അനുപം കുൽക്കർണി, അതിലാണ് സുപ്രീം കോർട്ട് ആദ്യം പറഞ്ഞത് ഈ 15 days എന്നുള്ളത് അതിൽ കൂടുതൽ പോലീസ് കസ്റ്റഡി പറ്റില്ല. ആദ്യത്തെ 15 days മാത്രമേ പോലീസ് കസ്റ്റഡി പറ്റുള്ളൂ. ആ 15 days കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല എന്ന് പറഞ്ഞു. അത് ബുദ്സിംഗ് 2009 SCCയിൽ അത് റീട്രേറ്റ് ചെയ്തു. ഫുൾ ബെഞ്ച് എന്ന് പറയാൻ പറ്റില്ല, 3 ബെഞ്ച് ഈ അനുപം കുൽക്കർണി ശരിയാണെന്ന് ശരിവെച്ചു. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? ആദ്യത്തെ 15 ദിവസം മാത്രമേ പറ്റുള്ളൂ. അതിനുശേഷം വികാസ് മിശ്ര 2023 വികാസ് മിശ്രയിൽ വന്നു കഴിഞ്ഞപ്പോൾ അതില് ഇയാള് പ്രതി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് 15 ദിവസം ഗെറ്റ് ഓവർ ചെയ്തു. അപ്പോൾ പിന്നെ 15 ദിവസം കഴിഞ്ഞാൽ കസ്റ്റഡി എടുക്കാൻ പറ്റില്ല. അത് വന്നപ്പോൾ സുപ്രീം കോടതി ഇന്റർപ്രറ്റ് ചെയ്തിട്ട് പറഞ്ഞു പ്രതിയുടെ ഇന്റർഫിയറൻസ് കൊണ്ടോ അല്ലെങ്കിൽ പ്രതിയുടെ കുഴപ്പമുണ്ടോ ഈ 15 days ഡിഫീറ്റ് ചെയ്ത് പോവാണെങ്കിൽ കസ്റ്റഡി കൊടുക്കുന്നത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അതിൽ പീരീഡ് നിർത്തിക്കൊടുത്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സെന്തിൽ ബാലാജി വരുന്നത്, മറ്റേ മിനിസ്റ്റർ അറസ്റ്റ് ചെയ്ത കേസിൽ. സെന്തിൽ ബാലാജിയിൽ വന്നു കഴിഞ്ഞപ്പോൾ അത് 2 ബെഞ്ചാണ്. 2 ബെഞ്ച് ഇതിൽ ഡൗട്ട് ചെയ്യും. അനുപം കുൽക്കർണി ഡൗട്ട് ചെയ്തിട്ട് പറഞ്ഞു ഈ പീരീഡ് അങ്ങനെയല്ല സ്റ്റാറ്റ്യൂട്ട് ഉദ്ദേശിക്കുന്നത്, ആ പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്യാം. 60 days ഉള്ള കേസുകളിൽ 60 days കൊണ്ടില്ലോ, 90 days ഉള്ള കേസിൽ 90 daysലേക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം എന്ന് സെന്തിൽ ബാലാജിയിൽ പറഞ്ഞിട്ട് സെന്തിൽ ബാലാജി റെഫർ ലാർജ് ബെഞ്ച് 3 ബെഞ്ചിൽ അല്ലെങ്കിൽ ഫുൾ ബെഞ്ചിൽ പോകാനായിട്ട് പറഞ്ഞു. ആ സിറ്റുവേഷനിൽ അങ്ങനെ നിൽക്കുമ്പോഴാണ് അമെന്റ്മെന്റ് കൊണ്ടുവരുന്നത്. അമെന്റ്മെന്റ് കൊണ്ടുവന്നിട്ട് പറഞ്ഞു ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് 15 തന്നെയാണ്, അതിൽ വ്യത്യാസം വന്നിട്ടില്ല. നിങ്ങൾ ആ ഇന്റർവ്യൂസ് കണ്ടാലും അറിയാം. അവർ പറഞ്ഞാൽ 60 ദിവസം വരെ കസ്റ്റഡി കൊടുക്കണം, അങ്ങനെയല്ല. ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് 15 പറ്റുള്ളൂ. അത് ഒറ്റ തവണയായിട്ട് എടുക്കണമെന്നില്ല. ആദ്യം 5 ദിവസം എടുക്കാം, പിന്നെ 5 എടുക്കാം, പിന്നെ 5 എടുക്കാം, അല്ലെങ്കിൽ ആദ്യം 10 എടുക്കാം, പിന്നെ 5 എടുക്കാം, അതൊന്നും കുഴപ്പമില്ല. 60 days ഇൻവെസ്റ്റിഗേഷൻ സമയമുള്ള, അതായത് 10 വർഷത്തിന് താഴെയുള്ള കേസുകളാണെങ്കിൽ ആദ്യത്തെ 40 ദിവസം വരെ എടുക്കാം. 10 മുകളിലോ ലൈഫ് ഡെത്ത് ഒക്കെ ഉള്ള കേസാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 60 ദിവസത്തിൽ കസ്റ്റഡി ചോദിക്കാം. അതാണ് ഇതിലെ മാറ്റം. അല്ലാതെ 60 ദിവസം കസ്റ്റഡിയിൽ വെക്കാമെന്നും 90 ദിവസം കസ്റ്റഡിയിൽ വെക്കാമെന്നല്ല പറയുന്നത്. 60 ദിവസം വരെ ഇൻവെസ്റ്റിഗേഷൻ നടത്താവുന്ന കേസുകളിൽ ക്രൈം റിപ്പോർട്ട് കൊടുക്കാവുന്ന കേസുകളിൽ 40 ദിവസത്തിനുള്ളിലോ 90 ദിവസം വരെ എടുക്കാവുന്നതിൽ 60 ദിവസത്തിനുള്ളിലോ പോലീസ് കസ്റ്റഡി ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ മാക്സിമം 15 ദിവസം കൊടുക്കാം. പക്ഷെ അത് ഇന്റർവെല്ലിട്ട് വേണമെങ്കിൽ കൊടുക്കാം. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സൈബർ ക്രൈമുകളിലോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ട്രാൻസിക്കേഷനുള്ള എക്സ്പോർട്ട് ഇമ്പോർട്ട് കേസുകളിലോ, ഡ്രഗ് എക്സ്പോർട്ട്, ഡ്രഗ് ഇമ്പോർട്ട്, കള്ളനോട്ട്, അങ്ങനെയുള്ള കേസുകളിൽ പ്രതികളെ ഒരുമിച്ച് ക്വസ്റ്റ്യൻ ചെയ്യല് അല്ലെങ്കിൽ ഒരുമിച്ച് റിക്കവറിക്ക് കൊണ്ടുവരിക, അങ്ങനെയുള്ള പല സിറ്റുവേഷൻസ് വരും.
അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ഈ അധികാരം കൊടുത്തിട്ടുള്ളത്. അതിന് മറ്റൊരു എതിർപ്പ് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഇത് ബെയിൽ ആപ്ലിക്കേഷന് ഹാമ്പർ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ 14 ദിവസം കൊണ്ട് ബെയിൽ ആപ്ലിക്കേഷൻ കൊടുക്കാം, അന്ന് വേണമെങ്കിൽ ഇയാൾക്ക് കൊണ്ടുവന്ന് കസ്റ്റഡി ആപ്ലിക്കേഷൻ കൊടുക്കും, അത് പറയാം എനിക്ക് കസ്റ്റഡി വേണമെന്ന് പറയാം. നേരത്തെ അങ്ങനെയല്ല, അതുകൊണ്ടാണ് നമ്മൾ 1-2 ദിവസം വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പൊതുവെ കൊടുത്തിരുന്നത്. പക്ഷെ ഇതിൽ അതിന് പകരം സെക്ഷൻ 480 അത് ബെയിലിന്റെ ഇപ്പോഴത്തെ സെക്ഷൻ 480 പ്രൊവൈസർ കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഇത് കസ്റ്റഡി ആപ്ലിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യണം എന്നുള്ളത് എന്റെ ക്രൈറ്റീരിയ അല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പോലീസ് ഓഫീസർ കൊടുക്കണമെങ്കിൽ ആദ്യമേ കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ 480 റൈറ്റ് ഓഫ് ദ അക്യൂസ്ഡ് ഈസ് പ്രൊട്ടക്റ്റഡ്. അപ്പൊ അതുകൊണ്ട് പോലീസ് ഓഫീസർക്ക് മനഃപൂർവ്വം വെച്ച് നെറ്റിക്കൊണ്ട് പോകാൻ പറ്റില്ല. അതിന് കോടതിയുടെ ഒരു ചെക്ക് ഉണ്ട്. കോടതിനോട് പറയുന്നുണ്ട്, പ്രത്യേകിച്ച് അലർട്ട് ചെയ്യുന്നുണ്ട്, പോലീസ് ഓഫീസറിന്റെ കസ്റ്റഡിക്ക് വേണ്ടി മാത്രം ഇയാളെ കീപ്പ് ചെയ്യാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് അതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള റൈറ്റ് ആണെന്നുള്ളതാണ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. അതായത് ഒന്ന്, പ്രോസിക്യൂഷന് ഹാൻഡിക്യാപ്പ്. പ്രോസിക്യൂഷൻ ഇത്തരം ലോങ് ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമുള്ള കേസുകൾ, ഒരുപാട് എവിഡൻസ് കളക്ട് ചെയ്യേണ്ട കേസുകളിൽ അതിൽ പ്രോസിക്യൂഷനെ സംബന്ധിച്ച് കുറച്ച് റിലീഫ് ഉണ്ട്. പ്രതിയെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ മനഃപൂർവ്വം പോലീസ് ഓഫീസർ അയാളുടെ ഏതെങ്കിലും ഇൻട്രസ്റ്റിനെ ഹാമ്പർ ചെയ്യുന്ന തരത്തിൽ കസ്റ്റഡി ആപ്ലിക്കേഷൻ വഹിക്കുകയാണെങ്കിൽ അതിന് കോടതിക്ക് പ്രത്യേകിച്ച് കോടതിയോട് എടുത്ത് പറയുന്നുണ്ട്, അതായത് ഇതിനു വേണ്ടി മാത്രമാണ് കീപ്പ് ചെയ്യുന്നത്. രണ്ട് തരത്തിലും ബാലൻസ് ചെയ്തിട്ടാണ് ആ ഒരു സെക്ഷൻ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ പഴയ 160, ഇപ്പോഴത്തെ നോട്ടീസ് കൊടുക്കുന്നത് ഇപ്പോൾ 179 ആണ്. അതിൽ 15 വയസ്സിന് താഴെയുള്ളതോ ആണിനോ അല്ലെങ്കിൽ 60 വയസ്സുള്ള ആണിനോ മുകളിലുള്ള ആണിനോ ഫീമെയിലിനോ മെന്റലി ഓർ ഫിസിക്കലി ഇല്ലായിട്ടുള്ള ആളുടെയോ അയാളുടെ റെസിഡൻസിൽ പോയിട്ട് വേണം സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യാൻ. പക്ഷെ അയാൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ സ്റ്റേഷനിൽ ഒന്ന് റെക്കോർഡ് ചെയ്യാം. അതായത് ഇപ്പോൾ സപ്പോസ് ഒഫൻഡർ വീട്ടിൽ തന്നെയാണെന്ന് ഇരിക്കുക, അല്ലെങ്കിൽ വീട്ടിലേക്ക് പോലീസ് വരാൻ പറ്റിയ ഒരു ലൊക്കാലിറ്റിന്റെ അല്ല താമസിക്കുക, ഇപ്പോൾ നമ്മൾ ഫ്ലാറ്റിൽ താമസിക്കാനുള്ള പോലീസ് വന്നു കഴിഞ്ഞാൽ കൂടുതൽ കുഴപ്പമാണ്. അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ വിറ്റ്നസിന് പറയാം ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയാം. അല്ല അങ്ങനെ വിറ്റ്നസ് വോളണ്ടറി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇത്തരം ആളുകളെ 15 വയസ്സിന് താഴെയോ 60 വയസ്സിന് മുകളിലെയോ സ്ത്രീകളെയോ അസുഖമുള്ളവരെയോ ഒരിക്കലും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്താൻ പാടില്ല. പിന്നെ 193 ഇപ്പോഴത്തെ 170 നമ്മളുടെ 173 ആണ് 193 ആയത്. 193 ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അത് ത്രൂ ഇലക്ട്രോണിക് മോഡും ആണ്. അപ്പൊ ഇനി മുതൽ നമുക്ക് ഫൈനൽ റിപ്പോർട്ട് എല്ലാം സ്കാൻ ചെയ്ത് നല്ല വൃത്തിയായിട്ട് സ്കാൻ ചെയ്ത് നമുക്ക് ഇമെയിലിലോ വാട്സാപ്പിലൊക്കെ അയച്ചു കിട്ടും. അപ്പൊ ആദ്യം കുറച്ച് ദിവസം നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ അത് നമ്മളത് ഒരു ഹാബിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതായിരിക്കും എളുപ്പം. അതായത് ഒരു ടാബോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ മതി, ചെറിയ കേസൊക്കെ ആണെങ്കിൽ ഒരു മൊബൈൽ ഫോൺ കൊണ്ട് മാനേജ് ചെയ്യാവുന്നതാണ്. പിന്നെ മാത്രമല്ല നമ്മുടെ ഓഫീസിലുള്ള ജൂനിയർസിന് ഷെയർ ചെയ്യാം, ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് അത് നോക്കാൻ പറ്റും. കൺട്രോൾ എഫ് അടിച്ചിട്ട് അതിൽ നിന്ന് കൺട്രോൾ ഫൈൻഡ് എടുക്കാം, കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്യാം, അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ഈ ഇമെയിൽ വഴി വരുമ്പോൾ അത് വരും. അപ്പൊ ആദ്യം കുറച്ച് ദിവസം നമുക്കൊരു ബുദ്ധിമുട്ട് വരും. നമുക്ക് പേപ്പർ തന്നെ കണ്ടിട്ടെങ്കിൽ അത് കെട്ടിവെക്കാനും ഡോക്കറ്റും ഫോട്ടോ കോപ്പി എടുക്കാനുള്ള സംവിധാനം ഉണ്ടാവില്ല, പക്ഷെ അത് നമ്മളത് ഹാബിറ്റ് ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഇലക്ട്രോണിക് മോഡിലാണെങ്കിലും കൊടുത്താൽ മതി. അതുപോലെ മറ്റൊരു പ്രധാന മാറ്റം എന്ന് വെച്ചാൽ സീക്വൻസ് ഓഫ് കസ്റ്റഡി. ഇലക്ട്രോണിക് എവിഡൻസ് ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഇലക്ട്രോണിക് എവിഡൻസിൽ സീക്വൻസ് ഓഫ് കസ്റ്റഡി എഴുതണം. അതായത് ഒരു ഇലക്ട്രോണിക് എവിഡൻസ് CC ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു മൊബൈൽ ഫോൺ CC ആണെന്നുണ്ടെങ്കിൽ എവിടെ വെച്ച് എപ്പോൾ ആരുടെ പ്രസൻസ് സീസ് ചെയ്തു, ആ സമയത്ത് എന്തെല്ലാം പ്രൊട്ടക്ഷൻസ് എടുത്തു, ഹാഷ് വാല്യൂ എടുത്തിട്ടുണ്ടോ ഇല്ലയോ, ആ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യണം. അതിനുശേഷം അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ റിസീവ് ചെയ്യുന്ന സമയത്ത് ഉള്ള പ്രൊസീഡിങ്സ് അവിടെ എഴുതി ഉണ്ടാക്കണം. അപ്പൊ അങ്ങനെ ഓരോ സ്റ്റേജിൽ ഇലക്ട്രോണിക് എവിഡൻസ് കൈമാറ്റം ചെയ്യപ്പെടുന്ന എല്ലാ സ്റ്റേജുകളിലും അതിന്റെ കുറിച്ച് പ്രോപ്പർ ആയിട്ടുള്ള കസ്റ്റഡി റെക്കോർഡ് ചെയ്യണം. അതാണ് സീക്വൻസ് ഓഫ് കസ്റ്റഡി. അത് 193 മാൻഡേറ്ററി ആക്കി. അതിൽ 90 ദിവസത്തിനുള്ളിൽ വിക്ടിമിനെ പീരിയോഡിക്കലായിട്ട് അറിയിക്കണം, ഇൻവെസ്റ്റിഗേഷന്റെ പ്രോഗ്രസ് അറിയിക്കണം. അതാണ് നേരത്തെ പറഞ്ഞാൽ വിക്ടിം ഓറിയന്റഡ് ആയിട്ടുള്ള ഇതാണ്. അല്ല ഫർദർ ഇൻവെസ്റ്റിഗേഷൻ, ആളെപ്പോഴും ഡൗട്ട്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ട്രയൽ തുടങ്ങിയാൽ പോലീസ് ഓഫീസർക്ക് മജിസ്ട്രേറ്റിനെ അറിയിക്കണോ വേണ്ടേ? സുപ്രീം കോടതിയുടെ കൺസിഡറേറ്ററി വ്യൂ എന്ന് വെച്ചാൽ മജിസ്ട്രേറ്റിനെ അറിയിച്ചാൽ മതി, അറിയിക്കണം, പക്ഷെ മജിസ്ട്രേറ്റ് സാങ്ഷൻ കൊടുക്കണം. പക്ഷെ സാങ്ഷനെ ചോദിക്കാതെ പ്രൊസീഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതായിരുന്നു. അതിപ്പോൾ ഒരു സ്റ്റാറ്റ്യൂട്ടറി മാൻഡേറ്റ് ആക്കി. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ പെർമിഷൻ ചോദിക്കണം. പെർമിഷൻ ചോദിച്ച് പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ 90 ദിവസത്തിനുള്ളിൽ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കണം. ഇനി പൂർത്തിയാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മജിസ്ട്രേറ്റിന് പെർമിഷൻ മേടിച്ചിട്ട് ആ പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പൊ അതാണ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ സംബന്ധിച്ച് 193 പ്രൈവറ്റ് കംപ്ലൈന്റ് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. 210 ആണ് ഇപ്പോഴത്തെ 190, ഇപ്പോഴത്തെ 210 ആയി. പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ അതിന്റെ ആഡ് ചെയ്തിട്ടുള്ള ഇതാണ്. സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ടുകൾ വഴി ഫയൽ ചെയ്ത പ്രൈവറ്റ് കംപ്ലൈന്റുകളെയും കംപ്ലൈന്റുകളെ കംപ്ലൈന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അത് PMLA ഓഫീസറിനെ കംപ്ലൈന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അല്ലെങ്കിൽ UAPA കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്ന ആളെ കംപ്ലൈന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അതിന് കോൺസിക്വൻസ് ഉണ്ട്. അയാളുടെ ആബ്സെൻസിനാണെങ്കിൽ ഡിസ്മിസ് ചെയ്യാം. അങ്ങനെ വേറെ കോൺസിക്വൻസ് ഉണ്ട്. എന്നാലും അങ്ങനൊരു മാറ്റം വന്നു.
ഇപ്പോഴത്തെ നമ്മുടെ 197 സാങ്ഷൻ പ്രത്യേകിച്ച് പോലീസ് ടോർച്ചറുള്ള കേസുകളിൽ വിക്ടിംസിനെ സംബന്ധിച്ച് സാങ്ഷൻ മേടിക്കുക എന്നുള്ള അത്ര എളുപ്പമാണ്. പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വരുത്തി പ്രതികളാണെങ്കിൽ വലിയ കുഴപ്പമില്ല. സാങ്ഷൻ്റെ ഇഷ്യൂ ഡിഫറെൻ്റ് ആണ്. പക്ഷെ വാദീനെ വിളിച്ചു വരുത്താണെങ്കിൽ, പരാതി പറയാൻ പോയ ആളെ ഇടിക്കുകയാണെങ്കിലോ അപ്പൊ എന്തായാലും സാങ്ഷൻ വേണം. അതിൽ എന്ത് പറഞ്ഞാലും സാങ്ഷൻ വേണം. അപ്പൊ അങ്ങനെയുള്ള തർക്കങ്ങൾ ഒഴിവാക്കാനായിട്ട് ഈ പബ്ലിക് സർവന്റ് പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് അയാളുടെ കൺസേൺ അതോറിറ്റിയിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. ആപ്ലിക്കേഷൻ കൊടുത്ത് 120 ദിവസത്തിനുള്ളിൽ സാങ്ഷനെ കുറിച്ച് തീരുമാനം എടുക്കണം. തീരുമാനം എടുത്തില്ലെങ്കിൽ സാങ്ഷൻ തന്നതായിട്ട് കണക്കാക്കണം. അപ്പൊ ഇനി മുതൽ നമ്മൾ സാങ്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപേക്ഷ കൊടുക്കുക, 100 ദിവസം വെയിറ്റ് ചെയ്യുക. റിജക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് കണക്കാക്കാം. അത് ഒറ്റ നോട്ടത്തിൽ കുഴപ്പമില്ല. പക്ഷെ വേറെ കുഴപ്പമുള്ള വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ഈ ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി പ്രൈവറ്റ് കംപ്ലൈന്റുകളുടെ എണ്ണം കൂടും. പ്രത്യേകിച്ച് പോലീസ് ഓഫീസറിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് പബ്ലിക് സർവൻസിനെതിരായിട്ടുള്ള കംപ്ലൈന്റുകളുടെ എണ്ണം കൂടുന്ന സമയത്ത് ഈ ഏതെങ്കിലും ലാച്ചസ് കൊണ്ടോ അല്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെടാത്തതുകൊണ്ടോ അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ടോ ഏതെങ്കിലും സുപ്പീരിയർ ഓഫീസർ ഇത് ഡിലേ ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ സാങ്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. അപ്പൊ സാങ്ഷനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, ഇപ്പൊ PC ആക്ട് നടത്തുന്നവർക്കറിയാം, സാങ്ഷൻ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ തർക്കിക്കുന്ന ഒരു സാധനം. അല്ലെ, 197 സാങ്ഷൻ ആണ് ഏറ്റവും കൂടുതൽ തർക്കുന്നത്. ആപ്ലിക്കേഷൻ മൈൻഡ് ഉണ്ടായിരുന്നില്ല, ഡോക്യുമെന്റ്സ് റിസീവ് ചെയ്തിരുന്നില്ല, വാദിയെ കേട്ടില്ല, എല്ലാ റെക്കോർഡ്സും നോക്കിയില്ല. അങ്ങനെ ധാരാളം തർക്കങ്ങൾ ട്രയലിൽ പോസിബിൾ ആണ്. ആ തർക്കങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ? സാങ്ഷൻ ഇല്ല, സാങ്ഷൻ ഓർഡർ ഇല്ല, സാങ്ഷനിങ് അതോറിറ്റി ഇല്ല. അതായത് സാങ്ഷൻ ഓട്ടോമാറ്റിക് ഓൺ ഡിഫോൾട്ട് ആണ്. കൊടുത്തിട്ട് 100 ദിവസം കൊണ്ട് അയാൾ തീരുമാനം എടുക്കാതിരുന്നതുകൊണ്ട് ബൈ ഡിഫോൾട്ട് യു ആർ ഗെറ്റിംഗ് എ സാങ്ഷൻ. പല കേസുകളിലും പബ്ലിക് സർവീസിനെ സംബന്ധിച്ച് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. പക്ഷെ വാദിയെ സംബന്ധിച്ച് അത് ഈസിയായി. അതായത് പബ്ലിക് സർവന്റ് ടേക്കിംഗ് കോഗ്നിസൻസ് എടുക്കുന്നതിന് മുമ്പ് പബ്ലിക് സർവന്റ് ആണെങ്കിൽ അയാൾക്ക് നോട്ടീസ് കൊടുക്കണം. പിന്നെ പ്രതിക്ക് കോഗ്നിസൻസ് എടുക്കുന്നതിന് മുമ്പ് തന്നെ നോട്ടീസ് കിട്ടും. അത് കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കും. പ്രത്യേകിച്ച് അത് ഓപ്പൺ സ്പെസിഫിക് അല്ല. ഇപ്പോൾ ചെക്ക് കേസിലാണെങ്കിലും നമ്മളിപ്പോൾ ഇനിയിപ്പം ഫയൽ ചെയ്യുന്ന എല്ലാ കേസുകളിലും മജിസ്ട്രേറ്റ് പ്രതിക്ക് നോട്ടീസ് അയക്കണം. പ്രതിയെ കേട്ടതിന് ശേഷം മാത്രമേ കോഗ്നിസൻസ് എടുക്കാൻ പറ്റുള്ളൂ. നേരത്തെ നമുക്കറിയാം കോഗ്നിസൻസ് എടുത്തിട്ടാണ് സമൻസ് അയക്കുന്നത്. അപ്പൊ സമൻസിൽ നോക്കിയാൽ അറിയാം ഏത് സെക്ഷൻ അനുസരിച്ചിട്ടാണ് കോഗ്നിസൻസ് എടുത്തിട്ടുള്ളതെന്ന്. ഇനിമല്ല അതുണ്ടാവില്ല. അതിന് മുമ്പ് കോഗ്നിസൻസ് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇതെടുക്കും. പ്രതിക്ക് നോട്ടീസ് വരും. അതിന് 2 തരത്തിലും അതിനെ അപ്രോച്ച് ചെയ്യാം. ഒന്ന്, പലരുടെയും ഒരു പരാതി എന്ന് പറയുന്നത് കൂടുതലും ഡിലേ ഉണ്ടാക്കുന്നതാണ്. ഒരു പരിചയം ശരിയാണ്, ഡിലേ ഉണ്ടാക്കും. പക്ഷെ വളരെ ഫ്രീലെസ് ആയിട്ടുള്ള കംപ്ലൈന്റ് ഉണ്ട്. നേരത്തെ പറഞ്ഞപ്പോൾ ടോട്ടലി ഫ്രീലെസ് ആയിട്ടുള്ള ഫാബ്രിക്കേറ്റ് ആയിട്ടുള്ള കേസാണെങ്കിൽ അക്യൂസിനെ ആദ്യമേ പോയിട്ട് കോടതിനെ ബോധിപ്പിക്കാം. ഇത് വെറുതെ അനാവശ്യമായിട്ടുള്ള പരാതിയാണ്, എന്നെ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്, അതുകൊണ്ട് ഒഴിവാക്കണം എന്ന് ആദ്യമേ പറയാം. അതുള്ളൊരു സംവിധാനം വന്നിട്ടുണ്ടെന്ന് വേണമെങ്കിൽ കരുതാം. അതൊരു 232 പ്രൊവൈസർ അനുസരിച്ചിട്ട് 209 കമ്മിറ്റഡ് 232 ആയി. 232 കമ്മിറ്റഡ് വിതിൻ 90 ഡേയ്സ് കമ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് വെൽക്കമിങ് ആണ്. അത് കമ്മിറ്റ് കൊടുത്ത് അത് പെൻഡിങ് കിടക്കില്ല, അത് അയക്കണം. പിന്നെ വേണമെങ്കിൽ അത് 180 ഡേയ്സ് വരെ പോകാം. പക്ഷെ പിന്നെന്ത് ചെയ്യാമെന്ന് പറയാനില്ല. പക്ഷെ അത് ഒരു കാറ്റഗറി മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. ഫോർ എക്സാമ്പിൾ 4 പ്രതികളുണ്ട്, 2 പേരെ കിട്ടി, 2 പേരെ കിട്ടിയിട്ടില്ല. സ്പ്ലിറ്റ് ചെയ്ത് പോകാം. അത് സ്പ്ലിറ്റ് ഫൈനൽ റിപ്പോർട്ട് കൊടുക്കാം, അത് കുഴപ്പമില്ല. പക്ഷെ സാധാരണഗതിയിൽ എന്താ ചെയ്യുക? അത് സമൻസ് അയച്ച് വാറന്റ് അയച്ച് അയാളെ കിട്ടില്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് സ്പ്ലിറ്റിംഗ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് 180 ഡേയ്സ് മാത്രമേ ഇപ്പോൾ മാക്സിമം പീരീഡ് ഉള്ളൂ. പക്ഷെ അത് കുഴപ്പമുള്ള വെച്ചാൽ അതിന്റെ പ്രൊവൈസറിന്റെ കമ്മിറ്റി പ്രൊസീഡിങ്സിൽ വരുമ്പോൾ എല്ലാ ആപ്ലിക്കേഷൻസും സെഷൻസിലേക്ക് അയച്ചു കൊടുക്കാനാണ് പറയുന്നത്. അത് ഒരു മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. അത് എന്തുകൊണ്ടാണ് അത് കൊണ്ടുവന്നതെന്ന് അറിയില്ല. കമ്മിറ്റി പ്രൊസീഡിങ്സിന്റെ സമയത്ത് വരുന്ന ആപ്ലിക്കേഷൻസ് ഏതാ? ക്ലെയിം പെറ്റീഷൻസ് വരും, പിന്നെ പ്രോപ്പർട്ടിയുടെ ക്ലെയിം പെറ്റീഷൻസ് വരും, ബെയിൽ ആപ്ലിക്കേഷൻസ് വരും, കോപ്പി ആപ്ലിക്കേഷൻസ് വരും. ബെയിൽ ആപ്ലിക്കേഷൻ സെഷൻസിലേക്ക് ആക്കാൻ വേണമെങ്കിൽ റീസണബിൾ ആണെന്ന് പറയാം. ചില സെഷൻസ് ഓഫൻസുകളാണ് കമ്മിറ്റിയിൽ പെൻഡിംഗ് ആയിട്ട് കിടക്കുന്നത്. അത് 2 സെഷൻ ജഡ്ജ് ഡിസൈഡ്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ 451 ക്ലെയിം പെറ്റീഷൻസോ അല്ലെങ്കിൽ കോപ്പി കിട്ടാനുള്ള കോപ്പി ആപ്ലിക്കേഷൻസോ എല്ലാ ആപ്ലിക്കേഷൻസും അയക്കാൻ പറഞ്ഞു. അപ്പൊ കോപ്പി ആപ്ലിക്കേഷൻ ജില്ലാ ജഡ്ജിക്ക് അയച്ചിട്ട് എന്തായാലും അയാൾ ചെയ്യാൻ പറ്റും. അയാളുടെ കയ്യിലല്ലേ ഇരിക്കുന്നത്. കമ്മിറ്റിയിൽ വന്നിട്ടുള്ള റെക്കോർഡ്സ് ഒന്നും കയ്യിലില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇവർ ഈ ആപ്ലിക്കേഷൻസ് ഉദ്ദേശിച്ചത് ബെയിൽ ആപ്ലിക്കേഷൻസ് ആയിരിക്കാം. പിന്നെ ഒരു 80 നോക്കിയാൽ ഒരു ക്ലെയിം പെറ്റീഷനെ സംബന്ധിച്ചൊരു ബട്ടൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് ഇറ്റ് ഇസ് ബെറ്റർ ഫോർ ദ സെഷൻ ജഡ്ജ് ടു ഡിസൈഡ്. ക്ലെയിം പെറ്റീഷൻ വരികയാണെങ്കിൽ സെഷൻസ് ഒഫൻസിൽ ക്ലെയിം പെറ്റീഷൻ വരികയാണെങ്കിൽ, പക്ഷെ അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രോപ്പർട്ടി. ഇപ്പോൾ ഒരു മാല കമ്മല ഒക്കെ ആണെങ്കിൽ ഒരു വിക്ടിം ക്ലെയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സെഷൻ ജഡ്ജ് തീരുമാനിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഒരു വെപ്പൺ ഓഫ് ഒഫൻസ് ആണെന്നായിരിക്കും. തോക്കാണ്, ഒരു ഫയർ ആം ആണ് അതിൽ സബ്ജക്ട് ഉണ്ടെങ്കിൽ അത് വേണമെന്നുണ്ടെങ്കിൽ ലെറ്റ് ഫയൽ കോഡ് ഡിസൈഡ് വേണമെങ്കിൽ പറയാം.
പക്ഷെ ഇതിന്റെ കുഴപ്പമില്ലാണ് എല്ലാ ആപ്ലിക്കേഷൻസും സെഷൻസിലേക്ക് അയക്കാൻ പറഞ്ഞു. 242 ഇപ്പോൾ നമ്മൾ 219 242 ആയി. ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പൊ 3 കേസുകളാണ് ക്ലബ് ചെയ്യാവുന്നത്. അത് 5 കേസുകൾ വരെ ക്ലബ് ചെയ്യാം. അത് ഡിസ്ചാർജ്, ഫ്രെയിമിംഗ് ഓഫ് ചാർജ്, അതിനെല്ലാത്തിനും പീരീഡ് കൊണ്ടുവന്നു. ഇതെല്ലാം 60 ദിവസത്തിൽ ഡിസ്ചാർജ് വെച്ച് കൊടുക്കാനുള്ള 60 ദിവസത്തിന് കൊടുക്കണം. ചാർജ് ഫ്രെയിം ചെയ്യാനുള്ളത് 60 ദിവസത്തിൽ ചെയ്യണം. ട്രയലൊക്കെ സ്പീഡിലാക്കണം. പിന്നെ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മെത്തേഡുകൾ വഴി എടുക്കാം. കംപ്ലൈന്റ് ആബ്സെന്റ് ആണെന്നുണ്ടെങ്കിൽ ഉടനെ ഡിസ്മിസ് ചെയ്യരുത്, 30 days വെയിറ്റ് ചെയ്യണം. സമൻസ് കേസിലാണെങ്കിലും ഡിസ്ചാർജ് ഉണ്ട്. അത് അദാലത്ത് പ്രസാദത്തിന് ശേഷം നമുക്ക് സമൻസ് കേസിൽ ഡിസ്ചാർജ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആക്കി 274 അവിടെ 251 ഇപ്പോഴത്തെ കറസ്പോണ്ടിങ് 274 ആണ്. അപ്പോൾ ഈവൻ ചെക്ക് കേസിലാണെങ്കിൽ പോലും നമുക്ക് ഡിസ്ചാർജ് ആർഗ് ചെയ്യാം. പണ്ട് ഡ്രോപ്പിംഗ് ആയിരുന്നു, ഡ്രോപ്പിംഗ് അല്ല, ഇപ്പം ഡിസ്ചാർജിന് വേണ്ടി ആർഗ് ചെയ്യാം. അത്രയും മാറ്റങ്ങൾ കൊണ്ടുവന്നു. പക്ഷെ ഇതൊന്നും പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന ഒന്നുമില്ല. ആയിക്കൂടി നമ്മളെ സംബന്ധിച്ച് ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും സെഷൻ ഫയൽ പെൻഡിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ 60 ദിവസത്തിന്റെ അത് റൺ ചെയ്ത് തുടങ്ങി. ജൂലൈ 1 റൺ ചെയ്ത് തുടങ്ങി. അപ്പൊ ജൂലൈ ഓഗസ്റ്റ് 30 വരെ നമുക്ക് സെഷൻസ് കേസുകളിൽ ആണെങ്കിലും നിലവാർ ഫയലിലാണെങ്കിലും ഇതിലാണെങ്കിലും ഡിസ്ചാർജ് ഫയൽ ചെയ്യാനുള്ള, പെൻഡിങ് കേസുകളിൽ ഡിസ്ചാർജ് ഫയൽ ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഫയൽ ചെയ്യാനുള്ള ആൾക്കാരൊക്കെ ഈ ഒരു 2 മാസത്തിനുള്ളിൽ ഫയൽ ചെയ്യണം. അല്ലെങ്കിൽ ഡിലേ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നും പറയുന്നില്ല, എന്നാലും കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരിക്കും. എന്നാലും വെറുതെ റിസ്ക് എടുക്കുന്നുണ്ടെങ്കിലും എന്തെങ്കിലും ചാൻസ് ഉള്ള കേസാണെന്നുണ്ടെങ്കിൽ എപ്പോഴേ ഫയൽ ചെയ്യാം. എക്സ്പെർട്ട് എവിഡൻസിനെ സംബന്ധിച്ച് കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്ന്, അയാൾക്ക് എക്സ്പെർട്ടിന് വേണമെങ്കിൽ അയാളുടെ ഒരു ഡെപ്യൂട്ടീനെ വേണമെങ്കിൽ കോടതിയിലേക്ക് വിടാം എവിഡൻസ് കൊടുക്കാൻ, പ്രൊവൈഡഡ് അയാൾ അതിന്റെ പ്രോസസ്സിൽ പങ്കെടുത്തിട്ടുള്ള ആളായിരിക്കണം. അത് എക്സ്പെർട്സിന് എല്ലാ സ്ഥലത്തും പോയി എവിഡൻസ് കൊടുക്കൽ പ്രാക്ടിക്കൽ അല്ല. അപ്പൊ അതുകൊണ്ടാണ് അമെൻമെന്റ് കൊണ്ടുവന്നത്. വേറെ കുഴപ്പം വെച്ചാൽ ഈ ഫോറൻസിക് റിപ്പോർട്ട്, എക്സ്പെർട്ട് റിപ്പോർട്ട് തർക്കിക്കുന്ന കേസുകളിൽ മാത്രമേ സാക്ഷിനെ വിസ്തരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതൊരു റോങ് ആയിട്ടുള്ളൊരു ഐഡിയ ആണ്. വെച്ചാൽ എല്ലാ കേസുകളിലും നമ്മൾ തർക്കിക്കുന്നത് എക്സ്പെർട്ടിന്റെ റിപ്പോർട്ട് ഫോൾസ് ആണെന്നല്ല, മെത്തേഡ് ഹി യൂസ്, സാമ്പിൾസ് ഹി പെറൂസ്, അങ്ങനെയുള്ള സാധനങ്ങളിൽ നമ്മൾ തർക്കിക്കാറുണ്ട്. ചെയിൻ ഓഫ് കസ്റ്റഡി തർക്കിക്കാം, പ്രത്യേകിച്ച് DNA ഒക്കെ വരുമ്പോൾ ചെയിൻ ഓഫ് കസ്റ്റഡി തർക്കിക്കാറുണ്ട്. മെത്തേഡ് ഹാൻഡ് റൈറ്റിംഗ് വരുമ്പോൾ മെത്തേഡ് തർക്കിക്കാറുണ്ട്. അതിന്റെ പ്രോപ്പർ ഫോർമാറ്റിൽ എടുത്തത്, നമ്പർ ഓഫ് ഷീറ്റ്സ് കുറവായിരുന്നു, അങ്ങനെയുള്ള പല സാധനങ്ങളും നമ്മൾ തർക്കിക്കാറുണ്ട്. അപ്പൊ അതൊന്നും ഈ ഒപ്പീനിയൻ ഫോൾസ് ആണെന്നോ ഫാബ്രിക്കേറ്റ് ആണെന്നോ അല്ല, ദ മെത്തേഡ് ത്രൂ വിച്ച് ദാറ്റ് ഒപ്പീനിയൻ വാസ് ഡ്രോൺ, അതിനാണ് തർക്കം. അത് മാത്രമല്ല, ഒരു എക്സ്പെർട്ടിനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് അയാളുടെ എക്സ്പെർട്ടൈസ് അല്ലെ അയാളുടെ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞ് നമുക്ക് വേറെ എക്സ്പെർട്ടിനെ കോട്ട് ചെയ്തിട്ട് നമുക്ക് ക്രോസ് ചെയ്യാം. ആ റൈറ്റും പോകും. ഫോർ എക്സാമ്പിൾ, ഒരു പോയ്സൺ ഡെത്താണ് നേടി. പോയ്സൺ ഡെത്താണ് ഈ എക്സ്പെർട്ടിന്റെ റിപ്പോർട്ടിൽ പറയാണ് ഇയാൾ ഫെയർ സ്കിൻ ആയിട്ടുള്ള ആളാണ്, അയാളുടെ സ്കിൻ ബ്ലൂ ആയിരുന്നു, അതിന്റെ പോയ്സൺ കൊണ്ടാണ് അതിന്റെ എഫക്ട് എന്ന് പറയാണ്. സപ്പോസ് മറ്റൊരു എക്സ്പെർട്ട് പറയാണ് ഈ ഒരു പോയ്സൺ കൊണ്ട് ഉണ്ടാകുന്ന കളർ ചേഞ്ച് റെഡ് ആണ് എന്നൊരു എക്സ്പെർട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഈ എക്സ്പെർട്ടിനെ എങ്ങനെ കോൺട്രഡിക്ട് ചെയ്യാം, എങ്ങനെ ക്രോസ് ചെയ്യാം? ഒൺലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ അതർ എക്സ്പെർട്ടിനെ ട്രീറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ എക്സ്പെർട്ടിനെ ക്രോസ് ചെയ്യുന്നത്. അപ്പൊ അത് ഇന്നേ വേ നമ്മൾ കൊടുക്കുന്നത് എന്താ, കോൺട്രാ എവിഡൻസ് കൊടുക്കുന്നത്, കോൺട്രാ എക്സ്പെർട്ട് എവിഡൻസ് കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒന്നും ഇനി പോസിബിൾ അല്ല എന്നാണ് ഇതിൽ പറയുന്നത്. അതായത് എക്സ്പെർട്ട് എവിഡൻസ് തന്നെ ശരിയല്ല എന്നത് തർക്കം കൊടുക്കണം. അത് അത്രമാത്രം ശരിയാണെന്ന് തോന്നുന്നില്ല, അത് കുറച്ച് ബാഡിൽ ഡ്രാഫ്റ്റാണെന്ന് തോന്നുന്നു. അതിൽ വോയിസ് സാമ്പിൾ എടുക്കാം. നമ്മൾ 311 വന്നപ്പോൾ അതിൽ വോയിസ് സാമ്പിൾസ് പെർമിറ്റ് ചെയ്തിരുന്നില്ല. അത് ഞാൻ 2017 സുപ്രീം കോടതി പറഞ്ഞ് ഇനിയൊരു നിയമം വരുന്നത് വരെ ഞങ്ങളുടെ ഈ ജഡ്ജ്മെന്റ് പ്രകാരം വോയിസ് സാമ്പിൾ എടുക്കാൻ പറഞ്ഞു. അപ്പൊ അതാണ് ചെയ്തിരുന്നത്. അത് സ്റ്റാറ്റ്യൂട്ടിൽ കൊണ്ടുവന്നു. 349 അനുസരിച്ചിട്ട് സ്റ്റാറ്റ്യൂട്ട് റൈറ്റ് ആക്കി. അപ്പൊ ഞങ്ങൾ വോയിസ് കൊടുക്കാൻ പറഞ്ഞാൽ ഇതിനൊക്കെ ആ തർക്കങ്ങളൊന്നും നിൽക്കില്ല. ആർട്ടിക്കിൾ 20 ക്ലാസ് 3 അങ്ങനെ തർക്കങ്ങളൊന്നും നിൽക്കില്ല. വോയിസ് കൊടുത്തേ പറ്റും. അതുപോലെ 294 ഇപ്പോഴത്തെ 294 നമ്മൾ ഇടുന്ന ഡോക്യുമെന്റ്സ്, പ്രോസിക്യൂഷൻ ഡിഫൻസ് രണ്ടുപേർക്ക് 294 ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാം. അതർ പാർട്ടി വിൽ ബി കോൾഡ് അപ്പോൺ ടു ജെന്യുവിനെസ്, ഡൗട്ട് ഓഫ് ജെന്യുവിനെസ്. അതായിരുന്നു അതിനൊരു പീരീഡ് കൊണ്ടുവന്നു. 30 ഡേയ്സിനുള്ളിൽ പറയണം. ഒരു ഡോക്യുമെന്റ് പ്രോസിക്യൂഷനോ ഡിഫൻസോ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിതിൻ 30 ഡേയ്സിനുള്ളിൽ തീരുമാനം ഉണ്ടാക്കണം. അത് ഓപ്പോസിറ്റ് ആയിട്ട് എന്തെങ്കിലും പറയണം. ഒന്നെങ്കിലും അഡ്മിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യുന്നില്ല. അത് നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല. മറ്റൊരു സീരിയസ് ആയിട്ടുള്ള തർക്കം വന്നിട്ടുള്ളത് 356 പുതിയതായിട്ട് കൊണ്ടുവന്നാണ് ട്രയലിന്റെ ആബ്സെൻഷ്യ. പ്രതിയുടെ ആബ്സെൻസിൽ ട്രയൽ നടത്തുന്നത്. അതും എക്സ്പെർട്സിനെ സംബന്ധിച്ച് വലിയൊരു കൺസേൺ ആണ്.
പക്ഷെ ഇതില് രണ്ട് കാര്യങ്ങളുണ്ട്. 2017 സുപ്രീം കോർട്ടില് അന്ന് സുപ്രീം കോർട്ട് പറഞ്ഞു, ബംഗ്ലാദേശ് CRPC കോട്ട് ചെയ്തിട്ട് പറഞ്ഞു ബംഗ്ലാദേശിൽ നിന്ന് സംവിധാനമാണ്, ട്രയൽ ആൻഡ് ആബ്സെൻസ് സംവിധാനമാണ്, അതുകൊണ്ട് നമ്മളത് എക്സ്പ്ലോർ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു ജഡ്ജ്മെന്റിന്റെ ബേസിൽ കൂടിയിട്ടാണ് ബംഗ്ലാദേശ് CRPC കൂടി നോക്കിയിട്ടാണ് നമ്മൾ ഈ അമെന്റ്മെന്റ് കൊണ്ടുവന്നപ്പോൾ. ഈ അമെന്റ്മെന്റ് വന്നപ്പോ പല എക്സ്പെർട്സിന് ഞാൻ കേട്ടു. അപ്പൊ അവരൊക്കെ പറഞ്ഞു വെച്ചാൽ പ്രതി ഇല്ലാതെ തന്നെ പ്രതിയുടെ ആബ്സെൻസിൽ ട്രയൽ നടക്കുന്നത്. അങ്ങനെയല്ല, ഇതിന് വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്, ചാർജ് വായിച്ചതിന് ശേഷം 90 ദിവസം വെയിറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഈ 90 ദിവസം വെയിറ്റ് ചെയ്യുന്നത് ചാർജ് വായിച്ചതിന് ശേഷമാണ്. അതായത് ചാർജ് വായിക്കുന്നത് ഇപ്പോഴും പ്രതിയുടെ പ്രസൻസിലേ പറ്റുള്ളൂ. പ്രതി ഇല്ലാതെ ആരും ചാർജ് വായിക്കാൻ. ഇപ്പൊ ചാർജ് വായിച്ചു ചേർക്കുന്ന സമയത്ത് പ്രതി കൂട്ടിൽ വേണം. അത് ചാർജ് വായിച്ച് ചേർക്കുന്നുണ്ടല്ലോ, അതുപോലെ ഇയാളെ എക്സ്കൗണ്ടർ ആക്കണം, പ്രൊക്ലൈംഡ് ഒഫൻഡർ ആക്കണം. പ്രൊക്ലൈംഡ് ഒഫൻഡർ ആക്കണമെങ്കിൽ മിനിമം 10 കൊല്ലം വേണം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? സെഷൻസ് കേസിൽ മാത്രമേ നടക്കുള്ളൂ. സെഷൻസ് കേസുകളിൽ എക്സ്കൗണ്ടർ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള കേസുകളിൽ അയാള് ട്രയലിന്റെ ഏതെങ്കിലും സ്റ്റേജിൽ അപ്പിയർ ചെയ്തു, അയാൾക്ക് ഡോക്യുമെന്റ്സ് കിട്ടി, അയാൾ വക്കീലിനെ വെച്ചു, അയാള് ചാർജ് വായിച്ചു കേട്ടു. ഇത്രയും സംവിധാനങ്ങൾ ചെയ്തതിന് ശേഷം അബ്സ്കോണ്ട് ചെയ്താലും മാത്രമേ ട്രയൽ ഉള്ളൂ. അല്ലാതെ ആദ്യമേ പിടിച്ചിട്ട് ട്രയൽ നടത്തില്ല. അപ്പോൾ ഈ സേഫ് ഗാർഡ്സ് കഴിഞ്ഞ് ചാർജ് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അത് ആൻസർ ചെയ്തിട്ട് അബ്സ്കോണ്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ ട്രയൽ നടക്കും, പ്രൊവൈഡഡ്. പിന്നെ സേഫ് ഗാർഡ്സ് ഉണ്ട്, അതായത് 2 സമൻസ്, 2 വാറന്റ്, ലോക്കൽ ഡെയിലിയിലെ പരസ്യം, വക്കീലിനെ വെച്ച് കൊടുക്കും, നിയർ റിലേറ്റീവ്സിനെ അറിയിക്കും. ഇത്രയും സേഫ് ഗാർഡ്സിന് ശേഷം മാത്രമാണ് ട്രയലിന് ആബ്സെൻസ് നടക്കുന്നത്. ഇനി ട്രയലിന് ആബ്സെൻസ് നടന്നു കഴിഞ്ഞാൽ വിതിൻ 3 years അപ്പീൽ കൊടുക്കാം. അയാൾ ഹാജരായിട്ട് വിതിൻ 3 years അപ്പീൽ കൊടുക്കാം. അപ്പൊ ആ റൈറ്റും പ്രിസർവ് ചെയ്യുന്നുണ്ട്. പിന്നെ എപ്പോൾ വേണമെങ്കിലും ഡ്യൂറിംഗ് ട്രയൽ ഹി ക്യാൻ കം ബാക്ക് ആൻഡ് പാർട്ടിസിപ്പേറ്റ്. ഇത്രയും സേഫ് ഗാർഡ്സ് കൊടുത്തതിന് ശേഷമാണ് ട്രയലിന് ആബ്സെൻസ് വരുന്നത്. പിന്നെ അതിന്റെ ചെറിയൊരു കുഴപ്പമുള്ള വെച്ച് കഴിഞ്ഞാൽ ട്രയലിൽ പ്രസന്റ് ആണെങ്കിൽ എന്താ ഗുണം? പ്രതി പ്രസന്റ് ആണെങ്കിൽ ഫീസ് കിട്ടും, അല്ലാതെ വേറെ അപ്പൊ പിന്നെ നമുക്ക് ഇൻസ്ട്രക്ഷൻ എടുക്കാം, പക്ഷെ പ്രതിയോട് ചോദിച്ച് മനസ്സിലാക്കാം. പ്രതിക്ക് 313 നേരിട്ട് ആൻസർ ചെയ്യാം. അയാളുടെ സ്വന്തം ഭാഷയിൽ അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം. ഓൺ കൺവെൻഷൻ ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് 323 വെച്ചാൽ അതിൽ ഇയാളുടെ ശിക്ഷയെക്കുറിച്ച്, സെന്റൻസിനെ കുറിച്ച് അയാൾക്ക് പറയാം. പിന്നെ അയാൾക്ക് 315 അനുസരിച്ച് ഇപ്പൊ പഴയ സെക്ഷനുകളൊക്കെ നോക്കിയാണ്, പുതുവേഷനിലേക്ക് വയലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. പഴയ 315 അനുസരിച്ചിട്ട് അയാൾക്ക് ബോക്സിൽ കയറിയിട്ട് അയാൾക്ക് അനുകൂലമായിട്ട് അയാൾക്ക് എവിഡൻസ് കൊടുക്കാം. അപ്പൊ 313 നേരിട്ട് ആൻസർ ചെയ്യാനുള്ളതോ 315 ബോക്സിൽ കയറി ഉത്തരം കൊടുക്കാനോ അല്ലെങ്കിൽ വക്കീലിനെ അഡ്വൈസ് ചെയ്യാനോ സെന്റൻസിനെ കുറിച്ച് പറയാനുള്ള റൈറ്റ്, ഈ റൈറ്റുകൾ എനിക്ക് ഫോർഫീറ്റ്. അപ്പൊ ആ റൈറ്റുകൾ പോകുന്നതിന് അല്ലെങ്കിൽ പിന്നെ അയാളുടെ പ്രസൻസിൽ ട്രയൽ നടക്കാനുള്ള റൈറ്റ്, ഇത്തരം റൈറ്റുകൾ പോകുന്നത് അയാൾ തന്നെ ആ റൈറ്റുകൾ ഫോർഫീറ്റ് ചെയ്യാം, അയാൾ തന്നെ എബ്സ്കോണ്ട് ചെയ്യാം. ചാർജ് വായിക്കുന്നവരെല്ലാം ഉണ്ട്, അതിനുശേഷം അയാൾ എബ്സ്കോണ്ട് ചെയ്യാൻ തീരുമാനിക്കും, എബ്സ്കോണ്ട് ചെയ്യും. അങ്ങനെയുള്ളതിന് ട്രയൽ പിന്നെ കോടതി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഈ പ്രോസസ് നടത്തിയതിനു ശേഷം ട്രയൽ പ്രൊസീഡ് ചെയ്യാം. അതിൽ 321 ഞാൻ നേരത്തെ പറഞ്ഞ 360 വിഡ്രോവൽ ഓഫ് പ്രോസിക്യൂഷൻ, അതിന്റെ സമയത്ത് വിക്ടിമിന് നോട്ടീസ് കൊടുക്കണം. 368 കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നു. അത് ആദ്യം ഒരു മെന്റൽ ഇൽനെസ് ഉള്ള വാക്കാണ് കൊണ്ടുവന്നത്. സെക്ഷൻ 84 IPC 84 മെന്റൽ ഇൽനെസ് ഉള്ള വാക്ക് കൊണ്ടുവന്നു. പക്ഷെ അത് ഒരുപാട് സംഘടനകളും ഹെൽത്ത് മിനിസ്റ്റർ എല്ലാം അത് പറയാൻ ഒബ്ജക്ട് ചെയ്തു. ആ വാക്കെടുത്ത് മാറ്റി, അതൊക്കെ വാക്കെടുത്ത് മാറ്റിയിട്ട് അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് എന്നുള്ള വാക്ക് തിരിച്ചു കൊണ്ടുവന്നു. പക്ഷെ അതിനും ഒരുപാട് തർക്കങ്ങളുണ്ട്. അങ്ങനെ ആയിരുന്നില്ല, കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ടുള്ള ഏതെങ്കിലും വാക്ക് വേണമായിരുന്നതാണ്. പക്ഷെ CRPC പോസിബിൾ ആണ്, ആ മെന്റൽ ഇൽനെസ് പോസിബിൾ ആണ്. പക്ഷെ IPC പോസിബിൾ അല്ല. സെക്ഷൻ 84 ഒരിക്കലും ഇൻസാനിറ്റി കൊണ്ടുവരാൻ പറ്റില്ല. സെക്ഷൻ 84 എപ്പോഴും അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡേ പറ്റുള്ളൂ. ആ പ്രപ്പോസലും അവർ വിഡ്രോ ചെയ്തു. വെച്ചാൽ നമുക്കറിയാം, മാക്നോട്ടൺ റൂൾ വന്നതിന് ശേഷമാണ് നമ്മൾ 1860 IPC ഡ്രാഫ്റ്റ് ചെയ്തത്. ആ സമയത്തും അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡും തന്നെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തത്. 1861 ഇംഗ്ലണ്ടിലെ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോഴും അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് തന്നെയായിരുന്നു. അത് മെന്റൽ ഇൽനെസ് അല്ല. ഇപ്പോൾ അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് പല കോടതികളും, പ്രത്യേകിച്ച് ഇന്ത്യയിലെ കോടതികളുടെ ഒരു ധാരണ വെച്ച് കഴിഞ്ഞാൽ ഭ്രാന്താണെന്നത്. അങ്ങനെയല്ല, ഇൻസാനിറ്റി ആയിട്ട് അതിന് യാതൊരു ബന്ധമില്ല. ഇൻസാനിറ്റി ക്യാൻ ബി വൺ ഓഫ് ദ സിറ്റുവേഷൻസ് ഓഫ് അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ്. സോംനാംബുലിസം, ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കാം, അല്ലെങ്കിൽ എക്സ്ട്രീം ആയിട്ട് നമ്മൾ മരുന്ന് കഴിച്ചിട്ടുണ്ടായിരിക്കും, പോസ്റ്റ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കിടക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും കണ്ട് പേടിച്ചു. നിങ്ങൾ കേട്ടോ പെട്രോറിസ്റ്റിന്റെ ട്രയലിൽ കേട്ടോ, അയാൾ പറഞ്ഞു വെച്ചാൽ ഞാൻ ഭാര്യയെ കണ്ടപ്പോൾ കള്ളനാണെന്ന് വിചാരിച്ചതാണ്, അതുകൊണ്ട് ശരിയായിരിക്കും. അപ്പൊ അങ്ങനെ കള്ളനാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫയർ ചെയ്തതാണ് അയാളുടെ തർക്കം. അപ്പൊ അത് എക്സ്ട്രീം എന്താണ് ഫിയർ, എക്സ്ട്രീം പ്രഷർ കൂടുക, ഷുഗർ കൂടുക, മരുന്ന് കഴിക്കുക, ഉറക്കത്തിൽ എന്തെങ്കിലും ചെയ്യുക, വിശപ്പ് കൂടുക, അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസിൽ ഈ മൈൻഡ് അൺസൗണ്ട് ആവും.
അതാണ് അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ്, അതാണ് സെക്ഷൻ 84. അത് ഇൻസാനിറ്റി ആയിട്ട് യാതൊരു ബന്ധമില്ല. പക്ഷെ നമ്മളുടെ 320, 329, 330 ആ പ്രോസസ്സിൽ അതിൽ എൻ്റെ ഡിഫറെൻ്റ് ആണ്. അത് ഇൻസാനിറ്റി അല്ലെങ്കിൽ ഒരു മെന്റൽ ഇൽനെസ്സുമായിട്ട് വളരെ ക്ലോസ്ലി കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. അതും അൺസൗണ്ട്നെസ് മൈൻഡായിട്ട് വ്യത്യാസമില്ല. പക്ഷെ അതിൽ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ പുതിയ അമെൻമെന്റ് കൊണ്ടുവന്നപ്പോൾ ആദ്യം മെന്റൽ ഇൽനെസ് എന്നുള്ള വാക്ക് കൊണ്ടുവരും, പിന്നീട് അത് എടുത്തു കളയും ചെയ്ത സമയത്ത് മെന്റൽ റിട്ടാർഡേഷൻ അത് കൺസിഡർ ചെയ്തില്ല. നിങ്ങൾക്കറിയാം CRPC-യിലാണെങ്കിൽ മെന്റൽ റിട്ടാർഡേഷൻ ആണെന്നുണ്ടെങ്കിൽ ട്രയൽ ഡ്രോപ്പ് ചെയ്യും, പിന്നെ ഇതിലില്ല. ഇൻസാനിറ്റിയും അതും നല്ല വ്യത്യാസം എന്താ? ഇൻസൈൻ ആണെന്നുണ്ടെങ്കിൽ ക്യാൻ ബി ക്യൂർ, ട്രീറ്റ് ചെയ്തത് ക്യൂർ ചെയ്തിട്ട് ഹി ക്യാൻ ഫേസ് ദ ട്രയൽ. മെന്റൽ റിട്ടാർഡേഷൻ ആണെങ്കിൽ അയാൾക്ക് ഒരിക്കലും ട്രയൽ ഫേസ് ചെയ്യാൻ പറ്റില്ല. ട്രയൽ ഫേസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞാൽ വക്കീലിനെ അഡ്വൈസ് ചെയ്യാൻ പറ്റില്ല, ആൻസർ ചെയ്യാൻ പറ്റില്ല, ഡിഫൻസ് കൊടുക്കാൻ പറ്റില്ല, സെന്റൻസിനെ കുറിച്ച് പറയാൻ പറ്റില്ല. അപ്പൊ അവിടെ അങ്ങനെ ചെറിയൊരു കുഴപ്പം വന്നിട്ടുണ്ട്. അതിൽ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീം നമ്മൾ ഇന്ത്യയിൽ കേരളത്തിൽ അത് വർക്കിംഗ് ആണ്. അത് മഹേന്ദ്ര ചൗള 2019 സുപ്രീം കോർട്ടിലാണ്. മഹേന്ദ്ര ചൗളയിലാണ് സുപ്രീം കോർട്ട് പറഞ്ഞത് ഇന്ത്യ മുഴുവനും വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീം ഉണ്ടാക്കണം. നമ്മൾ സ്കീം ഉണ്ടാക്കി. പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള കേസിന്റെ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീം അനുസരിച്ചിട്ട് വിക്ടിമിന് ഇവിടെ പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്ന ഇവിടുത്തെ ആദ്യത്തെ കേസാണ്. വിക്ടിമിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ആദ്യത്തെ കേസാണ്. ഇതിൽ കേരളത്തിലെ ആദ്യത്തെ കേസാണ്. ഹോം മിനിസ്റ്ററിൽ നിന്ന് നേരിട്ട് ഇടപെട്ടിട്ട് വിറ്റ്നസ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ പ്രൊട്ടക്ഷൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എല്ലാ സ്റ്റേറ്റുകളോടും വീണ്ടും ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പല സ്റ്റേറ്റുകളും ചെയ്തിട്ടില്ല. അത് സാക്ഷി 1999 സുപ്രീം കോടതി, നമുക്കറിയാം സ്ക്രീൻ വെക്കാനും വിക്ടിമിന്റെ റൈറ്റ്സ് ഒക്കെ സാക്ഷിയിലാണ്. സാക്ഷിയിലും യൂണിയൻ പീപ്പിൾസ് യൂണിയൻ 2007 സുപ്രീം കോടതി, ഇതിൽ രണ്ടിലുമാണ് വിറ്റ്നസിന്റെ പ്രൊട്ടക്ഷൻ വന്നത്. അല്ലാതെ നമുക്ക് അവിടെ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ ഉള്ളത് CRPC-യിലും എവിഡൻസ് ആക്ടിലൊക്കെ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ ഉള്ള അവിടെ 195 വിറ്റ്നസിനെ തട്ടം ചെയ്യാൻ പാടില്ല, അത് ഒഫൻസ് ആണ്. 151 എവിഡൻസ് ആക്ടിലും 152 എവിഡൻസ് ആക്ടിലും സ്കാൻഡലസ് ക്വസ്റ്റ്യൻസ്, തട്ടണി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പാടില്ല, അതെല്ലാം വിറ്റ്നസ് പ്രൊട്ടക്ഷൻ ആണ്. വേറെ എവിടെ ഉണ്ട്? 327 അല്ലേ? ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആയിരിക്കണം. പ്രത്യേകിച്ച് റേപ്പ് കേസിലാണെങ്കിൽ ഇൻ ക്യാമറ ആയിരിക്കണം. വിറ്റ്നസിന്റെ മറ്റു ആൾക്കാരും കേൾക്കാൻ പാടില്ല. അത് 27(3) റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഇതെല്ലാം വിറ്റ്നസ് പ്രൊട്ടക്ഷൻ ആണ്. JJ ആക്ടിൽ ട്രയൽ നടത്തുന്നത് വിറ്റ്നസിന്റെ ഐഡന്റിറ്റി ചെയ്യണം. പോക്സോ ആക്ട് സെക്ഷൻ 33 അനുസരിച്ചിട്ട് വിറ്റ്നസിന്റെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആളെ കൂടെ ഇരിക്കണം. ഇന്റിമിഡേറ്റ് ചെയ്യാനുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല, ബ്രേക്ക് കൊടുക്കണം. അങ്ങനെയുള്ള ഒരുപാട് ഇങ്ങനെയുള്ള പല ഭാഗങ്ങളിലായിട്ടാണ് വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീം ഉണ്ടായിരുന്നത്. വിറ്റ്നസ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് പലതരത്തിലാണ്. ഒന്ന്, ഈ പറഞ്ഞ പോലെ വിറ്റ്നസ് കൂട്ടിക്കയറി നിന്ന് കഴിഞ്ഞിട്ടുള്ള പ്രൊട്ടക്ഷൻ. കൂട്ടിക്കയറുന്ന എന്തൊക്കെ പ്രൊട്ടക്ഷൻ ഉള്ളത്? അയാൾ ചീത്ത പറയാൻ പാടില്ല, ഇൻഡീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടില്ല, സ്കാൻഡലസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടില്ല, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ത്രട്ടൺ ചെയ്യാൻ പാടില്ല, ഇന്റിമിഡേറ്റ് ചെയ്യാൻ പാടില്ല. അതെല്ലാം ബോക്സിൽ കയറിയതിനു ശേഷമാണ്. ഇനി ബോക്സിൽ കയറുന്നതിന് മുൻപുള്ളത് എന്താ? അയാളെ ത്രട്ടൺ ചെയ്യാൻ പാടില്ല. കള്ളസാക്ഷി പറയാനോ മൊഴി മാറ്റി പറയാനോ അയാളെ ത്രട്ടൺ ചെയ്യാൻ പാടില്ല. ബോക്സിൽ നിറയിക്കാനാണെങ്കിലോ പിന്നെ അയാളുടെ ലൈഫിൽ ത്രട്ടൺ ചെയ്യാൻ പാടില്ല. ഇതാണ് സാധാരണ നമ്മൾ കാണുന്ന പ്രൊട്ടക്ഷൻ. മറ്റൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്, കുറച്ചുകൂടി ഡീപ്പർ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് വിറ്റ്നസ് മൊഴി കൊടുക്കുമ്പോൾ അയാളുടെ ഐഡന്റിറ്റി അറിയാതെ മൊഴി കൊടുക്കുന്നു. UAPA കേസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും. അതിൽ നമ്മൾ വിസ്തരിക്കുന്ന സാക്ഷികൾ ആരാണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടാവില്ല. നമ്മൾക്ക് തരുന്ന സ്റ്റേറ്റ്മെന്റിൽ എല്ലാം ഈ വിറ്റ്നസിന്റെ പേര്, അയാളുടെ അഡ്രസ്സ്, അയാളുടെ സംബന്ധിക്കുന്ന എന്തെങ്കിലും കാര്യം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ പ്രതിയുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു, സ്കൂൾ ഞങ്ങൾ ഒട്ടിപ്പിച്ച് പഠിച്ചതാണ്, അങ്ങനെയാണെങ്കിൽ ആ ഭാഗം വരെ മാർക്ക് ചെയ്യും, ആ അയാൾ ബ്ലാക്ക് ആൻഡ് ചെയ്യും. ആരാണ് വിറ്റ്നസ് നമുക്ക് അറിയാൻ പറ്റില്ല, സ്റ്റേറ്റ്മെന്റ് കിട്ടുന്നു. ഇനി അയാളെ കോടതിയിൽ വിസ്തരിക്കുന്ന സമയത്ത് അയാൾ വിസ്തരിക്കുന്നത് ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് ഇതിൽ കൂടിയിട്ടാണ്. അങ്ങനെ വിസ്തരിക്കുന്ന സമയത്ത് അയാളുടെ കണ്ണിന്റെ ഭാഗം ബ്ലർഡ് ആയിട്ട് കാണിക്കും. അപ്പൊ നമുക്ക് ആളുണ്ടെന്ന് അറിയാം, ലിപ് മൂവ്മെന്റ് കാണാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ മൊത്തം ബ്ലർഡ് ആക്കും. അപ്പൊ ആരാണെന്നുള്ളത് അറിയാൻ പറ്റില്ല. പക്ഷെ അത് ഒരു ജുഡീഷ്യൽ ഓഫീസറിന്റെ പ്രസൻസിലായിരിക്കും അയാൾ ഇരിക്കുന്നത്, വേറെ ഏതെങ്കിലും കോടതിയിലായിരിക്കും, മുനിസിപ്പലിന്റെ മജിസ്ട്രേറ്റിന്റെ പ്രസൻസിലായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ അയാൾ, ആ ഓഫീസർ ഇയാളുടെ പ്രസൻസും ഐഡന്റിറ്റിയും അവര് സർട്ടിഫൈ ചെയ്യും. അങ്ങനെ കോടതി ആ റൂം മുഴുവനും ഉള്ള വീഡിയോ ക്യാമറ കൊണ്ട് കാണിക്കും. അതെല്ലാം കാണിച്ചു കഴിഞ്ഞിട്ടാണ് ട്രയൽ തുടങ്ങുന്നത്. ട്രയൽ തുടങ്ങുമ്പോൾ ഈ പറഞ്ഞ ബ്ലർഡ് ആയിട്ട് കാണിക്കും. പിന്നെ വിറ്റ്നസിന്റെ സൗണ്ട് കൊണ്ട് പ്രതിക്ക് അയാളെ ഐഡന്റിഫൈ ചെയ്യാൻ തോന്നും. അങ്ങനെ അപ്ലിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ സൗണ്ടും മാനിപ്പുലേറ്റ് ആയിട്ട് മറ്റേ കമ്പ്യൂട്ടറിൽ കാർട്ടൂൺ സിനിമയിലെ കാണുന്ന പോലത്തെ അങ്ങനത്തെ വോയിസ് ആയിരിക്കും നമ്മൾ കേൾക്കുന്നത്. അപ്പൊ അതാണ് മറ്റൊരു ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള വിറ്റ്നസ് പ്രൊട്ടക്ഷൻ. അപ്പൊ ഇത്രയും പ്രൊട്ടക്ഷൻസ് ആണ് വിറ്റ്നസിന് ഉള്ളത്. അപ്പൊ അതിന് വേണ്ട തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കേരളത്തിൽ ഈ പറഞ്ഞതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാ സിറ്റുവേഷനിലും നമ്മൾ കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ മറ്റ് സ്റ്റേറ്റുകളിലും വന്നിട്ടില്ല. പിന്നെ 472 മേഴ്സി പെറ്റീഷൻസ് വളരെ സ്പീഡാക്കി. ഇപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഇതായിട്ട് വർക്ക് ചെയ്യുന്നത് മാത്രമേ. ഇപ്പൊ മേഴ്സി പെറ്റീഷനാണ് വർഷങ്ങളായിട്ട് ഇങ്ങനെ പെൻഡിങ് ആയിട്ട് കിടക്കുക. മേഴ്സി പെറ്റീഷൻ പരിപാടി അറിയാമല്ലോ.
ഈ 94 ശേഷം ധനഞ്ജയ് ചാറ്റർജിക്ക് ശേഷം നമ്മൾ ഇന്ത്യയിൽ ഹാങ് ചെയ്തിട്ടുള്ളത് അഫ്സൽ ഗുരു, പിന്നെ ബോംബെയിലെ ഇൻസിഡന്റിൽ, പിന്നെ ഇവരെ 3 റേപ്പിന്റെ ഡൽഹി ഇൻസിഡന്റിന്റെ ആളുകൾ, അങ്ങനെ ആയിക്കോട്ടെ 5 പേര് 6 പേര് മാത്രമേ നമ്മൾ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞൊരു 94 ശേഷം ഹാങ് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാ കേസും ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെഴ്സി പെറ്റീഷൻ അങ്ങോട്ട് അയക്കും. അപ്പോൾ അവിടുന്ന് മിനിസ്ട്രിയിലേക്ക് റെസ്പോൺസ് ചോദിക്കും. മിനിസ്ട്രി അത് സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് അയക്കും, സ്റ്റേറ്റ് ഗവൺമെന്റ് അത് അങ്ങോട്ട് അയക്കും, ഇങ്ങോട്ട് അയക്കും. അങ്ങനെ തട്ടി കളിക്കും. തട്ടി കളിച്ച് അവസാനം സംഭവിക്കും, ആള് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ നിങ്ങളിപ്പോൾ ബച്ചൻ സിംഗ് വായിച്ചാലും മച്ചി സിംഗ് വായിച്ചാലും അതൊക്കെയാണ് നമ്മുടെ 80 സുപ്രീം കോർട്ടൊക്കെയാണ് അതിന്റെ ഏറ്റവും കൂടുതൽ ഗൈഡ് ലൈൻസ് പറയുന്നത്. രാജേന്ദ്ര പ്രസാദ്, ബച്ചൻ സിംഗ്, മച്ചി സിംഗ് ഇവരാരും ഹാങ് ചെയ്തിട്ടില്ല. ഇവരെല്ലാവരും അടക്കുന്നത് മരിച്ചുപോയി. 5 ഡിസിഷൻ എടുത്ത് കഴിയുമ്പോഴേക്കും 30-40 കൊല്ലം കഴിഞ്ഞാണ് ഡിസിഷൻ വരുന്നത്. പക്ഷേ ഈ മെഴ്സി പെറ്റീഷൻ തട്ടിക്കളിക്കലായിരുന്നു അതായത് അൺഡിക്ലെയർഡ് മൊറട്ടോറിയമാണ് നമുക്ക് ഇന്ത്യയിൽ. അതായത് ഡിക്ലെയർഡ് അല്ലെങ്കിലും അൺഡിക്ലെയർഡ് ആണ് ആരെ ഹാങ് ചെയ്യാറില്ല. അപ്പൊ അത് മാത്രം പ്രൊസീഡ് ആവും. അതായത് ഈ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് വന്നു കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ ഗവർണർക്കും 60 ദിവസത്തിനുള്ളിൽ പ്രസിഡന്റിനും മെഴ്സി പെറ്റീഷൻ കൊടുക്കണം. ഇനി അതിന് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇത് തള്ളിക്കഴിഞ്ഞാൽ 48 മണിക്കൂറിനുള്ളിൽ ജയിൽ സൂപ്രണ്ടിയാണ് അറിയിക്കണം. നിങ്ങൾ 48 മണിക്കൂറിൽ തുടിക്കൊല്ലും എന്ന് അറിയിക്കണം. അങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് ജുഡീഷ്യൽ റിവ്യൂ ഇല്ല. സുപ്രീം കോർട്ടിന് അതിൽ കൈകടത്താൻ പാടില്ല. അതായത് ഇത് സ്പീഡായിട്ട് നടക്കും. അപ്പൊ ഇനി മുതൽ ആർക്കും ഇങ്ങനെ ജയിലിൽ കിടന്ന് മരിക്കേണ്ട ഒരു ഇത് വരില്ല. ഏതാണ്ട് 400ഓളം പേരാണ് എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഡെപ്ലോയിൽ കിടക്കുന്നത്. അവരുടെ കാര്യം സ്പീഡാവുക, വേറെ ഒന്നും സ്പീഡാകാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. അതിലുള്ള കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കെഹാർ സിംഗ് ഇന്ദിരാഗാന്ധി കേസിലും ചൗഹാൻ, സത്രംഗ് ചൗഹാനിലും മാരൂറാണ് 81 സുപ്രീം കോർട്ട്. 81 സുപ്രീം കോർട്ടാണ് ഇതിന്റെ ആദ്യത്തെ തർക്കം വരുന്നത്. ഈ 3 കേസുകൾ 81 സുപ്രീം കോർട്ട്, 89 സുപ്രീം കോർട്ട്, 2014 സുപ്രീം കോർട്ട്, ഈ 3 സുപ്രീം കോർട്ടുകളിലും സുപ്രീം കോർട്ട് വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു പ്രസിഡന്റിന്റെയോ ഗവർണറിന്റെയോ 161 കോൺസ്റ്റിറ്റ്യൂഷനിലോ 72 ആർട്ടിക്കിൾ 72ലെയോ പവേഴ്സ് കനോട്ട് ബി കർട്ടൈൽഡ് ബൈ എനി സ്റ്റാറ്റ്യൂട്ടറി മെത്തേഡ്. അത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. വെച്ചാൽ അവർ സ്റ്റേറ്റിന്റെ ഹെഡാണ്. സ്റ്റേറ്റിന്റെ ഹെഡ് ഇല്ലാണ്ട് സ്റ്റേറ്റ് ഇല്ല. അപ്പൊ അതുകൊണ്ട് സ്റ്റേറ്റിന്റെ ഹെഡിന് കൊടുത്തിട്ടുള്ള പ്രിറോഗേറ്റീവ് ഒരിക്കലും സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് കൊണ്ട് കർട്ടൈൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിലേക്കാണ് കർട്ടൈൽമെന്റ് വരുന്നത്. ഒന്ന്, അവർക്ക് കൊടുക്കുന്ന പീരീഡ് വരെ ഫിക്സ് ചെയ്തു, ഇത്ര ദിവസത്തിൽ കൊടുക്കണം. ഇനി 60 ദിവസത്തിൽ കൊടുത്തില്ല, പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഇത് കേൾക്കാൻ പറ്റില്ല. ആ തരത്തിലാണ് അമെന്റ്മെന്റ് വന്നിട്ടുള്ളത്. പക്ഷെ പ്രസിഡന്റിന്റെ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ഇത്തരത്തില് ഡിലേ വന്നു പോയി ഇതുകൊണ്ട് പ്രസിഡന്റിന്റെ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് പിടിച്ചു വെക്കാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. 61 ദിവസം പെറ്റീഷൻ ആയിട്ട് തരുന്നു, അയ്യോ പീരീഡ് കഴിഞ്ഞു ഇനി ഞാൻ എടുക്കില്ല എന്ന് ഒരു പ്രസിഡന്റും പറയാൻ പാടില്ല. എന്ന് പറയുന്നത് പ്രാക്ടിക്കലല്ല. അപ്പൊ അത് സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ്, സ്റ്റാറ്റ്യൂട്ടുകളുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റുകളെ ബാർ ചെയ്യാണ്. അത് പോസിബിൾ അല്ല. അതുപോലെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് ഒരു മെഴ്സി പെറ്റീഷനെ പറ്റുള്ളൂ, അതും പോസിബിൾ അല്ല. ചില യാക്കൂബ് മേബന്റെ കേസിൽ അത് സുപ്രീം കോർട്ട് 2015 പറഞ്ഞു ഒരു മെഴ്സി പെറ്റീഷൻ എന്നുള്ള റൂളൊന്നുമില്ല. എത്ര തവണ വേണമെങ്കിലും മെഴ്സി പെറ്റീഷൻ കൊടുക്കാം, എത്ര തവണ വേണമെങ്കിലും ജുഡീഷ്യൽ റിവ്യൂവിന് പോകാം. ജുഡീഷ്യൽ റിവ്യൂ ഉണ്ടോ ഇല്ല എന്നുള്ള തർക്കം 2006 വന്നു. പ്രസിഡന്റ് പവറിന് മുകളിൽ ജുഡീഷ്യൽ റിവ്യൂ ഉണ്ട്. സുപ്രീം കോടതി സാധാരണഗതിയിലില്ല. പക്ഷെ അത് ആർബിട്രറി ആണ് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് റീസൺസ് കൊണ്ടാണ് തോന്നുകയാണെങ്കിൽ, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂ ഉണ്ടെന്ന് ഇപ്രൂവിന്റെ കേസിൽ 2006 പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഹൈക്കോടതി വകുപ്പിന്റെ പുതിയ BNS സ്പീഡായിട്ട് നടക്കാൻ പോകുന്നത്. ഇനി പവർ ടു കമ്മ്യൂട്ട് സെന്റൻസ്. നമുക്കറിയാം ഇപ്പൊ ഏത് സെന്റൻസ് വേണമെങ്കിലും ചെറിയ സെന്റൻസ് ആയിട്ടോ ഫൈനായിട്ടോ കൺവേർട്ട് ചെയ്യാം. അതിനൊരു ബാർ വരെയാണ്, അതിനൊരു ഷെഡ്യൂൾ വരെയാണ്. അത് ഡെത്ത് കമ്മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ലൈഫ് കമ്മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 7 ഇയേഴ്സ് കമ്മ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 ഇയർ വരെ, 7 ഇയേഴ്സിന് താഴെ ഉള്ളതാണെങ്കിൽ 5. അപ്പൊ അതായത് പൊളിറ്റിക്കൽ പ്രിസണേഴ്സിന് ഇത് ഈ സാധാരണ പ്രിസണേഴ്സിന് ഇല്ലാത്ത അവകാശങ്ങൾ വെച്ചിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് റിലീസ് ചെയ്യുന്ന പരിപാടികൾ അത് ഇനി പോസിബിൾ അല്ല. പിന്നെ ഷെഡ്യൂൾ കൊണ്ടുവന്നിട്ട് ആ ഷെഡ്യൂളിനുള്ളിൽ നിർത്തുകയാണ്. പിന്നെ ബെയിൽ എന്താണ്, ബോണ്ട് എന്താണെന്നൊക്കെ പറഞ്ഞു. ആന്റിസിപ്പേറ്ററി ബെയിൽ, ഗാങ് റേപ്പില്, മൈനറിന്റെ ഗാങ് റേപ്പില് ആന്റിസിപ്പേറ്ററി ബെയിലില്ല. 18 ഇയേഴ്സിന് താഴെയുള്ള മൈനറിന്റെ ഗാങ് റേപ്പില് ആന്റിസിപ്പേറ്ററി ഇല്ല. പിന്നെ എമൗണ്ട് ഓഫ് ബെയിൽ ഷാൽ നോട്ട് ബി എക്സസീവ്. ഇത്രയും കാര്യങ്ങളാണ് CRPCന്റെ അമെന്റ്മെന്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വലിയ കുഴപ്പമുള്ള അമെന്റ്മെന്റുകളല്ലേ, നമ്മൾ സീരിയസ് ആയിട്ട് തർക്കിക്കേണ്ട, റോട്ട് ഇറങ്ങി അടിയുണ്ടാക്കേണ്ട തരത്തിലുള്ള അമെന്റ്മെന്റുകളൊന്നും ഇതിൽ കാണുന്നില്ല. എല്ലാം തന്നെ പ്രോഗ്രസീവ് ആണ്. മിക്കവാറും എല്ലാം തന്നെ സുപ്രീം കോടതി ജഡ്ജ്മെന്റ്സിനെ അനുസരിച്ചിട്ടാണ്. അല്ലെങ്കിൽ മറ്റ് സ്റ്റഡീസിൽ ഒരുപാട് ഇന്റർനാഷണൽ സ്റ്റഡീസ് അവർ റെഫർ ചെയ്യുന്നുണ്ട് ഈ അമെന്റ്മെന്റുകൾ പാസ്സാക്കുന്ന സമയത്ത്. ഇത്രയും കാര്യങ്ങളാണ് CRPCയിൽ വന്നത്. പിന്നെ എവിഡൻസ് ആക്ട് സാർ കവർ ചെയ്യുന്നുണ്ട്, അപ്പൊ നമുക്കത് ഒഴിവാക്കാം. BNSൽ വന്നിട്ടുള്ളത് അടുത്തത് BNS പേര് വിളിച്ചത് ഭാരതീയ ന്യായ സംഹിത. വേറെ കുഴപ്പമെന്ന് വെച്ചാലേ ഇതൊക്കെ ഈ കുറ്റം പറയാൻ വേണ്ടി കുറ്റം പറയാൻ മാത്രമല്ല, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത എന്നാണ് BNSന്റെ പേര്. അപ്പൊ അതിനെ സംബന്ധിച്ച്
ചില ഭയങ്കര കഠിനമായിട്ടുള്ള അക്കാഡമിഷ്യൻസ് ചില നാഗരിക എന്നുള്ള വാക്ക് വന്നു. എന്താ കുഴപ്പം? നാഗരിക എന്നുള്ള വാക്ക് ഹിന്ദി അറിയാമെന്നല്ലോ, ഞാൻ ഹിന്ദി 2 പ്രാവശ്യം എഴുതിയിട്ട് പാസ്. നാഗരിക എന്ന് പറഞ്ഞാൽ സിറ്റിസൺ, സിറ്റിസൺ എന്നുള്ള അർത്ഥം. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയൊരു സിറ്റിസന് മാത്രമേ ഇതിൽ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. സിറ്റിസൺ അല്ലാത്ത ഒരാള് എന്തെങ്കിലും ഒഫൻസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടില്ല എന്ന് പറഞ്ഞു. ചില സിറ്റിസൺ എന്നുള്ള വാക്ക് അതിൻ്റെ അകത്ത് ചേർത്ത്. അതിൽ സ്റ്റാറ്റ്യൂട്ട് നമ്മൾ എങ്ങനെ തിരിച്ചു മറിച്ച് വായിച്ചാലും അങ്ങനെ സംഭവം ഇതിനകത്തില്ല. സിറ്റിസനെ നോൺ സിറ്റിസനെ തമ്മിൽ തിരിക്കുന്നില്ല. മറ്റൊരു വേറെ റെസ്പെക്ട് പറഞ്ഞാൽ ഇതിൽ ഇന്ത്യ എന്നുള്ള വാക്ക് ഡിലീറ്റ് ചെയ്തു. ഡെഫിനേഷൻ ബോക്സിൽ നിന്ന് ഇന്ത്യ എന്ന് എടുത്ത് കളഞ്ഞു. അത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഇന്ത്യ എന്നുള്ള എടുത്ത് കളഞ്ഞു. അത് പരീക്ഷ നേരമില്ല, പരീക്ഷ തൊഴിലാളികൾ അറിയില്ല. ഇന്ത്യ എന്നുള്ള വാക്ക് എടുത്ത് കളഞ്ഞു. എന്താ കാര്യം? ഇന്ത്യയുടെ ഡെഫിനേഷൻ എങ്ങനെയാണ്? അപ്പൊ ഇവരെന്ന് വെച്ചാൽ ഇത് എന്താണ് ഹിന്ദു ഇതാക്കി ഭാരതീയ എന്നാക്കി, അതുകൊണ്ട് ഇന്ത്യയുടെ പേര് അങ്ങനെയല്ല. ഇന്ത്യയുടെ ഡെഫിനേഷൻ എങ്ങനെയാണ്? ഇന്ത്യ മീൻസ് ടെറിട്ടറി എക്സ്ക്ലൂഡിംഗ് സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. ഇങ്ങനെ പറയാൻ പറ്റുമോ? ജമ്മു ആൻഡ് കാശ്മീർ ഇന്ത്യയുടെ പാർട്ടാക്കി. അപ്പൊ അതുകൊണ്ട് ആ ഡെഫിനേഷൻ ആവശ്യമില്ല, അത് ആ ഡെഫിനേഷൻ പോസിബിൾ അല്ല. അതുകൊണ്ടാണ് അത് എടുത്തു കളഞ്ഞത്. അപ്പൊ ഇങ്ങനെയാണ് ഈ ആളുകൾ ഇതിനെ കുറിച്ച് തർക്കിക്കുന്നത്. എന്നിട്ട് നാഗരിക എന്നുള്ള വാക്ക് ചേർത്ത് ഇന്ത്യ എടുത്തു കളഞ്ഞു, എന്നിട്ട് ഭാരതീയ എന്നുള്ള വാക്കുണ്ട്. ഇതെല്ലാം ഭാരതീയ എന്നുള്ള വാക്കുണ്ടെന്ന് എനിക്ക് ഒരു അഭിപ്രായമില്ല, അത് എനിക്ക് അടിച്ചാൽ പൊട്ടില്ല. അതൊന്നും അത് BNSS ആണ് എനിക്കിപ്പോഴും, അത് മാത്രമേ അതിൽ വരുള്ളൂ. അപ്പോൾ ഇത്തരത്തിലാണ് ആളുകൾ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. പക്ഷെ ഈ BNSന്റെ വന്നിട്ടുള്ള ഇതിൽ പൊതുവെ വലിയ കുഴപ്പമില്ല. നമുക്ക് ചില ഗോൾഡ് മൈൻസ് വരുന്നുണ്ട്. ഈ നമ്മൾ പ്രോമിസ്ഡ് മാരി അങ്ങനെ ചില മൈനുകൾ നമുക്ക് വക്കീലന്മാരെ സംബന്ധിച്ച് ചില ഗോൾഡ് മൈൻസ് ഓപ്പൺ ആണ്. ചൈൽഡിനെ കുട്ടി ആരാണെന്ന് ഡിഫൈൻ ചെയ്ത് ചൈൽഡ് ബിലോ 18 ആക്കി. നിങ്ങൾക്കറിയാം IPCന്റെ പല കുട്ടികളുണ്ടായിരുന്നു. 12 വയസ്സിന് താഴെയുള്ള കുട്ടി, 16 വയസ്സിന് താഴെയുള്ള കുട്ടി, 18 വയസ്സിന് താഴെയുള്ള കുട്ടി. കിഡ്നാപ്പിങ്ങിന്റെ പെൺകുട്ടിക്ക് 18ഉം ആൺകുട്ടിക്ക് 16. അല്ല, അത് ശരിയായിരുന്നില്ല. പിന്നെ പെൺകുട്ടികൾക്കുള്ള ബുദ്ധി കുറവുണ്ടെന്നുള്ള നിലക്കാണ് പെൺകുട്ടിക്ക് 18 കൺസെന്റിന് സമയത്ത് പെൺകുട്ടിക്ക് 18 ആൺകുട്ടിക്ക് 16 ആക്കി. അതിപ്പോ ഒരേപോലെ ആക്കി, രണ്ടുപേർക്കും 18 ആക്കി. അതായത് സെക്ഷൻ 87, 88 ആ ഭാഗത്ത് വരുമ്പോൾ 89 എവിടെയാണ് ചൈൽഡ് ബിലോ 12 അല്ലെ, കൺസെന്റ് പറയുന്നത് ചൈൽഡ് ബിലോ 12 ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കോഡിഫൈ ചെയ്തിട്ട് ചൈൽഡ് എന്നുള്ള വാക്ക് മുഴുവനും ചൈൽഡ് ബിലോ 18 എന്നുള്ള ഒറ്റ ഇതിൽ കൊണ്ടുവന്നു. ട്രാൻസ്ജെൻഡർ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തില്ല. അത് എന്താണെന്ന് ട്രാൻസ്ജെൻഡർ ആക്ട് നോക്കാൻ പറഞ്ഞു. എന്താ ട്രാൻസ്ജെൻഡർ? ആരുടെ ട്രാൻസ്ജെൻഡർ? ആരുടെ ബർത്ത് ഐഡന്റിറ്റി ആണോ ഇപ്പോൾ അയാളുടെ ഐഡന്റിറ്റി അല്ലാത്തത്. ഇപ്പൊ എന്റെ ബർത്ത് ഐഡന്റിറ്റി നഴ്സുമാർ പറഞ്ഞത് മെയിൽ എന്നാണ്. ഞാനിപ്പോൾ ക്ലെയിം ചെയ്യാണ് ഞാനൊരു ഫീമെയിൽ ആണ് എന്ന് ഞാൻ ക്ലെയിം ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ ട്രാൻസ്ജെൻഡർ ആണ്. അതാണ് എൻ്റെ ഏറ്റവും സിമ്പിളസ്റ്റ് ഫോമിൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. ആരുടെ ബർത്ത് ഐഡന്റിറ്റി ആണോ അയാൾ കീപ്പ് ചെയ്യാത്തത്, ആരുടെ ബർത്ത് ഐഡന്റിറ്റിക്ക് എതിരായിട്ടാണോ അയാൾ ക്ലെയിം ചെയ്യുന്നത്, അതാണ് ട്രാൻസ്ജെൻഡർ ആണെന്നത്. അതിന് ഈ അനാറ്റമിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് വരുത്തണമെന്നോ ഓപ്പറേഷൻസ് നടത്തണമെന്നോ സർജറി നടത്തണമെന്നോ ആവശ്യമില്ല. എനിക്ക് മെയിൽ ഹ്യൂമൻ അനാറ്റമി വെച്ചിട്ട് ഐ ക്യാൻ ക്ലെയിം ടു ബി ഫീമെയിൽ. അതിൽ ഫീമെയിലിന് ജനറ്റിക്കലി ഫീമെയിൽ ആയിട്ടുള്ള ഒരു പേഴ്സണ് വിത്ത് ഹെർ ഓൺ അനാറ്റമി ഷീ ക്യാൻ ക്ലെയിം ടു ബി മെയിൽ. അതിന് സർജറി ആവശ്യമില്ല. സർജറി നടത്തിയാലും ഇല്ലെങ്കിലും ദാറ്റ് പേഴ്സൺ ക്യാൻ ക്ലെയിം ടു ബി ട്രാൻസ്ജെൻഡർ. അപ്പൊ ഇതിൽ ട്രാൻസ്ജെൻഡർ എന്തിനാ എക്സ്പ്ലെയിൻ ചെയ്തത്? ട്രാൻസ്ജെൻഡർ എന്തിനാ ചേർത്തത്? ഇത് നമുക്ക് 2013 അമെന്റ്മെന്റ് വന്നു കഴിഞ്ഞപ്പോൾ അതിൽ ഡിസോർബിങ് ആ പുതിയ 354 ABCD വന്നില്ലേ. 354 ABCD എന്തിനാ? അതിനൊരു പാറ്റേൺ ആണ്. 354 ABCD എന്തൊക്കെയാ? സെക്ഷൽ അസോൾട്ട്, ഡിസോർബിങ്, വോയറിസം, സ്റ്റോക്കിംഗ്. ഇതെന്താ? ഈ 4 സാധനങ്ങൾ എന്താണത് കാണിക്കുന്നത്? അതിന് ഓർഡറിൽ ചെറിയ കുഴപ്പമുണ്ട് മാത്രമേ ഉള്ളൂ. ശരിക്കും ഓർഡർ എങ്ങനെയായിരിക്കണം? വോയറിസം, സ്റ്റോക്കിംഗ്, സെക്ഷൽ അസോൾട്ട്, ഡിസോർബിംഗ്. എന്താ ഈ ഓർഡറിന്റെ വ്യത്യാസം? എന്താ ഈ ഓർഡർ മാറ്റിയപ്പോൾ എന്താ വ്യത്യാസം വന്നു? അത് ഇതെല്ലാം ഈ റേപ്പ്, അത് പൊട്ടൻഷ്യലി ഡേഞ്ചറസ് ആയിട്ടുള്ള സെക്ഷൽ ഒഫൻഡറിന്റെ ബേസിക് ക്യാരക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ എന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്സ് ആണ്. ആദ്യം എന്ത് ചെയ്യും? വോയറിസം തുടങ്ങും. അല്ല, ആദ്യം ഒളിഞ്ഞു നോട്ടം തുടങ്ങും. അതിനുശേഷം എന്താവും? അത് ഹാബിറ്റ് ആകുമ്പോൾ എന്താവും? സ്റ്റോക്കിംഗ് ആവും. പിന്നെ പുറകെ പോകാൻ തുടങ്ങും. അതൊരു ഹാബിറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും? സെക്ഷൽ അസോൾട്ട് ആവും, ടച്ചിങ് ആവും. അതൊരു ഹാബിറ്റ് ആവുമ്പോൾ എന്ത് ചെയ്യും? ഡിസോർബിംഗ് ആവും. ഡിസോർബിംഗ് ഹാബിറ്റ് ആവുമ്പോൾ എന്താവും? റേപ്പ് ആവും. അപ്പൊ ഇത് പൊട്ടൻഷ്യൽ സെക്ഷൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ആളുടെ സെക്ഷൽ ബിഹേവിയറിലാണ് ഈ പറഞ്ഞ സാധനങ്ങൾ. അത് നമ്മൾ ഓർഡറിലായിരുന്നില്ല എന്ന് മാത്രം. ഇപ്പോൾ ഓർഡറിലാക്കിയിട്ടില്ല, ഇപ്പോൾ ഓർഡർ എല്ലാവരും ഞാൻ നടക്കും. അപ്പൊ ഇത്തരം സാധനങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ട്രാൻസ്ജെൻഡർ ചെയ്താൽ ഒഫൻസ് ആകും എന്നുള്ള തർക്കമുണ്ട്. ഇപ്പൊ 354 ABCD നോക്കിയാൽ എല്ലാം തുടങ്ങുന്ന എ മാൻ ഈസ് സെറ്റ് ടു കമ്മിറ്റ് എന്നാണ്. അപ്പൊ ഒരു ട്രാൻസ്ജെൻഡർ ഒരു സ്ത്രീയുടെ ഉടുപ്പ് അഴിച്ചു മാറ്റുകയോ ഉടുപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഒഫൻസ് ഇല്ല. അപ്പൊ ട്രാൻസ്ജെൻഡറിനെ സംബന്ധിച്ച് ഹി മേ ലുക്ക് ലൈക്ക് എ മെയിൽ
പേഴ്സൺ മേ ബി ഫീമെയിൽ, അതിൽ തിരിച്ചു ആക്കാം. അപ്പോൾ അയാൾ ചെയ്യുന്നത് അയാളുടെ പർപ്പസ് എന്താണെന്നുണ്ടെങ്കിലും ഡാമേജസ് ഡൺ ടു ദ വിക്ടിം. അതായത് സ്ത്രീയുടെ ഉടുപ്പ് പരസ്യമായിട്ട് ഊരിക്കളയാണെന്നുണ്ടെങ്കിൽ ഡാമേജ് കോസ് ടു ദ വിക്ടിം. അപ്പോൾ ട്രാൻസ്ജെൻഡർ ചെയ്യാണെന്നുണ്ടെങ്കിൽ ഒഫൻസ് വരത്തില്ല, എ മാൻ എന്ന് തുടങ്ങുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചില കൺസിഡറേഷൻസ് വെച്ചിട്ടാണ് ഈ ട്രാൻസ്ജെൻഡറും കൂടെ എൻ്റെ അകത്തേക്ക് ആക്കിയത്. എന്നിട്ട് ഇപ്പൊ ഡിസ്വാബിങ്ങിലും സ്റ്റോക്കിങ്ങിലും ഇതിൽ സാർ കൈവക്കി ഡിസ്വാബിങ്ങിലും സ്റ്റോക്കിങ്ങിലും അത് ജെൻഡർ ന്യൂട്രാക്കി. അപ്പൊ അതിൽ മാനിനും വുമണിനും പ്രതിയാകാം. ബാക്കി ചായ കുടിച്ചു. അപ്പോൾ ഇതാണ് ഈ ട്രാൻസ്ജെൻഡറിന്റെ ഇതിന്റെ ഉൾപ്പെടുത്തിയതിന്റെ പർപ്പസ് അതാണ്. അപ്പോൾ IPC നമുക്ക് 2 തരത്തിലുള്ള ഒഫൻസുകൾ കാണാം. ഒന്ന് ഹൂ ഓവർ തുടങ്ങുന്നത്, പിന്നെ എ മാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ റേപ്പ്, സെക്ഷൽ അസോൾട്ട്, വോയറിസം, ഇത് 3ഉം എ മാൻ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. ബാക്കിയെല്ലാം ഹൂ ഓവർ തന്നെയാണ്. 354 പഴയ 354 നമുക്ക് അറിയാം. നമുക്ക് അതിന്റെ ഹൂ ഓവർ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ആൻഡ് ഹീ എന്ന് പറഞ്ഞിട്ടാണ് അത് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ ഔട്ട്റേജ് ചെയ്യുന്ന മോഡസ്റ്റി പറ്റുമോ? ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുടെ മോഡസ്റ്റി ഔട്ട്റേജ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മാനിന് മാത്രമേ പറ്റുമോ? ഹൂവർ എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും പറ്റും. മാൻ ചെയ്താലും വുമൺ ചെയ്താലും ഒഫൻസാണ്, ജെൻഡർ ന്യൂട്രാണ്. എ മാൻ എന്ന് പറഞ്ഞത്, അതായത് റേപ്പിൽ അവര് എ മാൻ ആണ്. അപ്പോൾ ഓൺലി എ മാൻ ക്യാൻ കമ്മിറ്റ് റേപ്പ്. അപ്പൊ 3-4 സെക്ഷനുകളിൽ മാത്രമേ എ മാൻ റിസർവ് ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാത്തിലും ജെൻഡർ ന്യൂട്രാണ്. അപ്പൊ ജെൻഡർ ന്യൂട്രൽ ആയതുകൊണ്ടാണ് ജെൻഡറിന് ട്രാൻസ്ജെൻഡറിനെ കൂടി ഇതിലേക്ക് ചേർത്തത്. പക്ഷെ ഇപ്പോഴും ചില സിറ്റുവേഷൻസിൽ അത്ര എളുപ്പമല്ല. സപ്പോസ് ട്രാൻസ് മാൻ, അതായത് വുമൺ ആയിരുന്നു, ദാറ്റ് പേഴ്സൺ ക്ലെയിംസ് എ മാൻ, പക്ഷെ അനാറ്റമിക്കൽ ചേഞ്ചസ് വരുത്തിയിട്ടില്ല. സപ്പോസ് അങ്ങനെയുള്ള ആള് അനാറ്റമിക്കൽ ചേഞ്ച് വരാത്തതുകൊണ്ട് ദാറ്റ് പേഴ്സൺ കനോട്ട് ഹാവ് എ പെനൈൽ വെജൈനൽ ഇൻസെർഷൻ, അത് പറ്റില്ല. സപ്പോസ് ദാറ്റ് പേഴ്സൺ ഹാസ് ഇൻസെർട്ട്, ഫിംഗർ ഇൻസെർട്ട് ചെയ്യുന്നതായിരിക്കും. പെൺകുട്ടി ഫിംഗർ ഇൻസെർട്ട് ചെയ്യാനും 13 അമെൻമെന്റിന് ശേഷം ദാറ്റ് എമൗണ്ട് റേറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ ട്രാൻസ് മാൻ വിത്തൗട്ട് ആൻ അനാറ്റമിക്കൽ ചേഞ്ച് ഫിംഗർ ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് പേഴ്സൺ ക്യാൻ ബി ട്രൈഡ് ഫോർ റേപ്പ്. അത് ഡൗട്ട്ഫുള്ളാണ്, അതിപ്പോഴും ചേർന്നിട്ടില്ല. ഇനി തിരിച്ച് ട്രാൻസ് വുമൺ, അനാറ്റമിക്കലി ആൻ എ മാൻ, ദ ക്ലെയിം ടു വുമൺ, അങ്ങനെയുള്ള ഞാൻ ഫിംഗർ ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് എമൗണ്ട് റേറ്റ്. അപ്പൊ ഈ 2 ഏരിയയും ക്ലിയർ അല്ല. പിന്നെ വുമൺ എന്നുള്ളതിൽ ട്രാൻസ്ജെൻഡർ വരും, അതായത് വുമണിനെതിരായിട്ടുള്ള ആക്ട് ട്രാൻസ്ജെൻഡർ ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. സപ്പോസ് ഐ എം എ മെയിൽ having the female anatomy and the person has inserted me, അങ്ങനെയാണെങ്കിൽ can that person be prosecuted for rape? അത് ഡൗട്ട്ഫുൾ ആണ്. അപ്പൊ അങ്ങനെ കുറച്ച് ഗ്രേ ഏരിയ ആയിരുന്നു ഇപ്പോഴും. അപ്പൊ അതും ഇപ്പോഴും ടച്ച് ചെയ്തിട്ടില്ല. അത് വരേണ്ടതായിരുന്നു, പക്ഷെ ഇത്രയും മാറ്റങ്ങളൊക്കെ വരുത്തിയെന്ന് പറയുമ്പോൾ അതായിരുന്നു റീസണബിൾ ആയിട്ട് വരുത്തേണ്ടത്. എന്തായാലും വന്നില്ല. ഫോർഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി ഒരു പുതിയ ഒഫൻസ് ആക്കി, ഒഫൻസ് അല്ല, ഒരു മോഡ് ഓഫ് പണിഷ്മെന്റ് ആക്കി. നേരത്തെ ഉണ്ടായിരുന്നു 2 സെക്ഷനിൽ മാത്രമേ ഫോർഫീച്ചർ ഉണ്ടായിരുന്നു, അത് പക്ഷേ ഇപ്പോൾ വൈഡറാക്കി. പിന്നെ കമ്മ്യൂണിറ്റി സർവീസ്, അതും ഒരു പുതിയൊരു സംവിധാനമല്ല. 1970 ലോ കമ്മീഷൻ റെക്കമെൻഡേഷനിൽ കമ്മ്യൂണിറ്റി സർവീസ് റെക്കമെൻഡ് ചെയ്തിരുന്നു, പക്ഷെ അന്ന് വന്നില്ല. 73 അമെൻമെന്റ് വന്നപ്പോഴും വന്നില്ല. പക്ഷെ ഇതിന്റെ കുഴപ്പമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 6 സെക്ഷനുകളിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഡിഫമേഷൻ, പബ്ലിക് സർവന്റ് എൻഗേജിംഗ് ഇൻ ട്രേഡ്, നോൺ അപ്പിയറൻസ് ഓൺ സമൻസ്, അറ്റംപ്റ്റ് സൂയിസൈഡ് ടു കമ്പനി പബ്ലിക് സർവന്റ്. സൂയിസൈഡ് അറ്റംപ്റ്റ് ഒഴിവാക്കി. ഒരു പബ്ലിക് സർവന്റിനെ കമ്പനി ചെയ്യാനായിട്ട് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുന്നത്, എന്തെങ്കിലും കാര്യം ചെയ്യാനായിട്ട് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുന്നത് ഒഫൻസ് ആക്കി. അതല്ല തെഫ്റ്റിന്റെ ഫസ്റ്റ് ഒഫൻഡർ, 5000 രൂപയുടെ താഴെയുള്ള തെഫ്റ്റുകൾ നടത്തുന്ന ഫസ്റ്റ് ഒഫൻഡർ ആ പ്രോപ്പർട്ടി തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഷാൽ ആണ്. പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അയാളെ ഷാൽ. ചെറിയ കുഴപ്പമുള്ള വെച്ചാൽ നമ്മൾ പഴയ 5 ടൺ ഉണ്ട് മിസ്കോണ്ടക്ട് ഇൻ പബ്ലിക് പ്ലേസസ്. അത് പണ്ട് 24 മണിക്കൂർ തടവും 10 രൂപ ഫൈനുള്ള. അതിനും കൂടി ഈ കമ്മ്യൂണിറ്റി സർവീസ് ഉണ്ട്. അപ്പൊ അതിന് ചെറിയ കുഴപ്പമുണ്ട്. അതായത് ബസ് സ്റ്റാൻഡിലൊക്കെ കിടന്ന് വെള്ളമടിച്ച് ഇംഗ്ലീഷ് പറയുന്ന ആൾക്കാരാണ് ഈ ഇതിൽ പെടുത്തുന്നത്. അപ്പൊ ഈ ആൾക്കാരെ പിടിച്ച് കമ്മ്യൂണിറ്റി സർവീസ് ഏൽപ്പിച്ചാൽ ചോറായിരിക്കും. അതിന് മാത്രമേ എനിക്ക് ചെറിയൊരു സങ്കടമുള്ളൂ. എന്നാലും മറ്റെല്ലാം പോസിബിൾ ആണ്. ഡിഫമേഷൻ, പബ്ലിക് സർവന്റ് എൻഗേജിങ്. പക്ഷെ അതിന്റെ ഡിഫമേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. പബ്ലിക് സർവന്റ് എൻഗേജിങ് ഇൻ ട്രേഡ് ഇതുവരെ ഒരു കേസിലും ശിക്ഷിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ പക്ഷെ അത് മറ്റു പല രാജ്യങ്ങളിലും ഇത് ഒരുപാട് ഒഫൻസുകൾ ഇൻക്ലൂഡിങ് മറ്റേ പ്രിവെൻഷൻ കറപ്ഷൻ അതിൽ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ പർപ്പസ് എന്താ വെച്ചാൽ 2 പർപ്പസാണ്. ഒന്ന്, അവര് ചെറിയ കൂലി മേടിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ പ്യൂണുമാർ 100 രൂപ മേടിച്ച് 200 രൂപ മേടിച്ച് അങ്ങനെ ചെറിയ ഒഫൻസുകൾ പെടുന്ന ആൾക്കാർ, അവർക്ക് കമ്മ്യൂണിറ്റി സർവീസ് കൊടുക്കുന്നത്. ചില ജോലിയിൽ നിന്ന് പിരിച്ചു കൊടുക്കും, അത് കമ്മ്യൂണിറ്റി സർവീസ് കൊടുക്കും, ഫൈൻ ഇമ്പോസ് ചെയ്യും. അപ്പൊ അത് മറ്റ് സ്റ്റാഫിനും മറ്റ് പബ്ലിക് സർവീസിനും ഒരു പാഠമാണ്. ചില കമ്മ്യൂണിറ്റി സർവീസ് ചെയ്യുമ്പോൾ
അവർ ഇത് ചെയ്താൽ ഇങ്ങനെ ഒഫൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ എല്ലാവരും അറിയും എന്നുള്ള ആ ഒരു അങ്ങനെ അത് മറ്റു പല രാജ്യങ്ങളിലും വളരെ വൈഡായിട്ട് ഉപയോഗിക്കുന്നത് വളരെ റെസ്ട്രിക്റ്റഡ് ആക്കി. പിന്നെ സെക്ഷൻ 48 അബറ്റിംഗ് ഫ്രം എ ഫോറിൻ കൺട്രി. ഇന്ത്യയിലെ ഒരു ഒഫൻസ് മറ്റു രാജ്യത്തു നിന്ന് അബറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. നേരത്തെ 48 ഇൻ ഇന്ത്യ എന്നൊരു വാക്കുണ്ടായിരുന്നു. ആ ഇൻ ഇന്ത്യ എടുത്ത് കളഞ്ഞ് അപ്പൊ എന്റെ റിസൾട്ട് ഇതാണ്, മറ്റു രാജ്യത്തിരുന്നിട്ട് ഇന്ത്യയിൽ ഒഫൻസ് അബറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒഫൻസാണ്. സെക്ഷൻ 61 കോമൺ ഒബ്ജക്ട്. ഈ കോൺസ്പിറസി, ക്രിമിനൽ കോൺസ്പിറസി ഡിഫൈൻ ചെയ്യുന്ന സ്ഥലത്ത് കോമൺ ഒബ്ജക്ട് എന്നുള്ള വാക്ക് ചേർത്തു. അത് നല്ല ഉദ്ദേശത്തിലാണ് ചേർത്തെങ്കിലും അത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. ചില നമ്മൾ 141 to 114 ഒഫൻസിംഗ് പബ്ലിക് ട്രാങ്ക്വിലിറ്റിയിലാണ് കോമൺ ഒബ്ജക്ട് എന്നുള്ള വാക്ക് ഉണ്ടായിരുന്നത് എത്ര നാൾ. ആ വാക്കാണ് ഇതിലേക്ക് കോൺസ്പിറസിയിലേക്ക് പോർട്ട് ചെയ്തത്. പക്ഷെ മറ്റെല്ലാ രാജ്യങ്ങളിലും കോമൺ പർപ്പസ് അല്ലെങ്കിൽ കോമൺ ഡിസൈൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ സെക്ഷൻ 10 നോക്കിയാലും അറിയാം, നോക്കിയാലും അറിയാം. അപ്പൊ അതിന് പകരം കോമൺ പർപ്പസോ കോമൺ ഡിസൈൻ എന്നുള്ളതിന് പകരം കോമൺ ഒബ്ജക്ട് എന്നുള്ള വാക്ക് ചേർത്തു. അപ്പൊ കോമൺ ഒബ്ജക്ട് എന്നുള്ള വാക്കിന്റെ മീനിങ് റെസ്ട്രിക്റ്റീവ് മീനിങ് ആയതുകൊണ്ട് അത് ഇനിയിപ്പോ ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻ വന്നിട്ട് ആ വാക്ക് ഇന്റർപ്രിറ്റ് ചെയ്ത് വൈഡറാക്കുന്നിടത്തോളം കാലം അത് അത്ര എളുപ്പമല്ല. ഈ കോമൺ ഒബ്ജക്ട് വെച്ചിട്ട് കോൺസ്പിറസി കൊണ്ടുവരുന്ന എളുപ്പമല്ല. മാത്രമല്ല പ്രോസിക്യൂഷൻ സംബന്ധിച്ച് അഡീഷണൽ ബർഡനാണ് കോമൺ ഒബ്ജക്റ്റിൽ പ്രൂവ് ചെയ്യണം. ഡിഫൻസിനെ സംബന്ധിച്ചും ഡിഫൻസിന് കുറച്ചുകൂടി ഈസാണ്. അതായത് കോമൺ ഒബ്ജക്റ്റ് പ്രൂവ് ചെയ്തില്ല എന്ന് ഒരു ഡിഫൻസ് എടുക്കാം. അതാണ് അതിൽ വന്നിട്ടുള്ള മാറ്റം. മാരിറ്റൽ റേപ്പില് സ്ത്രീയുടെ ഏജ്, വൈഫിന്റെ ഏജ് 18 ആക്കി. അത് 15 വയസ്സായിരുന്നു. 2017 സുപ്രീം കോടതിയിൽ അവർ പറഞ്ഞു 15 അത് ഇനിയൊരു നിയമം വരുന്നവരെ 18 വായിക്കണം. പോക്സോ ആക്ട് എല്ലാം കൂടി കൺസിഡർ ചെയ്തിട്ട് പറഞ്ഞു. അപ്പൊ അത് 18 ആക്കി. പിന്നെയാണ് സെക്ഷൻ 69 ഈ ഫാൾസ് പ്രോമിസ് ഓഫ് മാരേജ്, അത് ഒഫൻസ് ആക്കി. അപ്പൊ അതില് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് വിവാഹ വാഗ്ദാനം നൽകി പെരുപ്പിച്ചത്. അപ്പൊ അത് 1860 സ്റ്റാറ്റ്യൂട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അത്തരം പ്രോമിസുകൾ, അത്തരം ഫാൾസ് പ്രോമിസുകൾ ഈ സ്റ്റാറ്റ്യൂട്ടിന്റെ പരിധിയിൽ കൊണ്ടുവരാനായിട്ട് അവർ ഉദ്ദേശിച്ചിരുന്നില്ല. നിങ്ങൾ ക്ലോസ് 3 നോക്കിയാൽ 375 ക്ലോസ് 3 നോക്കിയാൽ ക്ലോസ് 3, 4 ഒക്കെ നോക്കുമ്പോൾ അറിയാം. ക്ലോസ് 4 നോക്കുമ്പോൾ അറിയാം ഒരേ ഒരു മിസ്കൺസെപ്ഷൻ മാത്രമേ റേപ്പിന്റെ ആംബിറ്റിലേക്ക് കൊണ്ടുവന്നിരുന്നുള്ളൂ. അതായത് ഒരു സ്ത്രീയോട് നിങ്ങളെ നിയമപരമായി വിവാഹം കഴിച്ച ആള് ഞാനാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവരുടെ കൺസെന്റ് വാങ്ങുന്നത് മാത്രമാണ് റേപ്പ് ലോയിൽ 375 ക്ലോസ് 4 ഉണ്ടായിരുന്നത്. മറ്റു ഒരു മിസ്കൺസെപ്ഷൻ ഫാക്ട് റേപ്പ് ലോന്റെ ആംബിറ്റിൽ കൊണ്ടുവന്നിരുന്നില്ല. അതായത് അവർ ഉദ്ദേശിച്ചിരുന്നതാണ്, അതിന് ബൈബിളിക്കൽ റീസൺസ് ഉണ്ട്. ബൈബിളിലെ ചാപ്റ്റർ സൂസന്ന ആ ചാപ്റ്ററിൽ നിന്നാണ് ഈ നിയമങ്ങളുടെ ബേസ് അവിടെ റേപ്പ് ലോന്റെ കൺസെന്റിന്റെ നമ്മുടെ 194 IPCയിലേക്ക് ബേസ് അതിൻ്റെ അകത്താണ്. അപ്പൊ അവിടെ നിന്ന് ആ നിയമങ്ങൾ ഉണ്ടാക്കി വരുമ്പോൾ ഒരു സ്ത്രീ സെക്ഷൽ ഇന്റർകോഴ്സിന് സമ്മതിക്കുകയാണെങ്കിൽ എക്സെപ്റ്റ് ഈ ഒരു സിറ്റുവേഷനിലോ അല്ലെങ്കിൽ പേടിച്ചിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആണെന്നുള്ള തെറ്റിദ്ധാരണയിൽ ഒരാൾക്ക് കൺസെന്റ് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ റേപ്പ് ലോന്റെ പരിധിയിൽ കൊണ്ടുവന്നിരുന്നുള്ളൂ. അതിനുശേഷം 2030 അമെൻമെന്റ് വന്നപ്പോൾ അതിന് എക്സ്പ്ലനേഷൻ 2 കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു കൺസെന്റ് മീൻസ് ആൻ അൺഇക്വൽ വോളണ്ടറി എഗ്രിമെന്റ് ഇൻ വിച്ച് ദ വുമൺ ബൈ വേർഡ്സ് ഓർ കോണ്ടക്ട് എക്സ്പ്രസ് ഹെർ വില്ലിംഗ്നെസ് ഫോർ ദ സ്പെസിഫിക് സെക്ഷൽ ആക്ട്. അങ്ങനെ ആ വാക്ക് കൺസെന്റ് എന്ന വാക്ക് ഡിഫൈൻ ചെയ്തു. അതിന്റെ അർത്ഥം എന്താ? ഒരു സെക്ഷൽ ആക്ടിന് സമ്മതിച്ചു കഴിഞ്ഞാൽ എക്സ്പ്രസോ ഇംപ്ലൈഡ് ആയിട്ടുള്ള ഒരു കൺസെന്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തർക്കിക്കാൻ പാടില്ല. പിന്നെ ഞാൻ അങ്ങനെ വിചാരിച്ചു, ഇങ്ങനെ വിചാരിച്ചു, പൈസ കിട്ടുന്ന വിചാരിച്ചു, ജോലി കിട്ടുന്ന വിചാരിച്ചു, വിവാഹം കഴിക്കുന്ന വിചാരിച്ചു, അങ്ങനെ തർക്കങ്ങൾ ബാർ ചെയ്യാനായിട്ടാണ് 2030 ഈ അമെൻമെന്റ് കൊണ്ടുവന്നത്. അപ്പൊ 1860-ലും 2013-ലും ഈ അമെൻമെന്റുകൾ കൊണ്ടുവരുന്ന സമയത്തും ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്തും അവരുടെ മനസ്സിലുണ്ട് ഇത് വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. പക്ഷേ ഈ കേസുകൾ ഇങ്ങനെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുകൊണ്ട് വരാൻ തുടങ്ങുകയും കോടതികൾ അത് അനാവശ്യമായിട്ട് സെക്ഷൻ 90 IPCയിലേക്ക് പോയിട്ട് മിസ്കൺസെപ്ഷൻ ഓഫ് ഫാക്ട് എന്നുള്ള തരത്തിൽ ഇന്റർപ്രറ്റ് ചെയ്യാൻ തുടങ്ങി. 2003 ഉദയിന്റെ കേസ് കൊണ്ടു കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു അങ്ങനെ പറ്റില്ല, അത് പെർസെ അത് ആദ്യമേ ഇയാൾക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നില്ലെങ്കിൽ വേണമെങ്കിൽ ഒഫൻസ് വരാം, അല്ലാത്തൊരു കേസിൽ ഒഫൻസ് വരില്ല. സബ്സിക്വന്റ് ആയിട്ട് ആ പ്രോമിസ് ബ്രേക്ക് ചെയ്ത് വെച്ചിട്ട് ഒഫൻസ് വരില്ല എന്ന് പറഞ്ഞു. എന്റെ സൂര്യപാൻ പവാർ വന്നു കഴിഞ്ഞപ്പോൾ അത് വളരെ ക്ലിയർ ആയി. അപ്പൊ ആ 2003-ക്കും മേ ബി 2011 ആ പീരീഡിലുള്ള ജഡ്ജ്മെന്റുകളെല്ലാം റേപ്പ് ലോ നിൽക്കില്ല എന്നുള്ള തരത്തിൽ തന്നെ കൊണ്ടുവന്നു. ടു ദ മോസ്റ്റ് ചീറ്റിംഗ് നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുനടക്കായിരുന്നു. അപ്പൊ അതെല്ലാം കൂടി കണക്കാക്കിയിട്ട് സെക്ഷൻ 69 കൊണ്ടുവന്നു. ഫാൾസ് പ്രോമിസ് ഓഫ് മാരേജ് അത് ഒഫൻസ് ആക്കി. അത് 10 വർഷം വരെയുള്ള ഒഫൻസ് ആക്കി. പക്ഷെ അതൊന്നും വലിയ കുഴപ്പമില്ല. പക്ഷെ അതിന് താഴെ ഒരു എക്സ്പ്ലനേഷൻ കൊണ്ടുവന്നു. ആ എക്സ്പ്ലനേഷൻ പറഞ്ഞു ഈ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറഞ്ഞു ഈ ഫാൾസ് പ്രോമിസ് ഓഫ് പ്രൊമോഷൻ ഓർ എംപ്ലോയ്മെന്റ് അങ്ങനെയാണെങ്കിൽ ഒഫൻസ് വരുന്നത്. അപ്പൊ അവിടെയാണ് കുഴപ്പം.
എക്സ്പ്രഷനിൽ പറഞ്ഞ ബോഡിയിൽ കുഴപ്പമില്ല, ബോഡിയിൽ ഫാൾസ് ഫോംസ് ഓഫ് മാരേജ് ക്യാൻ അമൗണ്ട് ടു ആൻ ഒഫൻസ്, അത് കുഴപ്പമില്ല. ചിലത് ഈ സെക്ഷൽ ആക്ടിവിറ്റിയും മാരേജുമായിട്ട് സോ ക്ലോസ്ലി കണക്ട്. പഴയ സബ്സിക്വന്റ് കോപ്പുല എന്ന് പറയുന്ന റോമൻ പ്രിൻസിപ്പിൾസ് ഉണ്ട്, അതിൽ നിന്നാണ് ഇതിന്റെ എല്ലാ റൂട്ടൊക്കെ വരുന്നത്. അങ്ങനെയാണ് ഒരുപാട് ആന്റിക്വിറ്റി ഉള്ളൊരു ഒരു സിറ്റുവേഷനാണ് ഒഫൻസ് സെക്ഷൽ ആക്ടിവിറ്റിയും മാരേജ്. പക്ഷെ അതിൽ ഈ എക്സ്പ്രഷൻ കൊണ്ടുവന്നിട്ട് അവർ പറഞ്ഞ് ഫാൾസ് ഫോംസ് ഓഫ് എംപ്ലോയ്മെന്റ് ഓർ ഫാൾസ് ഫോംസ് ഓഫ് പ്രൊമോഷൻ ഓൾസോ അട്രാക്ട് ആൻ ഒഫൻസ്. അപ്പൊ എന്റെ അർത്ഥം എന്താ? ഇഫ് ഇറ്റ് ഇസ് എ ഗുഡ് പ്രോമിസ് ദാറ്റ് കനോട്ട് ബി ആൻ ഒഫൻസ്. അപ്പോൾ ജോലി കൊടുക്കാമെന്നോ അല്ലെങ്കിൽ പ്രൊമോഷൻ കൊടുക്കാമെന്നോ പ്രോമിസ് നല്ലതാണെന്നുണ്ടെങ്കിൽ അത് ഒഫൻസ് ഇല്ല. അതായത് അപ്പൊ എന്ത് സംഭവിക്കും? അത്തരത്തിലുള്ള എന്തിനാ ജോലിയും പ്രൊമോഷനൊക്കെ എന്തിനു വേണ്ടിയില്ല? ഓൺലി ഫോർ മോണിറ്ററി ഗെയിൻ അല്ല, വേറെ പ്രത്യേകിച്ച് നാട്ടുകാർ സഹായിക്കാണെന്നല്ല. അപ്പൊ ജോലി കിട്ടാനായിട്ടോ പ്രൊമോഷൻ കിട്ടാനായിട്ടോ ഒരു പെൺകുട്ടി ഒരാൾക്ക് കീഴടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. അത് ഫോൾസ് ആയാലും മാത്രമേ കുഴപ്പമുള്ളൂ. അതായത് എക്കണോമിക് കൺസിഡറേഷൻസ് will be treated as a valid consideration for the purpose of having sex. അത് നമ്മളുടെ രാജ്യത്ത് ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ അനുവദിക്കാത്തിടത്തോളം കാലം അത് ശരിയല്ല. പക്ഷെ പ്രോസ്റ്റിറ്റ്യൂഷൻ ഒഫൻസ് അല്ലാത്ത രാജ്യങ്ങളിലാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൺട്രിയിലാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സൊസൈറ്റി എന്നാണെന്നെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള സൊസൈറ്റിയിൽ, അതായത് എക്കണോമിക് കൺസിഡറേഷൻ ഇതിന്റെ ഒരു വാലിഡ് കൺസിഡറേഷൻ അല്ല എന്ന് കരുതുന്ന ഒരു സൊസൈറ്റിയിൽ ഈ എക്സ്പ്രഷൻസ് ഇറ്റ് ഇസ് ബാഡ് ഉണ്ടാവും. ഇതിങ്ങനെയാണ്. ഞാനൊരു പെൺകുട്ടിക്ക് ചെക്ക് കൊടുക്കുകയാണ്, 5 ലക്ഷത്തിന് ചെക്ക് കൊടുക്കുകയാണ്, ആൻഡ് ഷീ കൺസേൺസ് ഫോർ സെക്സ്. സബ്സിക്വന്റ് ചെക്ക് ബൗൺസ് ചെയ്തു, ക്യാൻ ഷീ പ്രോസിക്യൂട്ട്? ചെക്ക് ബൗൺസ് ചെയ്തിട്ട് പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റും? എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. ചേച്ചിക്ക് ചിരിക്കും. ചെക്ക് ബൗൺസ് ചെയ്താൽ പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ, പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ചെക്ക് ഓണർ ചെയ്യണം. അതായത് പൈസ കൊടുത്താൽ കുഴപ്പമില്ല, പൈസ കൊടുത്തില്ലെങ്കിൽ ഒഫൻസ് ആണ്. അപ്പൊ ആ സെയിം പ്രിൻസിപ്പിൾസിലേക്കാണ് ഇത് പോകുന്നത്. ഫാൾസ് ഫോംസ് ഓഫ് മാരേജ് അല്ല, ഫാൾസ് ഫോംസ് ഓഫ് എംപ്ലോയ്മെന്റ് ഓർ പ്രൊമോഷൻ. ആ പെൺകുട്ടിയുടെ കാര്യം നല്ല വെച്ചേക്കുക, പ്രൊമോഷൻ മുഴുവൻ കൊടുക്കുന്നുണ്ടോ? അപ്പൊ അങ്ങനെ ചില കുഴപ്പങ്ങളുണ്ട്. അപ്പൊ ഈ സെക്ഷൻ 69 കൊണ്ടുവന്നപ്പോൾ അതിൽ അപ്പാരന്റ്ലി ഗുഡ് ലുക്കിംഗ് ആണെങ്കിലും അതിന്റെ എക്സ്പ്ലനേഷൻ ഹാസ് ഡിസ്ട്രോയ്ഡ് ദ ബേസിക് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഈ പറഞ്ഞ ഓഫൻസുകളുടെ അതിന്റെ മൊറാലിറ്റിയിൽ ചെറിയൊരു തർക്കം ഉണ്ടാക്കുന്ന സാധനമാണ്. പിന്നെ വേറെ കുഴപ്പമുള്ള വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പ്രോമിസ് ഗുഡായാൽ മതി, ജോലി കൊടുക്കാമെന്ന് പറയുന്നത്. ആ പ്രോമിസ് ചെയ്യുന്ന സമയത്ത് ബോണഫൈഡ് പ്രോമിസ് ആണെന്നുണ്ടെങ്കിൽ അത് സബ്സിക്വന്റ് ആയിട്ട് ബ്രേക്ക് ചെയ്താലും കുഴപ്പമില്ല. പ്രോമിസ് കൊടുക്കുന്ന സമയത്ത് പ്രോമിസ് വാലിഡ് ആയിരിക്കും. ഇനി റിപ്പോർട്ടിംഗ് ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് 2 വർഷത്തെ ഒഫൻസ് ആക്കി. നേരത്തെ പറഞ്ഞ പോലെ ഡിസ്റോബിങ്ങും വോയറിസവും അത് രണ്ടും ജെൻഡർ ന്യൂട്രൽ. നേരത്തെ എ മാനി സെറ്റ് ആയിരുന്നു ഡിസ്റോബിങ്ങിൽ, എ മാനി സെറ്റ് ആയിരുന്നു വോയറിസം. അത് രണ്ടും ഇപ്പൊ മാനിനും ഫീമെയിലും, മാനിനും വുമണിനും 2 പേർക്കും ഒഫൻഡേഴ്സ് ആകാം. സെക്ഷൻ 95, 96, 97 ഇത് 3ആണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. 95 ഒരു കുട്ടിയെ ഒരു ഒഫൻസിന് വേണ്ടി ഹയർ ചെയ്യുന്നു. കുട്ടിയെ വാടക എടുത്തിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു വീടിനകത്ത് കയറണം, വെന്റിലേറ്ററിൽ കൂടി കയറണം. അവർ കുട്ടിയെ ഹയർ ചെയ്തിട്ട് കുട്ടീനെ വെന്റിലേറ്ററിൽ കയറ്റാണ്, കുട്ടി വന്നിട്ട് വാടക തുറന്നു കൊടുക്കുക. അതാണ് ഹയറിംഗ്. സാധാരണ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് അത് കുട്ടികൾ ഉപയോഗിക്കുന്നതിന്റെ. അല്ലെങ്കിൽ മറ്റേതെങ്കിലും സിറ്റുവേഷൻ, ഒരു വീട്ടിൽ നിന്ന് സാധനം എടുത്തുകൊണ്ട് വരാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി കുട്ടീനെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 10 വർഷം വരെയുള്ള ഒഫൻസ് ആക്കി. പക്ഷെ അതിന് ചെറിയൊരു കുഴപ്പമുള്ള വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരേ സെക്ഷനിൽ തന്നെ 2 പണിഷ്മെന്റ് കിട്ടും. കുട്ടീനെ ഉപയോഗിച്ചാൽ ഉള്ളൊരു പണിഷ്മെന്റ് പ്ലസ് ആ ഒഫൻസ് ചെയ്താൽ. അപ്പൊ 380 കമ്മിറ്റ് ചെയ്യാനായിട്ട് കുട്ടീനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് 3 to 10 years, 380 ചെയ്തതിന് അതിൻ്റെ ഒരു അഡീഷണൽ പണിഷ്മെന്റ്. പക്ഷെ അത് രണ്ടും കൂടി വർക്ക് ചെയ്യുമെന്നുള്ളത് ഡൗട്ട്ഫുൾ ആണ്. കാരണം വെച്ചാൽ ഈ കുട്ടി ഉപയോഗിക്കുന്നത് ദാറ്റ് ഇസ് എ പ്രിപ്പറേഷൻ. ആ ഒഫൻസ് ചെയ്യാനുള്ള പ്രിപ്പറേഷനാണ് കുട്ടീനെ ഉപയോഗിക്കുന്നത്. ആ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ അറ്റംപ്റ്റ് വഴിയാണ് ഒഫൻസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ പ്രിപ്പറേഷനും അറ്റംപ്റ്റിനും കൂടി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഒരേ സെക്ഷനിൽ പറ്റില്ല. ഇപ്പൊ 307 ഡിസ്റ്റിങ്ക്ട് ഒഫൻസ് ആണ്, 302 വേറെ ഒഫൻസ് ആണ്. 307 അറ്റംപ്റ്റ് കമ്മിറ്റ് മർഡർ ആണ്, 302 മർഡർ ആണ്. 302 കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 307 പണിഷ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. 307 മെർജിൻ 302. അപ്പൊ അങ്ങനെയാണ് കുട്ടീനെ ഹയർ ചെയ്ത് ഒഫൻസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒഫൻസ് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഹയർ ചെയ്തതിന് പണിഷ്മെന്റ് പോസിബിൾ ആണ്. ഒഫൻസ് നടന്നു കഴിഞ്ഞാൽ ഒഫൻസിന് പോസിബിൾ ആണ്, പക്ഷെ ഇതിന് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് രണ്ടും കൂടി ഒറ്റ സെക്ഷൻ ആയതുകൊണ്ട് ഡൗട്ട്ഫുൾ ആണ്. ഇനിയിപ്പോ സുപ്രീം കോർട്ട് പറയാതിരിക്കും അങ്ങനെയാണ്. അതുപോലെ 18 വയസ്സിന് താഴെയുള്ള ഏതെങ്കിലും കുട്ടിയെ, ആൺകുട്ടിയോ പെൺകുട്ടിയോ ഇല്ലിസിറ്റ് ഇന്റർകോഴ്സിന്, അതായത് പോക്സോ ആക്ട് വന്നപ്പോൾ നമുക്കറിയാം മെയിൽ ഓൾസോ ക്യാൻ ബി എ വിക്ടിം, മെയിൽ ഓൾസോ ക്യാൻ ബി ആൻ ഒഫൻഡർ. അപ്പൊ ആ തരത്തിൽ ഇതിലേക്ക് IPC കൊണ്ട് കൊണ്ടുവന്നു. പക്ഷെ അത് ഓൾറെഡി പോക്സോയിൽ കവേർഡ് ആണ്, എന്തായാലും അതിൽ കൊണ്ടുവന്നു. അതൊരു 10 വയസ്സിന് താഴെയുള്ള കുട്ടിയെ മോഷിക്കുക, കുട്ടിയെ കിഡ്നാപ്പ് ചെയ്യുക ഫോർ ദ പർപ്പസ് ഓഫ് കമ്മിറ്റിംഗ് തെറ്റ് ഫ്രം ദ ചൈൽഡ്. മാലയോ മോതിരോ അരഞ്ഞാണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മോഷിക്കാൻ വേണ്ടിയിട്ട് കുട്ടിയെ കൊണ്ടുപോകുന്നത് ഒഫൻസ് ആക്കി 7 years. പിന്നെ നമ്മൾ 303
ലൈഫ് കമ്മിറ്റിംഗ് മർഡർ അത് തിരിച്ച് റീഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് 104 കൊണ്ടുവന്നിട്ട് ലൈഫ് കമ്മിറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഡെത്ത് ഓർ റിമൈൻഡർ ഓഫ് ദാറ്റ് പേഴ്സൺസ് നാച്ചുറൽ ലൈഫ്. അങ്ങനെ പെനോൾട്ടി മിത്ത് വേഴ്സസ് സ്റ്റേറ്റ് യൂണിയനിൽ സുപ്രീം കോടതി പറഞ്ഞു മിത്ത് അൺകോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, പെനോൾട്ടി അൺകോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ പെനോൾട്ടിയിൽ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, ഡെത്ത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ, ലൈഫ് ഇംപ്രിസൺമെന്റ് ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് അൺകോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ലൈഫ് ഇംപ്രിസൺമെന്റ് കൂടി കൂട്ടിയിട്ട് അത് റീഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ ചെറിയൊരു കുഴപ്പമുള്ള വെച്ചാൽ the person undergoing life sentence committing a murder can be hanged. അപ്പൊ അത് ഓൺ ആൻ അസംപ്ഷൻ ദാറ്റ് ഇയാൾ കിടക്കുന്നത് മർഡറിനാണെന്നുള്ള അസംപ്ഷനിലാണ് അത് ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ മർഡറിനാണ് കിടക്കുന്നതെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഫോർ എക്സാമ്പിൾ 409 IPC 409 പബ്ലിക് സർവന്റ് മിസ്അപ്രോപ്രിയേറ്റിംഗ് മണി, അതിനാണെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെന്റ് കിട്ടാം. അപ്പൊ അങ്ങനെ കിടക്കുന്ന ആളെ ഒരു പബ്ലിക് സർവന്റിന് അവിടെ വെച്ചൊരു ജയിലിൽ വെച്ചൊരു കൊലപാതകം നടത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോപ്പറേഷനെ ജയിലിനെ കൊണ്ടുകഴിഞ്ഞാൽ അയാൾക്ക് വേണമെങ്കിൽ ഡെത്ത് കൊടുക്കാന്നുള്ള തരത്തിലാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പൊ അതിൽ ഒഫൻസ് ഓറിയന്റഡ് അല്ല, സെന്റൻസ് ഓറിയന്റഡ് ആണ്. അത് ഒഫൻസ് സ്പെസിഫിക് ആക്കേണ്ടതായിരുന്നു. അതായത് എ പേഴ്സൺ അണ്ടർഗോയിങ് ലൈഫ് സെന്റൻസ് ഫോർ എ മർഡർ. അതിന്റെ ഹിസ്റ്റോറിക്കൽ റീസൺ നോക്കിയാൽ ഇത് ജയിലേഴ്സിന് ജയിലർമാരായിരിക്കുന്ന സമയത്ത് ഈ സ്വാതന്ത്ര്യപ്പെട്ട ആൾക്കാരും അല്ലാത്ത ഡെക്കോയിറ്റ്സോ അങ്ങനെയുള്ള ആൾക്കാർ, വലിയ ഗാങ്ങുകളിൽ വരുന്ന ആൾക്കാർ ഈ ജയിലർമാരെ കൊണ്ടുവരുന്നു, സായിമാരെ കൊണ്ടുവരുന്നു. പിന്നെ ജയിലിൽ അവർ തമ്മിൽ അടിയുണ്ടാകും, അതിനകത്ത് കൊലപാതകം നടക്കും. അത് പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് പെനോൾട്ടി കൊണ്ടുവന്നത്. അപ്പൊ നമുക്ക് ആ സിറ്റുവേഷൻ ഇല്ലെങ്കിൽ പോലും അപ്പൊ രണ്ടാമത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു സ്പെസിഫിക് അല്ല, ഏത് ഒഫൻസിലാണ് അയാൾ കിടക്കുന്നത് എന്നുള്ള സ്പെസിഫിക് അല്ല. പിന്നെ കൾപ്പബിൾ ഹോംസ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ നോട്ട് 4 മിനിമം പണിഷ്മെന്റ് കൊണ്ടുവന്നു. നേരത്തെ മിനിമം പണിഷ്മെന്റ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ മിനിമം പണിഷ്മെന്റ് പാർട്ട് 1 മിനിമം 5 years കൊണ്ടുവന്നു. ഫൈൻ മാൻഡേറ്ററി ആക്കി. 106 ഡെത്ത് കോസിംഗ് നെഗ്ലിജൻസ് 304A ഇപ്പൊ 106 ആണ്. അതില് സാധാരണ ആളുകൾക്ക് 5 വർഷം, ഡോക്ടേഴ്സ് അവരുടെ എന്തെങ്കിലും പെർഫോം ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ, മെഡിക്കൽ ഇന്റർവെൻഷന്റെ സമയത്താണെന്നുണ്ടെങ്കിൽ, ആ സമയത്ത് പേഷ്യന്റ് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് 2 വർഷം. അപ്പൊ ഇത് ആദ്യം വന്നപ്പോൾ നിങ്ങൾ ഡോക്ടർമാരെന്നെ വിളിച്ചാൽ സാറേ നമുക്ക് അറിവ് സൗകര്യമല്ല. അപ്പൊ അവര് വിചാരിച്ചാൽ അവര് വണ്ടി ഓടിച്ചടിച്ചാലും 2 വർഷം എന്നാണ്. അങ്ങനെയല്ല, അവര് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് മരിച്ചാൽ 2 വർഷം, നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 5 വർഷം, അങ്ങനെയാണ്. പക്ഷെ അതിന്റെ പാർട്ട് 2 സെക്കൻഡ് പാർട്ട് വന്നില്ല. അതായത് ഹിറ്റ് ആൻഡ് റൺ ആദ്യം ബില്ലിൽ ഉണ്ടായിരുന്നെങ്കിലും അവസാനം ബില്ല് പാസ്സായ സമയത്ത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ നോക്കിയാൽ എക്സെപ്റ്റ് 106(2) മാത്രം ഇപ്പോഴും നോട്ടിഫൈ ചെയ്തിട്ടില്ല. അത് നമ്മളുടെ ഗുണം കൊണ്ടല്ല, ലോറിക്കാർ സമരം ഉണ്ടാക്കി, ഡൽഹിയിലെ ലോറിക്കാർ ജംഗ്ഷനിലേക്ക് ഇറങ്ങി അടിപ്പായം ഉണ്ടാക്കി. അപ്പൊ അത് ഏറ്റു. നമ്മൾ പറഞ്ഞൊന്നും അതിൽ എടുത്തില്ല, ലോറിക്കാർ പറഞ്ഞത് അവർക്ക് മനസ്സിലായി ഇത് അത്ര ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അത് നോട്ടിഫൈ ചെയ്തില്ല. അതിന് സീരിയസ് ആയിട്ടൊരു ഡിഫക്റ്റ് ഉണ്ടായിരുന്നു. ലോറിക്കാരെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യാണ്ട് പോയാൽ 10 കൊല്ലം, റിപ്പോർട്ട് ചെയ്യാതെ എസ്കേപ്പ് ചെയ്താൽ 10 കൊല്ലം. അപ്പൊ എങ്ങനെ റിപ്പോർട്ട് ചെയ്യും? പോലീസിനോ മജിസ്ട്രേറ്റിനോ റിപ്പോർട്ട് ചെയ്യാനാണ്. അപ്പൊ എന്ത് ചെയ്യണം? പോലീസിനടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മളെ വിളിച്ചെടുത്തിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മജിസ്ട്രേറ്റിനടുത്ത് പോകണം. മജിസ്ട്രേറ്റ് പോയിട്ട് എന്ത് പറയും? സാറേ ഞാൻ വണ്ടി അടിച്ച ഒരാൾ മരിച്ചു. അതിന്റെ പോലീസിനടുത്ത് എന്ത് പോയിട്ടെന്ന് പറയും? ഞാൻ വണ്ടി അടിച്ച ഒരാളെ മരിച്ചു. അപ്പൊ ദാറ്റ് വിൽ അമൗണ്ട് കൺഫ്യൂഷൻ. സെക്ഷൻ 26 ദാറ്റ് വിൽ ബിക്കം എ ജുഡീഷ്യൽ കൺഫ്യൂഷൻ. അപ്പൊ ജുഡീഷ്യൽ കൺഫ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ 10 കൊല്ലം കിട്ടില്ല എന്നുള്ളൂ. പക്ഷെ അപ്പൊ 5 കൊല്ലം ഉറപ്പായി. ഇനി ഇത് പറയാണ്ട് ഓടിപ്പോയി കഴിഞ്ഞാൽ 10 കൊല്ലം. അപ്പൊ നമുക്ക് ഒരു ട്രയൽ നടത്താനുള്ള സ്കോപ്പെങ്കിലും ഉണ്ട്. മറ്റങ്ങനെയല്ല, നമ്മളോട്ട് കൺഫ്യൂസ് ചെയ്യണം. കൺഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉറപ്പായിട്ട് 5 കൊല്ലം കിട്ടും. അപ്പൊ അത് പോയി കിട്ടി. അപ്പൊ അത് തൽക്കാലം അത് നോട്ടിഫൈ ചെയ്തിട്ടില്ല. ബാക്കിയെല്ലാം നോട്ടിഫൈ ചെയ്തു. പിന്നെ ഇത് വലിയൊരു സംഭവമായിട്ട് പറഞ്ഞ മോബ് ലിഞ്ചിങ് ഒഫൻസ് ആക്കി എന്ന് പറഞ്ഞു. പക്ഷെ അത് എങ്ങനെ വായിച്ചിട്ട് അത് മോബ് ലിഞ്ചിങ് ഒഫൻസ് ആയിട്ട് കാണുന്നില്ല. വെച്ചാല് 103 ആണ് ഇപ്പോഴത്തെ 302. അതിൽ പറഞ്ഞു 5 അതിലധികം പേരോ ചേർന്നിട്ട് ഓൺ ദ ഗ്രൗണ്ട് ഓഫ് റേസ്, കാസ്റ്റ്, കമ്മ്യൂണിറ്റി, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്, ലാംഗ്വേജ്, പേഴ്സണൽ ബിലീഫ് ഓർ എനി അതർ സിമിലർ ഗ്രൗണ്ട്, ഇങ്ങനെ ഏതെങ്കിലും റേഷ്യൽ പ്രജുഡിസോട് കൂടിയോ കാസ്റ്റ് പ്രജുഡിസോട് കൂടിയോ 5 അതിലധികം പേരോ ചേർന്ന് ഒരു കൊലപാതകം ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഡെത്തോ ലൈഫോ കിട്ടും. 5 പേര് ചേർന്ന് ഈ ഗ്രൗണ്ടുകളിൽ ചെയ്താൽ അയാൾക്ക് ഡെത്തോ ലൈഫോ കിട്ടും. അപ്പൊ 5 പേര് നമ്മൾ ചീട്ട് കളിച്ചോണ്ടിരിക്കുമ്പോൾ ചെയ്താലോ അപ്പോഴും ഡെത്തോ ലൈഫോ കിട്ടുള്ളൂ. 4 പേര് ചെയ്താലോ അപ്പോഴും ഡെത്തോ ലൈഫ് കിട്ടും. ഒരാൾ ചെയ്താലും ഡെത്തോ ലൈഫ് കിട്ടും. അപ്പൊ ബിസിനസ് എന്താ പറയാ, ഒരു പ്രത്യേകിച്ച് യാതൊരു ഗുണമില്ലാത്ത സെക്ഷനാണ്. അപ്പൊ 5 പേര് ചെന്ന് ഈ ഗ്രൗണ്ടുകളിൽ ചെയ്താലും, ചീട്ട് കളിച്ച് വഴക്കുണ്ടാക്കിയാലും, ബാറിലടി അടി ഉണ്ടാക്കിയാലും, ബാർ ഹൗസിൽ അടി ഉണ്ടാക്കിയാലും ഒഫൻസും മർഡർ തന്നെയാണ്. പണിഷ്മെന്റ് സെയിം ആണ്. ഒരു പ്രിസംപ്ഷൻ പോലും കൊടുത്തില്ല. അല്ലെങ്കിൽ പ്രിസംപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് ഫോർ ദ ഡിഫൻസ് ടു പ്ലീഡ് അങ്ങനെ എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റിങ്ക്ട് ഒഫൻസ് ആണെന്ന് പറയാം. പക്ഷെ ഇത് മർഡർ തന്നെയാണ്. ഒരു വ്യത്യാസമില്ല. നോട്ട് ഒരു ബേസിക് കൺസെപ്റ്റ് യാതൊരു വ്യത്യാസമില്ല. പക്ഷെ അത് പറയണം മോബ് ലിഞ്ചിങ് ഒഫൻസ് ആക്കുന്ന. അതുപോലെ ഓർഗനൈസ് ക്രൈംസ്
അതായത് 78 UN കൺവെൻഷൻ ഓൺ ക്രൈംസിലാണ് ഈ ക്രൈംസ് ഒരു ഒഫൻസ് ആയെന്ന്, ക്രൈംസ് അല്ല, ഇത് ആളുകൾ ക്രൈംസ് ഒരു ബിസിനസ് ആയിട്ട് എടുത്തു എന്ന് പറയുന്നത്. വക്കീലന്മാരെ കുറിച്ചല്ല കേട്ടോ, ഈ ഇങ്ങനെ ദാവൂദ് ഇബ്രാഹിം പോലത്തെ അങ്ങനെ വലിയ വലിയ ആൾക്കാരുണ്ട് നമ്മളുടെ അന്നദാതാക്കൾ. അപ്പൊ അവര് ഒഫൻസ് ചെയ്യുന്നു, അവർ PR വെക്കുന്നു, അവർക്കൊക്കെ ടാക്സി ഡ്രൈവർ എല്ലാ സെറ്റപ്പുമായിട്ട് ഒരു ഓഫീസായിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. നമ്മളിത് സ്റ്റാൻഡിംഗ് കൗൺസിലുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ബിസിനസ് ആയിട്ട് കൊണ്ടു നടക്കുന്നത് ഐഡന്റിഫൈ ചെയ്യുകയും അത് എല്ലാ രാജ്യങ്ങളിലും തന്നെ, നമ്മളാണ് ഏറ്റവും അവസാനം അത് ആക്സെപ്റ്റ് ചെയ്യുന്നത്, എല്ലാ രാജ്യങ്ങളിലും തന്നെ അത് ഓർഗനൈസ് ക്രൈം എന്നുള്ളതിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ അതിന് കുറച്ച് ഡെഫിനിഷൻ ഒക്കെ പറയുന്നുണ്ട്. 10 കൊല്ലത്തിനുള്ളിൽ ഇത്ര കേസുകൾ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ക്രൈം സിൻഡിക്കേറ്റ് എന്ന് വിളിക്കുക. അവർ ചെയ്യുന്ന കിഡ്നാപ്പിംഗ്, റോബറി, വെഹിക്കിൾ തെഫ്റ്റ്, എക്സ്റ്റോർഷൻ, ലാൻഡ് ഗ്രാബിംഗ്, കോൺട്രാക്ട് കില്ലിംഗ്, എക്കണോമിക് ഒഫൻസസ്, സൈബർ ക്രൈംസ്, അങ്ങനെയെല്ലാം ചെയ്യുന്നത് എല്ലാം ഈ പറഞ്ഞാൽ ഓർഗനൈസ് ക്രൈം എന്നുള്ള ഡെഫിനിഷനിൽ കൊണ്ടുവന്നു. പിന്നെ അതിന് തന്നെ പെറ്റി ഓർഗനൈസ് ക്രൈം ഉണ്ട്. അതായത് പോക്കറ്റ് അടി, സ്നാച്ചിങ്, ചീറ്റിംഗ്, unauthorized selling of tickets, betting, gambling, selling of public examination question papers, ജില്ലാജിയുടെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോർത്താണെന്നുണ്ടെങ്കിൽ അതിൽ 1 വർഷം മുതൽ 7 വർഷം വരെ തടവ് കിട്ടും. അത് പെറ്റി ഓർഗനൈസ് ക്രൈമാണ്. അപ്പൊ ഇങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ട് ക്രൈം ചെയ്യുന്ന ആൾക്കാരെ ക്രൈം സിൻഡിക്കേറ്റ് എന്നുള്ള പേര് കൊടുത്തിട്ട് 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ട് അത് ഒഫൻസ് ആക്കി. പക്ഷെ അതിന്റെ പണിഷ്മെന്റ് എല്ലാം വളരെ കൂടുതലാണ്, മിനിമം പണിഷ്മെന്റ് കൂടുതലാണ്. 5 ലക്ഷം രൂപയൊക്കെയാണ് ഫൈൻ. നല്ല സീരിയസ് ആയിട്ടുള്ള ഇതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അത് നല്ലൊരു വെൽക്കമിങ് ആയിട്ടുള്ളതാണ്. ടെററിസ്റ്റ് ആക്ടിവിറ്റി, അത് പക്ഷേ ഒരുമിച്ച് ചെയ്യണമെന്നില്ല. ആ സിൻഡിക്കേറ്റ് ആരെങ്കിലും ഒരാൾ ഒറ്റയ്ക്കോ കൂട്ടായിട്ടോ ചെയ്താലും ഒഫൻസ് വരും. ടെററിസ്റ്റ് ആക്ടിവിറ്റി അത് UAPA സെയിം ഒഫൻസ് ആണ് ഇതിലേക്ക് ഫേസ് ചെയ്തിട്ടുള്ള. എക്സെപ്റ്റ് ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് ഹൈ ക്വാളിറ്റി കൗണ്ടർഫീറ്റ് ഒഴിവാക്കിയിട്ടുണ്ട്, ബാക്കിയെല്ലാം ഇതിനകത്തുണ്ട്. അപ്പൊ അത് ആണ് മറ്റൊരു തർക്കം. അതായത് ഒരു സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ടിൽ ഈ നിയമങ്ങളെല്ലാം ഉണ്ടായിരിക്കുക. എന്തിനാണ് ഇത് IPC കൊണ്ടുവന്നത്? പിന്നെ IPC കൊണ്ടുവന്നാലുള്ള ബുദ്ധിമുട്ട് എന്താണ്? എന്തുകൊണ്ട് മറ്റേതിന് ചാർജ് ചെയ്തുകൂടാ? പിന്നെ ഇതിൽ കൊണ്ടുവരണം, IPC ചാർജ് ചെയ്യണം, UAPA ചാർജ് ചെയ്യണം എന്നുള്ളത് ഇത് സോറി DYSP ടു ഡിസൈഡ്. അവിടേക്കാണ് തർക്കമുള്ളത്. അപ്പൊ DYSP വിചാരിച്ചാൽ IPC ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ബെയിൽ കിട്ടും. 43D UAPA ആക്ടിന്റെ ബാർ വരില്ല. പക്ഷെ UAPയിലാണെങ്കിൽ പല പല സാങ്ഷൻസ് വേണം, സെൻട്രൽ ഗവൺമെന്റ് സാങ്ഷൻ ഒക്കെ വേണം. ആ സാങ്ഷൻ ഒന്നും IPCയിലാണെങ്കിൽ വേണ്ട. അപ്പൊ അങ്ങനെ ചെറിയ അത് കുറച്ച് ടെക്നിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഹൈപ്പർ ടെക്നിക്കലായിട്ടുള്ള സിറ്റുവേഷനാണ്. പിന്നെ 124 സെഡിഷൻ ക്ലാസ്സിൽ സെഡിഷനുള്ള വാക്കെടുത്ത് മാറ്റിയിട്ട് വേറെ ചില വാക്കുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ചില വാക്കുകൾ പ്രോപ്പർലി എക്സ്പ്ലെയിൻഡ് അല്ല, ഡിഫൈൻഡ് അല്ല എന്നൊക്കെയാണ് വലിയ തർക്കങ്ങൾ പറയുന്നത്. പക്ഷെ അതിൽ മെൻസ്രിയ വേണം എന്ന ഒരു ഇത് ആഡ് ചെയ്തു. മെൻസ്രിയെ കൂടി പ്രൂവ് ചെയ്താൽ മാത്രമേ ഒഫൻസ് വരുന്നുള്ളൂ. ആ അയർലൻഡിൽ നിന്നുള്ള 1-2 കേസിന്റെ ബേസ് ചെയ്തിട്ടാണ് ഇന്റർനാഷണൽ ഇതിന്റെ ഇത് വരികയും അതിൽ 2 നോട്ടീസ് സെപ്പറേറ്റ് ചെയ്ത ആൾക്കാരെ അറസ്റ്റ് ചെയ്യുക, ഒരു സെഡിഷന് ട്രൈ ചെയ്ത സംഭവങ്ങളുണ്ട്. അപ്പൊ അതിലാണ് പറയുന്നത് ആ നോട്ടീസ് സെർവ് ചെയ്ത ആള് ദ നോളജ് ദാറ്റ് ഇറ്റ് ഈസ് സെഡീഷ്യസ്, അങ്ങനെ നോട്ടീസ് സെർവ് ചെയ്താൽ മാത്രമേ ഈ ക്യാൻ ബി കൺവിക്റ്റഡ്. അതിലാണ് ലോകം മുഴുവനും അങ്ങനത്തെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. അതനുസരിച്ചിട്ടാണ് നമ്മളും ചേഞ്ച് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഗ്രീവിയസ് സെറ്റിലും വിക്ടിം പെർസിസ്റ്റന്റ് വെജിറ്റേറ്റീവ് സ്റ്റേജിലാകുകയാണെങ്കിൽ, അത് അരുണ രാമേന്ദ്രന്റെ കേസ് നമുക്കറിയാം, അതായത് കഴുത്തിൽ ചങ്ങലിട്ടിട്ട്. അപ്പൊ അത് പെർസിസ്റ്റന്റ് വെജിറ്റേറ്റീവ് സ്റ്റേജിൽ 30-35 വർഷം ബോംബെയിലെ കിങ്സിൽ കിടന്നിരുന്നു. അങ്ങനെയുള്ള സ്റ്റേജിലാക്കുകയാണെന്നുണ്ടെങ്കിൽ 10 years ലൈഫ് ഇംപ്രിസൺമെന്റ്, അതിന്റെ പണിഷ്മെന്റ് വളരെ കൂട്ടി. അതിൽ ഗ്രീവിയസ് സെറ്റ് ഇപ്പൊ 20 ദിവസം കിടക്കണമുണ്ട്. അപ്പൊ അത് 15 ദിവസമായി. 15 ദിവസം കിടന്നു കഴിഞ്ഞാൽ 10 കിട്ടിയാൽ 15 ദിവസം കിടന്നതിന്റെ ഒഫൻസ് ആണ്. പിന്നെ അതിനൊക്കെ മിനിമം 1 year കൊണ്ടുവന്നു, മാക്സിമം എക്സ്റ്റെൻഡ് ടു 10 years. അത്ര സാധനങ്ങൾ കൊണ്ടുവന്നു. പിന്നെ സ്നാച്ചിങ് പുതിയ ഒഫൻസ് ആക്കി. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതായത് പെട്ടെന്ന് പൊട്ടിച്ചപ്പോൾ ഓടിച്ചപ്പോൾ മാല പൊട്ടിച്ചപ്പോൾ പെട്ടെന്ന് ഓടിയാൽ തെറ്റ് സ്നാച്ചിങ്, പതുക്കെ പോയാലും തെറ്റ്, അങ്ങനെയാണ്. പക്ഷെ 2 പണിഷ്മെന്റ് 3 വർഷമാണ്. അപ്പൊ എന്തിനാണത് മനസ്സിലായില്ല. പിന്നെ ഈ ഒഫൻഡർ ഓർഡർ, അപ്പൊ പെൺകുട്ടി സ്കൂട്ടറൊക്കെ പോകാൻ നമ്മൾ സൈഡിൽ നിന്നൊക്കെ പിടിച്ചാൽ കുഴപ്പമില്ല. പെൺകുട്ടിയാണ് മൂവ് ചെയ്യേണ്ടത്, ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന പെൺകുട്ടിയാണ്. അപ്പോൾ ഒഫൻസ് അല്ല, അപ്പൊ തെറ്റാണ്. തെറ്റാണെങ്കിൽ സ്നാച്ചിങ് ആണെങ്കിലും 3 വർഷം പണിഷ്മെന്റ് ഉള്ളൂ. അങ്ങനെ സ്നാച്ചിങ് ഒഫൻസ് ആക്കുന്നതാണ്. നേരെ ഇരിക്കട്ടെ. ഇത്രയാണ് മേജറായിട്ട് ചേഞ്ചസ് വരുത്തിയത്. ഇനി ഒമിഷൻസ് വന്നത്, അറ്റംപ്റ്റ് കമ്മിറ്റ് സൂയിസൈഡ് ഒമിറ്റ് ചെയ്തു. അത് വെൽക്കമിങ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ചില റൈറ്റ് ടു ലൈഫ്, പർമീന്ദർ കൗറിൽ ഗ്യാൻ കൗർ, ഈ 2 ഡിസിഷൻസിലാണ് സുപ്രീം കോർട്ട് അത് സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നത്. അപ്പോൾ ഇത് റൈറ്റ് ടു ലൈഫിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് റൈറ്റ് ടു ഹാവ് എ ഡീസെന്റ് ഡെത്ത്. മാന്യമായിട്ട് ജീവിക്കുക എന്നുള്ളതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് മാന്യമായിട്ട് മരിക്കുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഇത് മാറ്റണം, ഇതിൽ നിന്ന് മാറ്റണം എന്നുള്ളത് കൊണ്ടുവന്നത്. അപ്പൊ അങ്ങനെ അത് കാലാനുസൃതമായിട്ടുള്ള ഒരു മാറ്റം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിനിടയ്ക്ക് സുപ്രീം കോടതി ഒരു ചെറിയ ചേഞ്ച് വരുത്തി. പക്ഷെ ഇപ്പോഴും നോട്ട് മറ്റേ അബറ്റ്മെന്റ് ടു കമ്മിറ്റ് സൂയിസൈഡ് പോയിട്ടില്ല, അറ്റംപ്റ്റ് മാത്രമേ പോയിട്ടുള്ളൂ. അബറ്റ്മെന്റ് പോസിബിൾ ആണ്. ഒരുപാട് രാജ്യങ്ങളിൽ അങ്ങനെയാണ്. അറ്റംപ്റ്റ് പണിഷബിൾ അല്ല, അബറ്റ്മെന്റ് പണിഷബിൾ ആണ്.
പിന്നെ ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാക്കാനല്ല അവൻ്റെ 226 ഒരു പുതിയ ഒഫൻസ് കൊണ്ടുവന്നു. അതായത് പബ്ലിക് സർവന്റിനെ കമ്പൽ ചെയ്യാനായിട്ട്. എനിക്ക് മുനിസിപ്പൽ സെക്രട്ടറി തന്നില്ലെങ്കിൽ ഇതിന്റെ മുകളിൽ നിന്ന് ചാടും എന്ന് പറഞ്ഞ് ഇതിന്റെ മുകളിൽ നിൽക്കാമെന്നുണ്ടെങ്കിൽ പബ്ലിക് സർവന്റ് കമ്പൽ ചെയ്യാനായിട്ട് ആരെങ്കിലും സൂസൈഡ് അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ 226 ഒഫൻസ് കൊണ്ടുവന്നു. പിന്നെ 310 ഒഴിവാക്കി ബീങ് എ തഗ്. അപ്പൊ തഗ്ഗുകൾക്ക് സന്തോഷിക്കാവുന്ന ഒരു സാധനമാണ് ബീങ് എ തഗ്ഗായിട്ട്, അതായത് കൊള്ളക്കാരനായിട്ട് നടക്കുന്നവർക്ക് ഇപ്പോൾ കുഴപ്പമില്ല. ചൈൽഡ് സ്റ്റീലിംഗ് തഗ്ഗിന്റെ ഡെഫിനിഷൻ ഒക്കെ അറിയാം. ഈ പിള്ളേർ പിടുത്തക്കാർ സ്ഥിരമായിട്ട് ഒഫൻസ് മർഡർ ചെയ്യുന്ന ആൾക്കാർ അവരെയൊക്കെ ഒഴിവാക്കി. പിന്നെ അഡൾട്ടറി ഒമിറ്റ് 497 കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കളഞ്ഞ്. അപ്പൊ സ്ത്രീ സമത്വം കൊണ്ടുവന്ന് പറഞ്ഞു അഡൾട്ടറി എടുത്തു കളഞ്ഞു അല്ലേ. അപ്പൊ ആർക്കെ ഗുണം കിട്ടിയത്? ആണുങ്ങൾക്ക് ഗുണം കിട്ടിയത്. ആണുങ്ങളെ ഞാൻ പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. എന്നാലും സ്ത്രീ സമത്വം വന്നു പറഞ്ഞത് അത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും വന്നിട്ടുണ്ടാവും. 377 അൺനാച്ചുറൽ ഒഫൻസ് കംപ്ലീറ്റ് എടുത്തു കളഞ്ഞു. അതും ചെറിയൊരു എനിക്ക് അബദ്ധം പറ്റിയ എന്ന് പറഞ്ഞൊരു സാധനമാണ്. ചില സുപ്രീം കോടതി പറഞ്ഞത് കൺസെൻഷ്യൽ സെക്ഷൽ ആക്ടിവിറ്റി among the സെയിം സെക്സ് അത് ഒഫൻസ് അല്ലാതെ പറഞ്ഞു. അല്ലാതെ ബെസ്റ്റിയാലിറ്റിയോ നോൺ കൺസെൻഷ്യൽ സെക്ഷൽ ആക്ട് ഒഫൻസ് അല്ലാതെ സുപ്രീം കോടതി പറഞ്ഞില്ല. പക്ഷെ എടുത്തു കളഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? എല്ലാം എടുത്തു കളഞ്ഞു. അപ്പൊ ഇപ്പോ ഈ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ജയിലുകളിലാണ്. ജയിലുകളിലാണ് മെയിൽ റേപ്പ് വളരെ പ്രോമിനന്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ നടക്കുന്ന മെയിൽ റേപ്പുകൾ ജയിലിലാണ് നടക്കുന്നത്. അങ്ങനെയുള്ള ഇതില് ഒഫൻസ് അല്ല. ഇപ്പൊ 18 വയസ്സിന് താഴെയാണെന്നുണ്ടെങ്കിൽ പോക്സോയിൽ വരും. പക്ഷെ ഒരു 18 വയസ്സ് കഴിഞ്ഞ ഒരു പുരുഷൻ മറ്റൊരു പുരുഷനെ റേപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിപ്പോ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റാറ്റ്യൂട്ടിൽ നിന്ന് പോയി. അത് ചിലപ്പോൾ റീഇൻട്രൊഡ്യൂസ് ചെയ്യായിരിക്കും, ഏതെങ്കിലും പാർട്ട് റീഇൻട്രൊഡ്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റേറ്റ് അമെന്റ്മെന്റ്സ് പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. 153AA അത് ആംഡ് ഡ്രിൽസ്. അപ്പോൾ വടിവാള ഭാഗത്തേക്കായിട്ട് ഡ്രില്ല് നടത്താം. അതുകൊണ്ട് കുഴപ്പമില്ല. ഒറ്റയ്ക്ക് പോയത് ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ അതിൽ ഒഫൻസ് വരും. അതിപ്പോൾ പോലീസ് ആക്ട് അനുസരിച്ചുള്ള കുഴപ്പമില്ല. അപ്പോൾ ഡ്രില്ല് നടത്തിയാൽ കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും കൂടി പോകുകയാണെങ്കിൽ അത് എടുത്ത് മാറ്റി. പിന്നെ ഒഫൻസ് അഗെയിൻസ്റ്റ് കോയിൻസ് 246 to 254 അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി. എക്സെപ്റ്റ് ഒരു സെക്ഷൻ വെച്ച് ബാക്കി എല്ലാം ഒഴിവാക്കി. അത് വേറെ ഒന്നല്ല, ഈ കോയിൻ അടിക്കലിപ്പോൾ മുതലാവില്ല. ഈ മെഷീനൊക്കെ സംഘടിപ്പിച്ച് കൂടാനൊക്കെ നടത്തി ഈ കോയിൻ മെറ്റൽ എല്ലാം കൂടി കൊണ്ടുവരുമ്പോൾ അതിൽ നിന്ന് അടിക്കുന്ന കോയിന്റെ വാല്യൂ ഇതിനേക്കാളും ഒരുപാട് ഇരട്ടി വരും. അതുകൊണ്ട് ഇന്റർനാഷണൽ സ്കൂളിൽ തന്നെ കോയിൻ അടിക്കലുകാർ പോയി. അപ്പൊ അതുകൊണ്ട് ആ സെക്ഷൻ എടുത്ത് കളഞ്ഞു. വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് എടുത്ത് കളഞ്ഞു. അതിപ്പോൾ ആ ആക്ടുകൾ വന്നതുകൊണ്ട് സ്റ്റാറ്റ്യൂട്ട് വന്നുകൊണ്ട് അതിന്റെ ആവശ്യമില്ല, അതെല്ലാം എടുത്ത് കളഞ്ഞു. ട്രേഡ് മാർക്കിനെ സംബന്ധിച്ചുള്ള 478 480 അത് ട്രേഡ് മാർക്ക് ആക്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഇത്രയും സാധനങ്ങൾ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്, ട്രേഡ് മാർക്സ്, കോയിൻസ്, ഇത്ര സാധനങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒമിറ്റ് ചെയ്തു. പ്ലസ് ആംഡ് ഡ്രിൽസ്, അൺനാച്ചുറൽ ഒഫൻസ്, അഡൾട്ടറി, ബീയിങ് എ തഗ്, അറ്റംപ്റ്റ് ടു കമ്മിറ്റ് സൂസൈഡ്. ഇത്ര സാധനങ്ങളാണ് IPC മാറ്റം വരുത്തിയിട്ടുള്ളത്. എവിഡൻസ് ആക്ട് സാർ ഓൾറെഡി കവർ ചെയ്തെന്ന് പറഞ്ഞു. എന്നാൽ ഒറ്റ വാക്കിൽ പറയാം, എവിഡൻസ് ആക്ടിൽ മാറ്റം വരുത്തിയത് ഇലക്ട്രോണിക് എവിഡൻസിനെ സംബന്ധിച്ചുള്ള എല്ലാ വാക്കുകളും ആഡ് ചെയ്തു. 65AB എല്ലാം റീഡ്രാഫ്റ്റ് ചെയ്ത് എല്ലാം പ്രോപ്പറാക്കി. കൺഫെഷൻ ടു കോക്യൂസ് അത് ഇപ്പൊ നമ്മളുടെ സെക്ഷൻ 30 അനുസരിച്ചിട്ട് ഇപ്പൊ 4 പ്രതികളുണ്ട്, ഒരു പ്രതി എബ്സ്കോണ്ടിങ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂട്ടുപ്രതിയുടെ കൺഫെഷൻ ആ പ്രതിക്കെതിരായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ആ പ്രതിയുടെ കൺഫെഷൻ കൂട്ടുപ്രതിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. എല്ലാവരും ട്രയൽ ഫേസ് ചെയ്യാം. അതാണ് സെക്ഷൻ 30. അതിൽ നമ്മൾ നേരത്തെ കണ്ട 356 അത് ട്രയലിന്റെ ആബ്സെൻഷ്യ വന്നു. ട്രയലിന്റെ ആബ്സെൻഷ്യ വന്നപ്പോൾ പ്രതി എബ്സ്കോണ്ടിങ് ആണെങ്കിലും ട്രയൽ നടക്കും. അപ്പോൾ അതിന്റെ അനുസൃതമായിട്ട് ഇവിടെ പുതിയ സെക്ഷൻ 24 ആണ്. 30 താഴേക്ക് വന്ന് 24 ആയി. അതിൽ കൊണ്ടുവന്നിട്ട് അങ്ങനെയുള്ള സിറ്റുവേഷനിലും ആ പ്രതിയുടെ കൂടി കൺഫെഷൻ വേണമെങ്കിലും മറ്റു പ്രതികൾക്കെതിരെ ഉപയോഗിക്കാം എന്നത് സെക്ഷൻ 30 ഒന്ന് റീഡ്രാഫ്റ്റ് ചെയ്തു. പിന്നെ സെക്ഷൻ 58 ഓറൽ അക്കൗണ്ട്സ്, അത് ഞാൻ ആദ്യം പറഞ്ഞത് ഒരു ഓറൽ അക്കൗണ്ട് കൊണ്ട് ചില സിറ്റുവേഷനിൽ ഡോക്യുമെന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഒരു അമെന്റ്മെന്റ് ഉണ്ട്. പക്ഷെ അത് ഹൈപ്പർ ടെക്നിക്കൽ ആയിട്ടുള്ളൊരു സാധനമാണ്. അത് പറഞ്ഞ് നമ്മൾ വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കാനുള്ള പഴയ 65Gയുടെ എക്സ്പാൻഷനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അത് ഫാർ റീച്ചിങ് കോൺസിക്വൻസ് ഉണ്ടാക്കും. പിന്നെ സെക്ഷൻ നമ്പർ എങ്ങനെയാണ് 3 കുറഞ്ഞതെന്ന് ചോദിച്ചാൽ അതിൽ മേ പ്രസ്യൂം, ഷാൽ പ്രസ്യൂം, കൺക്ലൂസീവ് പ്രൂഫ് അത് ഡെഫിനിഷൻ ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നു. സെക്ഷൻ 25, 26, 27 അത് ഒറ്റ സെക്ഷനിലാക്കി. അങ്ങനെ പിന്നെ കുറച്ച് തീരെ റിലവന്റ് ആയിട്ടുള്ള എന്നിട്ട് സാധനങ്ങൾ എടുത്ത് കളഞ്ഞ് മറ്റേ ക്വസ്റ്റ്യൻസ് ബൈ ജൂറി ആൻഡ് അസസർ 166 അത് ഡിലീറ്റ് ചെയ്തു. അങ്ങനെയാണ് സെക്ഷനിന്റെ നമ്പറുകളിൽ മാറ്റം വന്നത്. പിന്നെ 65AB അത് അതിനൊക്കെയുള്ള പ്രോപ്പർ സെക്ഷനുകൾ കൊടുത്ത് 22A നമ്പർ കൊടുത്ത് സെക്ഷനാക്കി. അങ്ങനെ ABCയിൽ കിടന്ന എല്ലാ നമ്പറിൽ പ്രോപ്പർ നമ്പറിൽ കൊണ്ടുവന്ന് മേ പ്രസ്യൂം, ഷാൽ പ്രസ്യൂം അത് എടുത്ത് ഒറ്റ ഡെഫിനിഷൻ ക്ലാസ്സിലേക്ക് കൊണ്ടുവന്ന് 25, 26, 27 ഒറ്റ സെക്ഷനിലാക്കി. അതിന്റെ പർപ്പസ് എന്താ? 3 സെക്ഷനായിട്ട് കിടന്നായിരുന്നു. അതായിരുന്നു രസം. അപ്പൊ ഇനി അത് കൂടുതൽ രസം വേണ്ടാന്ന് വെച്ചിട്ടാണ് എടുത്ത് കളഞ്ഞത്. കാരണം വെച്ചാൽ ഈ ആദ്യകാലം എന്നുള്ള തർക്കം എന്ന് വെച്ചാൽ സെക്ഷൻ 27 26ന്റെ പ്രൊവൈസയാണോ 25ന്റെ പ്രൊവൈസയാണോ? നിങ്ങൾ ഏത് സ്റ്റാറ്റ്യൂട്ടിൽ നോക്കിയാലും അറിയാം പ്രൊവൈസർ വരുന്നത് തൊട്ട് മുമ്പത്തെ സെക്ഷൻ്റെ ആയിരിക്കും. അപ്പൊ ഒരു സ്കൂൾ ഓഫ് തോട്ട് അത് ഇൻക്ലൂഡിംഗ് വെപ്പാപ്പി സാരഥി മലയാളം എക്സ്പെർട്സിന്റെ അദ്ദേഹത്തിന്റെ 67ന്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആർട്ടിക്കിൾ 1967 ഇന്ത്യൻ ലോ ജേർണലിൽ പബ്ലിഷ്. അതായിരിക്കും ആ സബ്ജക്റ്റിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല ജേർണൽ.
അപ്പൊ അതിലൊക്കെ അദ്ദേഹം വളരെ അസെപ്റ്റീവായിട്ട് വിത്ത് എക്സാമ്പിൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 26 മാത്രം പ്രൊവൈസ് ആണ് 27. 25 ആബ്സലൂട്ട് ബാറാണ്. എനി കൺഫെഷന്റെ പോലീസ് ഓഫീസർ ആബ്സലൂട്ട്ലി ബാർ, അതിന്റെ അപ്പുറത്തേക്കില്ല. കൺഫെഷൻ ടു എ പേഴ്സൺ വൈൽ ദ പേഴ്സൺ ഇസ് ഇൻ കസ്റ്റഡി ഓഫ് എ പോലീസ് ഓഫീസർ. പോലീസ് ഓഫീസർ അറസ്റ്റ് ചെയ്തതിനു ശേഷമുള്ള കസ്റ്റഡിയിൽ കിടക്കുമ്പോൾ ചെയ്യുന്ന കൺഫെഷൻസ് അത് പോലീസിനോടുള്ളതല്ല. പോലീസിനോടുള്ളത് ഓൾറെഡി സെക്ഷൻ 25 പറഞ്ഞു, നോ കൺഫെഷൻ ടു പോലീസ് ഓഫീസർ ക്യാൻ ബി പ്രൂവ്ഡ് ആദ്യം പറഞ്ഞു. കസ്റ്റഡിയിലുള്ളപ്പോൾ ആരോടൊക്കെ കൺഫ്യൂസ് ചെയ്യാം? കൂട്ടുപ്രതിയോട് കൺഫ്യൂസ് ചെയ്യാം, ജയിലറിനോട് കൺഫ്യൂസ് ചെയ്യാം, ബി കൺഫ്യൂഷൻ പറയും, ചാരന്മാരോട് കൺഫ്യൂസ് ചെയ്യാം. ഇപ്പോഴാണെങ്കിൽ മറ്റേ ചാനലുകാരോട് കൺഫ്യൂസ് ചെയ്യാം, പത്രക്കാരോട് കൺഫ്യൂസ് ചെയ്യാം. അങ്ങനെയുള്ള കൺഫ്യൂഷനുകളിൽ നിന്നാണ് 27 ഒറിജിനൽ ഐഡിയ അതിൽ നിന്നാണ്. അങ്ങനെയുള്ള കൺഫ്യൂഷനുകളിൽ നിന്ന് വരുന്ന ഡിസ്കവറീസ് അഡ്മിസിബിൾ ആക്കുന്നതാണ് 27. അപ്പൊ 26 പ്രൊവൈസ് ആയിട്ടാണ് 27 ആദ്യ കാര്യങ്ങൾ ട്രീറ്റ് ചെയ്തത്. പിന്നെ വന്നപ്പോൾ നമ്മുടെ പോലീസുകാരാണല്ലോ എഴുതുന്നത്. അപ്പൊ എല്ലാത്തിനും പോലീസ് ഓഫീസറിന് മുമ്പിൽ കൺഫ്യൂഷൻ കൊടുത്തു എന്നുള്ളതാണ് ഒരു പ്രൊസീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് സുപ്രീം കോർട്ട് പറഞ്ഞു 25 കൂടി എക്സ്റ്റൻഷൻ ആണ്, അതിന്റെയും കൂടി പ്രൊവൈസ് ആണ് 27 എന്ന് പറഞ്ഞു. അപ്പൊ ഇനിയിപ്പോൾ ആ തർക്കങ്ങൾ എടുക്കാതിരിക്കാനായിട്ട് ഇത് മൂന്നും കൂടി ഒറ്റ സെക്ഷനിലാക്കി. അപ്പൊ ഇനി 25 ആണോ 26 ആണെന്നുള്ള തർക്കമില്ല, എല്ലാം 23 തന്നെ തുടങ്ങി 23 തന്നെ അവസാനിക്കും. അതാണ് ആ സെക്ഷനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും റീട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും മാറ്റങ്ങളാണ് എവിഡൻസ് ആക്ടിൽ വന്നിട്ടുള്ളത്. ഇതാണ് CRPC-യിലും ഈ 3 സ്റ്റാറ്റ്യൂട്ടുകളിലും വന്നിട്ടുള്ള മാറ്റങ്ങൾ. ഇതാണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അറിയാവുന്നതാണെങ്കിൽ പറയാം. സാറേ സാർ ചെറിയൊരു സാധനം കോൺടാക്ട് ചെയ്യുന്നുണ്ട്. സാർ ചോദിച്ചതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻസ് ആയിട്ട് കോൺടാക്ട് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പോലെ സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ടുകൾ വഴി വരുന്ന ഇൻവെസ്റ്റിഗേഷൻസിന് ജനറൽ സ്റ്റാറ്റ്യൂട്ടിന്റെ മോഡിൽ ഓവർ റൈഡിങ് എഫക്ട് കൊടുക്കും. അപ്പോൾ പഴയ 161(2), അപ്പോൾ ഇപ്പോഴത്തെ 180(2) ആയിരിക്കും. അതിൽ റൈറ്റ് ടു സൈലൻസ് ടേക്കണവേ. ജനറൽ സ്റ്റാറ്റ്യൂട്ടിലെ റൈറ്റ് ടു സൈലൻസ് വർക്ക് ചെയ്യില്ല, സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ട് ചെയ്യുന്ന വർക്ക് ചെയ്യില്ല. അപ്പോൾ ആർട്ടിക്കിൾ 23 വേണമെങ്കിൽ വയലേറ്റ് എന്ന് പറയാം. നന്ദിനി സബ്സിഡി 78 സുപ്രീം കോർട്ടിൽ ജസ്റ്റിസ് CR കഷേറിന്റെ ജഡ്ജ്മെന്റിൽ പറയുന്നുണ്ട്, ഈ ആർട്ടിക്കിൾ 22-ലെ പ്രൊട്ടക്ഷൻ ഈസ് എക്സ്റ്റെൻഡഡ് ബാക്ക് ടു ഇൻവെസ്റ്റിഗേഷൻ. 61 സുപ്രീം കോർട്ടിൽ അവർ പറഞ്ഞു, കത്തിക്കാളു 61 സുപ്രീം കോർട്ട് 1808 കത്തിക്കാളൂരിൽ പറഞ്ഞു ബീങ് എ വിറ്റ്നസ്, 20 ക്ലാസ്സിൽ ബീങ് എ വിറ്റ്നസ് പറയുന്നത് പേഴ്സൺ ഇംപാർട്ടിംഗ് നോളജ് ഇൻ ദ ബോക്സ്. ആരാണ് കൂട്ടിക്കേറി മൊഴി കൊടുക്കുന്നത് അയാളാണ് വിറ്റ്നസ്. അപ്പൊ 20 ക്ലാസ്സിയുടെ പ്രൊട്ടക്ഷൻ, നോ മാൻ ഷുഡ് ബി കമ്പൽഡ് ടു ബി എ വിറ്റ്നസ് അഗെയിൻസ്റ്റ് ഹിംസെൽഫ് എന്ന് പറഞ്ഞാൽ വിറ്റ്നസ് എന്ന് പറയുന്നതാണ് ബോക്സിൽ കയറി നിൽക്കുന്ന ആളാണ് വിറ്റ്നസ്. അതാണ് 61 സുപ്രീം കോർട്ട് 1808. 13 ബെഞ്ചാണ്. അതിനുശേഷം 78-ല് മന്ത്രി സബ്സിഡിയിൽ ചീഫ് മിനിസ്റ്റർക്ക് നോട്ടീസ് കൊടുത്തു, 160 നോട്ടീസ് കൊടുത്തു പോലീസുകാരുടെ മുമ്പിൽ വരാനായിട്ട്. അവർ സുപ്രീം കോടതി ചലഞ്ച് ചെയ്തു. അപ്പോൾ ജസ്റ്റിസ് CR കഷേറിന്റെ എലാബറേറ്റ് ആയിട്ടുള്ള ജഡ്ജ്മെന്റാണ്. ആ ജഡ്ജ്മെന്റ് പറഞ്ഞു നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് 20 ക്ലാസ്സിൽ പ്രൊട്ടക്ഷൻ കിട്ടും, ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിൽ പ്രൊട്ടക്ഷൻ കിട്ടും. 20 ക്ലാസ്സിൽ ഇതിലേക്ക് മാത്രമല്ല കൺഫൈൻ ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്ക് 161(2)-ൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. യു ക്യാൻ വിത്ത്ഹോൾഡ് ആൻസേഴ്സ് വിച്ച് ഇസ് അഗെയിൻസ്റ്റ് യു. പക്ഷേ നിങ്ങൾ പോയില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ബി പ്രോസിക്യൂട്ടർ അണ്ടർ സെക്ഷൻ 179 IPC, ഡിസോബേയിങ് പബ്ലിക് സർവന്റ് 179 IPC നിങ്ങൾക്ക് കേസെടുക്കാം. അതുകൊണ്ട് അങ്ങനെ നോക്കിയാൽ പ്രൊട്ടക്ഷൻ വയലേറ്റ് എന്ന് വേണമെങ്കിൽ അങ്ങനെ ആർഗ്യ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ 16 സുപ്രീം കോർട്ട് 1808 വെച്ചിട്ട് കത്തിക്കാള് വെച്ചിട്ട് വേണമെങ്കിൽ പറയാം. അതിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് പറഞ്ഞു, ഫുൾ മേ ബി 13 ബെഞ്ച് പറഞ്ഞു ഇംപാർട്ടിംഗ് നോളജ് ഇൻ ബോക്സ് അത് മാത്രമാണ് വിറ്റ്നസ് പറഞ്ഞത്. അങ്ങനെ നോക്കിയാൽ പ്രൊട്ടക്ഷൻ പോയിട്ടില്ല. 78 സുപ്രീം കോർട്ട് വെച്ചിട്ട് മന്ത്രി സബ്സിഡി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അത് പോയി, കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻ പോയി. വേറെ സംശയങ്ങൾ? ഇനിയിപ്പോ കുറെ സുപ്രീം കോടതിയിൽ കുറെ ചലഞ്ച് വരുമായിരിക്കും, അപ്പോൾ ഫിൽട്ടർ ചെയ്ത് വരുള്ളൂ. പിന്നെ മറ്റൊരു തർക്കം, പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, ഇപ്പൊ ഏറ്റവും കൂടുതൽ തർക്കം വരുന്നത് വെച്ചാൽ ഇപ്പോൾ ഉള്ള ട്രയലുകൾ എങ്ങനെ നടത്തണം, അതിനെ സംബന്ധിച്ചാണ് ഏറ്റവും കൂടുതൽ ഇന്ദിര ജയ്സിംഗിന്റെ ആണ് ഒരു ഇന്റർവ്യൂ എടുക്കുന്നത്. അതിൽ മാഡം പറയുന്നത് വെച്ചാൽ 2 പാരലൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നതാണ്. പക്ഷെ അതൊരിക്കലും അങ്ങനെ ഒരു സംവിധാനം ഇല്ല. 531(2) പറയുന്നത്, അതായത് നമ്മൾ ഇങ്ങനെ നോക്കുക, അതിന്റെ ഹിസ്റ്ററി എങ്ങനെയാണെന്ന് നോക്കുക.
1898 കോഡ് 1973 നമ്മൾ റീഡ്രാഫ്റ്റ് ചെയ്തു. CRPC എന്നുള്ള 1973 റീഡ്രാഫ്റ്റ് ചെയ്ത് 1974 ഏപ്രിൽ 1 അത് വന്നു. അപ്പൊ അതിൽ 484 ആ സെയിം പ്രിൻസിപ്പിൾ ആണ് ഇപ്പോൾ 531. അത് പറഞ്ഞു വെച്ചാൽ അന്ന് വരെയുള്ള ട്രയലുകൾ, ഇപ്പൊ ജൂലൈ 1 ആണല്ലോ, ജൂലൈ 1 വരെയുള്ള ട്രയലുകൾ CRPC അനുസരിച്ചിട്ട് നടക്കും എന്ന് പറഞ്ഞു. ജൂലൈ 1 ശേഷമുള്ള പെൻഡിങ് ആയിട്ടുള്ള, 1 ശേഷം ഫയൽ ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷൻസും BNSS ഫയൽ ചെയ്യാൻ പറ്റും, CRPC ഫയൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഒരു മെയിൽ ആപ്ലിക്കേഷൻ പെൻഡിങ് ആണെന്ന് വിചാരിക്കുക. ജൂൺ മുതൽ മെയിൽ ആപ്ലിക്കേഷൻ പെൻഡിങ് ആണെങ്കിൽ അതിൽ കൗണ്ടർ ഫയൽ ചെയ്യുന്നതും അതിൽ ഒബ്ജക്ഷൻ റേസ് ചെയ്യുന്നതും അതിൽ ഓർഡർ എഴുതുന്നതും CRPC അനുസരിച്ചിട്ട് പറ്റും. പക്ഷെ അപ്പൊ ചില സമയത്ത് ഡൗട്ട്ഫുൾ ആണ്. 439 ഒരു ഓർഡർ ഇട്ടു, 439 മോഡിഫിക്കേഷൻ വേണം. അങ്ങനെയാണെങ്കിൽ 439 ആണോ പുതിയ BNS ആണോ ചെറിയ സംശയം വരാം. അങ്ങനെ അപൂർവം ചില സിറ്റുവേഷൻ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും 1-ാം തീയതിക്ക് ശേഷം BNSS മാത്രമേ പറ്റുള്ളൂ. ആ 531 വളരെ ക്ലിയർ ആണ്. പെൻഡിങ് ആപ്ലിക്കേഷൻസ്, ഇൻവെസ്റ്റിഗേഷൻ, എൻക്വയറി എല്ലാം പെൻഡിങ്. സച്ച് ആപ്ലിക്കേഷൻ, ഇൻവെസ്റ്റിഗേഷൻ എക്സെട്ര ഷാൽ ബി കണ്ടിന്യൂഡ് അണ്ടർ CRPC. അത് അന്ന് പെൻഡിങ് ആണെന്നുള്ളത് മാത്രമേ CRPC കണ്ടിന്യൂ ചെയ്യൂ. എനി ഫ്രഷ് ആപ്ലിക്കേഷൻ ക്യാൻ കം ഓൺലി അണ്ടർ BNSS. പിന്നെ മറ്റൊരു സംശയം, ഇതിനായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് അതിന്റെ സംശയമാണ് ഒഫൻസ് എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പ്രൈവറ്റ് കംപ്ലൈന്റ് എഴുതാം. ജൂണിൽ എന്റെ ഫോൺ വിളിച്ചു, എന്നോട് ഓഫൻസ് പാർട്ണറാക്കാന്ന് പറഞ്ഞു, നല്ല ലാഭമുള്ള ബിസിനസ് ആണെന്ന് പറഞ്ഞു, അത് കള്ളാസൊക്കെ അയച്ചു തന്നു. അങ്ങനെ ഞാനത് വിശ്വസിച്ചു. ജൂലൈ 2-ാം തീയതി ഞാൻ പണം കൊടുത്തു. ജൂലൈ 5-ാം തീയതിയാണ് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ എനിക്ക് കള്ളാസൊന്നും തന്നില്ല. നോക്കിയപ്പോൾ എന്നെ പറ്റിച്ചു എന്ന് മനസ്സിലായി. ഏത് സെക്ഷനിൽ കേസ് കൊടുക്കും? BNSS കൊടുക്കണോ, BNS കൊടുക്കണോ, IPC കൊടുക്കണം? സെക്ഷൻ 69 പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത 69 ജൂൺ 29-ാം തീയതി ഞങ്ങൾ അതിന് ഫോണിൽ സംസാരിച്ചു. എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് ഞങ്ങൾ ഹോട്ടലിൽ റൂം എടുത്തു. 1-ാം തീയതി ഞങ്ങൾ ഹോട്ടലിൽ റൂം എടുത്ത് താമസിച്ചു. അപ്പൊ ഈ ഡിസെപ്ഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ഫോൾസ് പ്രോമിസ് നടക്കുന്നത് ജൂൺ 30-നും ഈ ആക്ട് നടക്കുന്നത് ജൂലൈ 1-നും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒഫൻസ് ഉണ്ടോ, അതിൽ എങ്ങനെ ചെയ്യണം? ഇനി ജൂൺ 29-ാം തീയതി അല്ലെങ്കിൽ 30-ാം തീയതി ഒരാൾ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു, ഹോസ്പിറ്റലിൽ കിടക്കാണ്. പോലീസിന് ഇൻഫർമേഷൻ കിട്ടുന്നത് ജൂലൈ 1-ാം തീയതിയാണ്. അയാള് പോലീസുകാരൻ ഹെഡ് കോൺസ്റ്റബിൾ എഴുതുന്നത് നോക്കുമ്പോൾ അറ്റംപ്റ്റ് ടു കമ്മിറ്റ് സൂയിസൈഡ് ഒഫൻസ് അല്ല, BNS ഒഫൻസ് അല്ല. അയാൾ എന്ത് ചെയ്യണം? ആദ്യം പറഞ്ഞതിൽ ഒഫൻസിന് 2 പാർട്ടാണ്. ചീറ്റിങ്ങിന്റെ ഡിസെപ്ഷൻ ഒരു പാർട്ട്, പാർട്ടിങ് വിത്ത് മണി അടുത്ത പാർട്ട്. ഇതിൽ ഒരു പാർട്ട് നടക്കുന്നത് IPC-യിലും മറ്റേ പാർട്ട് നടക്കുന്നത് BNS-യിലാണ്. അതിന്റെ കോമ്പിനേഷനാണ് ഒഫൻസ്. പക്ഷേ ഈ IPC-യിൽ നിന്ന് BNS-ലേക്ക് ഷിഫ്റ്റ് വന്നപ്പോൾ, അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടിന്റെ നമ്പറോ പേരോ മാറിയ സമയത്ത് അതിലെ കൺസെപ്റ്റിൽ മാറ്റമില്ല, ഒഫൻസിന്റെ ബേസിക് ഇൻഗ്രീഡിയന്റിൽ മാറ്റമില്ല. ഡിസെപ്ഷനും പാർട്ടിങ് വിത്ത് മണിയും മെൻസറേയും എല്ലാം റിമെയിൻസ് സെയിം, അതിന് വ്യത്യാസമില്ല. അതുകൊണ്ട് അത് BNS-ൽ ചാർജ് ചെയ്താലോ IPC-ൽ ചാർജ് ചെയ്താലോ ദാറ്റ് മേക്സ് നോ ഡിഫറൻസ്. ഇതിൽ ഒഫൻസിൽ വ്യത്യാസമേ ഇല്ല. പേര്, സ്റ്റാറ്റ്യൂട്ടിന്റെ പേരും സ്റ്റാറ്റ്യൂട്ടിന്റെ നമ്പറും മാറിയത് മാത്രമേ ഉള്ളൂ, ഒഫൻസിൽ വ്യത്യാസമില്ല. രണ്ടാമത് പറഞ്ഞ സിറ്റുവേഷനിൽ സെക്ഷൻ 69-ൽ ഡിസെപ്ഷനും ഹാവിംഗ് സെക്സും ആണ് 2 പാർട്ട്. ഡിസെപ്ഷൻ നടക്കുന്ന സമയത്ത് അത് ഒഫൻസ് അല്ല, IPC-യിൽ ഒഫൻസ് അല്ല. ആക്സസറീസ് നടക്കുമ്പോൾ അത് BNS-ൽ ഒഫൻസ് ആണ്. അപ്പൊ ആ ഒഫൻസിന് 2 പാർട്ടാണ്. ഒന്ന് ഫോൾസ് പ്രോമിസ്, 2 ഹാവിംഗ് സെക്സ്. അതിന്റെ കോമ്പിനേഷനാണ് ഒഫൻസ് ആകുന്നത്. ഫസ്റ്റ് പാർട്ട് നടക്കുമ്പോൾ ഒഫൻസ് അല്ല. അതായത് ഫസ്റ്റ് പാർട്ട് നടക്കുന്ന സമയത്ത് ഹി ഹാഡ് എ ലെജിറ്റിമേറ്റ് എക്സ്പെക്ടേഷൻ, ഞാൻ ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള എക്സ്പെക്ടേഷനിലാണ് അയാൾ ഫോൾസ് പ്രോമിസ് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതില് ഒഫൻസ് പോസിബിൾ അല്ല. കാരണം ഫസ്റ്റ് പാർട്ട് ഇസ് നോട്ട് ആൻ ഒഫൻസ്, സെക്കൻഡ് പാർട്ട് ഇസ് ആൻ ഒഫൻസ്. സെക്കൻഡ് പാർട്ട് ബിക്കംസ് ഒഫൻസ് ഓൺലി വിത്ത് ദ ഫസ്റ്റ് പാർട്ട്. അത് 2 കൂട്ടിന്റെ കോമ്പിനേഷൻ വരുന്ന 1-ാം തീയതിക്ക് ശേഷമാണ് അതുകൊണ്ട് ഒഫൻസ് ചാർജ് ചെയ്യാൻ പറ്റുന്നത്. മൂന്നാമത്തെ പറഞ്ഞ സിറ്റുവേഷനിൽ അറ്റംപ്റ്റ് സൂയിസൈഡ് നടന്നത് 29-ാം തീയതി 30-ാം തീയതിയാണ്. ഇൻഫർമേഷൻ കിട്ടുന്നത് 1-ാം തീയതിക്ക് ശേഷമാണ്. ഇൻഫർമേഷൻ കിട്ടുമ്പോൾ സ്റ്റാറ്റ്യൂട്ടിൽ ഒഫൻസ് ഇല്ലെങ്കിലും ആക്സസറീസ് നടക്കുന്ന സമയത്ത്, അറ്റംപ്റ്റ് കമ്മിറ്റ് മർഡർ സൂയിസൈഡ് നടക്കുന്ന സമയത്ത് അത് ഒഫൻസ് ആയിരുന്നുകൊണ്ട് IPC-യിൽ ചാർജ് ചെയ്തേ പറ്റൂ. IPC-യിൽ ചാർജ് ചെയ്ത് BNS-ൽ 190 ഇതിൽ ഫൈനൽ റിപ്പോർട്ട് കൊടുത്തേ പറ്റൂ. അപ്പൊ അങ്ങനെയാണ് നോക്കുന്നത്. അപ്പൊ ഇത് ചില സിറ്റുവേഷൻ ഹൈലി കോംപ്ലിക്കേറ്റഡ് ആണ്. അല്ല സാറേ, ചില ആ പേരിന് മാത്രമേ ഉള്ളൂ.
സ്റ്റാറ്റ്യൂട്ടിൽ സിറ്റിസനും നോൺ സിറ്റിസനും തമ്മിൽ വ്യത്യാസമില്ല. സ്റ്റാറ്റ്യൂട്ടിൽ എല്ലാവർക്കും പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പം പേരിൽ നാഗരികാന്ന് വന്നപ്പോൾ ഇന്ത്യൻ സിറ്റിസൻസിന് മാത്രമാണെന്നുള്ള കാര്യത്തിൽ ഇന്റർപ്രിട്ടേഷൻ ഉണ്ടെന്ന് മാത്രം. സ്റ്റാറ്റ്യൂട്ടിൽ അങ്ങനെ വ്യത്യാസമില്ല. ഇപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ് നോക്കിയാൽ എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സും സിറ്റിസൻസിന് അല്ല, നോൺ സിറ്റിസൻസിന് ഇല്ല. ചാൾസ് ശോഭരാജന്റെ കേസിൽ സുപ്രീം കോടതി പറഞ്ഞു നിങ്ങൾക്ക് എല്ലാ ശോഭരാജന്റെ പെറ്റീഷൻ വന്നപ്പോൾ എല്ലാ പ്രൊട്ടക്ഷനും നമുക്ക് കിട്ടില്ലാന്ന്. ആർട്ടിക്കിൾ 19 ഒന്നും നമുക്കില്ലാന്ന്. ആർട്ടിക്കിൾ 21 ഉണ്ട്, 19 ഇല്ല, 14 ഇല്ല. അപ്പൊ ചില സിറ്റുവേഷനിൽ കുറച്ച് കോംപ്ലിക്കേറ്റ് ആണ്, അല്ലാതെ 90% സിറ്റുവേഷനിൽ ഒരു കോംപ്ലിക്കേഷൻ ഈ ഷിഫ്റ്റ് വരുമ്പോൾ. ഫോർ എക്സാമ്പിൾ 451 പെറ്റീഷൻ പെൻഡിംഗ് ആണ്, അതിൽ മറുപടി കൊടുക്കണമെങ്കിൽ 451 ഓർഡർ പറയുന്നത് 451 അതിന് വ്യത്യാസമില്ല. പക്ഷെ ഇന്നാണ് പഴയ ക്രൈമിൽ ഇന്നാണ് 451 കൊടുക്കണമെങ്കിൽ പുതിയ BNS പറ്റുള്ളൂ, BNSS പറ്റുള്ളൂ, CRPC പറ്റുള്ളൂ. പെൻഡിങ് സച്ച് ആപ്ലിക്കേഷൻസ് ആണ് 531. അതാ 53 സുപ്രീം കോർട്ട് 376, അതാണ് അതിന്റെ ബേസിസ്. ആ സമയത്ത് 50s ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന സമയത്ത് പത്രക്കാർക്കെതിരായിട്ട് പല കേസുകളും പെൻഡിങ് ഉണ്ടായിരുന്നു. പത്രമുതലാളിമാർക്കെതിരായിട്ട് അനാവശ്യമായിട്ടുള്ള വാർത്തകൾ പബ്ലിഷ് ചെയ്യുന്നതൊക്കെ അതെല്ലാത്തിനും പ്രോസിക്യൂഷൻസ് ഉണ്ടായിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ വന്നപ്പോൾ ആർട്ടിക്കിൾ 19 വന്നപ്പോൾ സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് ആക്കി. അപ്പൊ അവരെല്ലാവരും ചലഞ്ച് ചെയ്തു. കേശവ മാധവ മേനോനാണ് അതിൽ ബേസ് ഡിസിഷൻ 1953 സുപ്രീം കോടതി. അപ്പൊ ആ ചലഞ്ചിൽ എല്ലാവരും ഇത് പറഞ്ഞിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾക്കൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, അതുകൊണ്ട് ഞങ്ങൾക്കെതിരായിട്ടുള്ള കേസുകൾ ക്വാഷ് ചെയ്യണം. സുപ്രീം കോടതി അത് പറ്റില്ല, ഇപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്നുള്ളത് ശരിയാണ്, നിങ്ങൾ ആക്ടസ് കേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ടായിരുന്നില്ല, യു ആർ ലയബിൾ ഫോർ പ്രോസിക്യൂഷൻ. പക്ഷെ നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും. ഇപ്പൊ നമുക്ക് സെന്റൻസിങ് വരുമ്പോൾ നമുക്ക് ബാർഗെയിൻ ചെയ്യാം. ഇപ്പോഴും അറ്റംപ്റ്റ് കമ്മിറ്റ് സൂയിസൈഡ് ആണെങ്കിലും പെൻഡിങ് ആണെങ്കിലും അത് ട്രൈ ചെയ്തേ പറ്റും. പക്ഷെ സെന്റൻസ് വരുമ്പോൾ അതിന്റെ കോടതി പിരിയാൻ ഒരു തടവോ ഫൈനോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ആക്കിക്കൊള്ളു. അപ്പൊ നമുക്ക് എല്ലാവർക്കും നമസ്കാരം, നന്ദി. തീർച്ചയായിട്ടും നമ്മുടെ അസോസിയേഷൻ സംബന്ധിച്ചിടത്തോളം സാറിന്റെ അസോസിയേഷൻ അറിയിക്കുന്നു. ഒരു സ്നേഹവും നൽകുന്നതിന് നമ്മുടെ അസോസിയേഷന്റെ പ്രസിഡന്റ് എല്ലാവർക്കും വിനീതമായ നമസ്കാരം. പുണ്യകാവൂർ ക്ഷേത്രത്തിന്റെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന വെടിക്കെട്ടിലേക്ക് വലിയൊരു അപകടം സംഭവിച്ചതിലെ വളരെയധികം നാശനഷ്ടങ്ങളുണ്ടായി, ജീവോപായമുണ്ടായി. അതിന് കുറെ കുട്ടികൾക്ക് വേണ്ടി ജാമ്യാപേക്ഷ മൂല്യം രാജസ്ഥാനോടൊപ്പം എനിക്ക് സാധിച്ചിരുന്നു. ആ എറണാകുളം സെഷൻസ് കോടതിയിൽ ആ ജാമ്യാപേക്ഷ സാറ് വാങ്ങിച്ചത് അതിന്റെ സാറിന്റെ നിയമം ഭരിക്കാൻ അതോടൊപ്പം തന്നെ സ്വതസിദ്ധമായ ആ പുഞ്ചി ഇന്നും എന്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. സാറ് നമ്മുടെ ലോക കേരളത്തിൽ സാധാരണ ആർട്ടിക്കിൾസ് വായിച്ചിട്ടുണ്ട്. സാറിന്റെ വളരെ കൃത്യമായ വളരെ നല്ല രീതിയിലുണ്ടായ ഈ ക്ലാസ്സിനെ ഞാൻ എല്ലാ ഭാഷകളെയും രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം അസോസിയേഷന്റെ മുഴുവൻ അംഗങ്ങൾക്കും വേണ്ടി അസോസിയേഷൻ ഇവിടെ സ്നേഹോപകാരം അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു. ഒരു കാര്യം പറയാൻ പറ്റില്ല, ആ ബേദാപ്ലിക്കേഷൻ എല്ലാം തള്ളി. അത് അത്രയും ആർക്കെങ്കിലും ചിലപ്പോൾ അനുവദിച്ചതന്നെ. നിജാ സാധനങ്ങളായിട്ട് വീട്ടിലോട്ട് ചെല്ലരുതെന്നാണ് പിള്ളേര് പറഞ്ഞേക്കുന്നത്. എന്റെ വീട്ടിൽ പ്രാഞ്ചേട്ടനെ വിളിക്കുന്നത്. ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. Thank you.